ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മളെ ലൈവ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളായിട്ട് റൈസ് നമ്മുടെ യൂട്യൂബ് ലൈവിൽ ഓരോരോ സബ്ജക്റ്റിൽ ഓണപ്പരീക്ഷയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്കറിയാം ഏതാണ്, ബോട്ടണിയിൽ വരുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണോ ആ ചാപ്റ്റേഴ്സിലെ ഓണപ്പരീക്ഷയ്ക്ക് വേണ്ട എന്തൊക്കെ ആവശ്യങ്ങൾ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം അതിനുവേണ്ട എല്ലാ ക്വസ്റ്റ്യൻസും കൊണ്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഏകദേശം 3 ചാപ്റ്റർ ഉണ്ട് ബോട്ടണി റിലേറ്റ് ചെയ്തുകൊണ്ട്, അല്ലേ? ഇപ്പം സുവോളജിയുടെ ചാപ്റ്റേഴ്സ് ഇന്നലെ കവർ ചെയ്തു. ബോട്ടണിയിൽ 3 ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. ഈ 3 ചാപ്റ്ററിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ്? സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിങ് പ്ലാന്റ്സ്, ഒരു വലിയ ചാപ്റ്ററാണ്, അല്ലേ? അതിലൊരുപാട് പോർഷൻസ് ഉണ്ട്. നിങ്ങൾക്കറിയാം ഒത്തിരി ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചാപ്റ്ററാണ്. പിന്നെ അതുപോലെ ബയോടെക്നോളജി, വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ, ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്. ഇനി അതുപോലെ മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ, ഇപ്പോൾ നമ്മൾ സുവോളജി പഠിക്കുന്ന ചാപ്റ്ററാണ്. നമ്മൾ ആ ചാപ്റ്ററും കൂടെ ഈ ഒരു സെഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 6 ചാപ്റ്ററാണ് മക്കളെ നിങ്ങൾക്ക് ഓണപ്പരീക്ഷയ്ക്ക് വേണ്ടി വരുന്ന. ഈ ചാപ്റ്ററിലുള്ള ഏകദേശം എല്ലാ ഏരിയയും കവർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസും കൊണ്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ ഇനി ക്വസ്റ്റ്യൻസിലേക്ക് പോവാണ്. അപ്പോൾ ശരിക്കും ശ്രദ്ധിച്ചിരിക്കുക, എല്ലാവരും നോട്ട് ചെയ്യാൻ വേണ്ട കാര്യങ്ങളെല്ലാം തയ്യാറാക്കി വെക്കുക. നോട്ട് പാഡ് പെന്നൊക്കെ എടുത്ത് വെക്കുക. നമ്മൾ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യൻസിൻ്റെ അതേ മോഡൽ ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഉള്ളത്. ശരിക്കും ശ്രദ്ധിക്കുക. ഇപ്പോൾ ഈ ലൈവിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. സോ സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും ആദ്യത്തെ ചാപ്റ്റർ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ്. സോ നമ്മൾ ആ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ് തുടങ്ങുന്നത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് പാർട്ട് ഇൻ എ ഫ്ലവർ ഈസ് ഹാപ്ലോയിഡ്? ഇതാ ക്വസ്റ്റ്യൻ. ഇതിൽ ഏത് പാർട്ടാണ് ഹാപ്ലോയിഡ് ആയിട്ടുള്ളത്? നോക്കൂ, എന്തൊക്കെയാണ് ഇപ്പോൾ അവിടെ ഓപ്ഷനിലുള്ള? ആന്തർവാൾ. ആന്തർവാൾ ഹാപ്ലോയിഡ് ആണോ? അല്ല. ആന്തർവാൾ എന്താണ്? ഡിപ്ലോയിഡ് ആണ്. അപ്പോൾ നമുക്കറിയാം ആന്തർവാൾ എന്ന് പറയുമ്പോൾ ആന്തറിൻ്റെ പ്രൊട്ടക്റ്റീവ് വാൾ ലേയേഴ്സ് നമ്മൾ പഠിക്കുന്നില്ലേ? എപ്പിഡെർമിസ്, എൻഡോത്തീഷ്യം, മിഡിൽ ലേയേഴ്സ്, അല്ലെ, ടെപ്പിറ്റം. ഇതൊക്കെ എന്താണ്? ഈ പ്രൊട്ടക്റ്റീവ് വാൾ ലേയേഴ്സ് ഏത് തന്നെ ആയാലും എന്താണ്? ഡിപ്ലോയിഡാണ്. ദെൻ പൊള്ളൻ മദർ സെൽ. പൊള്ളൻ മദർ സെൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിപ്ലോയിഡ് ആണ്. എന്നാൽ അതിന് മിയോസിസ് നടന്നുണ്ടാകുന്ന മൈക്രോസ്പോർസുകൾ എന്താണ്? ഹാപ്ലോയിഡ്. അപ്പോൾ സ്പോർ തൊട്ടല്ലേ ഹാപ്ലോയിഡ് ജനറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ബിഫോർ ദാറ്റ് എല്ലാം എന്താണ്? ഡിപ്ലോയിഡ് ജനറേഷൻ ആണ്. സോ പൊള്ളൻ മദർ സെൽ ഓൾസോ ഡിപ്ലോയിഡ്. സൈനർജിൻ പറ, ഹാപ്ലോയിഡ് അല്ലേ? സൈനർജിൻ എന്ന് പറഞ്ഞാൽ എവിടെയാ? എംബ്രിയോ സാക്കിൽ. അപ്പം നിങ്ങൾക്കറിയാം ഒരു എംബ്രിയോ സാക്കിൻ്റെ സ്ട്രക്ചർ. ഒരു എംബ്രിയോ സാക്കിൽ എത്ര സെൽസ് ഉണ്ട്? 7 സെൽസ്, അല്ലേ? 7 സെൽസ്. അപ്പം അതിൽ ഏറ്റവും ടോപ്പിലായിട്ട് വരുന്നത് എന്താണ്? എഗ് പാരറ്റസ്. എഗ് പാരറ്റസ് ഉണ്ട്. ഓക്കെ. ദെൻ ആൻറ്റിപോഡൽസുണ്ട്. ആൻറ്റിപോഡൽസ്. പിന്നെ എന്താ ഉള്ള? 2 പോളാർ ന്യൂക്ലിയായി. യെസ്. അപ്പം ഇങ്ങനെയല്ല ഒരു എംബ്രിയോ സാക്ക്. അതിലിതാ എഗ് സെല്ലിൻ്റെ 2 സൈഡിൽ കാണുന്ന ഈ സെൽസുകളാണ് എന്ത്? സൈനർജിഡ് എന്ന് പറയുന്നത്. സൈനർജിഡ്. ഇതുണ്ടാകുന്ന എന്തിൽ നിന്നാ? ഈ എംബ്രിയോ സാക്കിൻ്റെ ഒറിജിൻ എന്തിൽ നിന്നാ? ഒരു മൈക്രോസ്പോർ ആണ് മെഗാസ്പോർ ആണ് എന്തായിട്ട് മാറുന്നത്? എംബ്രിയോ സാക്ക്. ഇപ്പം MMC മെഗാസ്പോർ മദർ സെൽ എന്തായിരുന്നു? ഡിപ്ലോയിഡ് ആയിരുന്നു. MMCക്ക് മിയോസിസ് നടന്നു കഴിഞ്ഞാൽ 4 ഹാപ്ലോയിഡായ മെഗാസ്പോർസ്. ഈ 4 മെഗാസ്പോറിൽ 3 ഡീജനറേറ്റ് ചെയ്യും, 1 എന്താവും? എംബ്രിയോ സാക്ക് ആവും. അപ്പോൾ അതുകൊണ്ട് ഈ മെഗാസ്പോർ ഹാപ്ലോയിഡ് ആയതുകൊണ്ട് അതിൻ്റെ മൈറ്റോസിസിൽ നിന്നുണ്ടായ എല്ലാ സെല്ലും എന്ത് തന്നെയായിരിക്കും? ഹാപ്ലോയിഡ് തന്നെയായിരിക്കും. അപ്പോൾ എംബ്രിയോ സാക്ക് 7 സെല്ലായാൽ അതിൽ ഓരോ സെല്ലും ഹാപ്ലോയിഡാണ്. എഗ് ഹാപ്ലോയിഡ് ആണ്. സൈനർജിഡ് ഓൾസോ ഹാപ്ലോയിഡ്, അല്ലേ? ഇവിടെ സൈനർജിഡ് ഏതാണ്? ഹാപ്ലോയിഡാണ്. ഇനി സെക്കൻഡറി ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ എന്താ? എംബ്രിയോ സാക്കിൽ 2 പോളാർ ന്യൂക്ലിയസ് ഇല്ലേ? ഇത് രണ്ടുമല്ലേ പോളാർ ന്യൂക്ലിയായി? പോളാർ ന്യൂക്ലിയായി, അല്ലേ? ഇതാണ് പോളാർ ന്യൂക്ലിയായി. ഇതിന് ഫ്യൂഷൻ നടന്നു കഴിഞ്ഞാൽ അതിലുണ്ടാകുന്ന ഒന്നാണ് എന്ത്? ഫ്യൂഷൻ നടന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒന്നാണ് സെക്കൻഡറി ന്യൂക്ലിയസ്. സോ 2 ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് യുണൈറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് ഒരു ഡിപ്ലോയിഡായ സെക്കൻഡറി ന്യൂക്ലിയസ് ആണ്. സോ അത് ഡിപ്ലോയിഡാണ്. സോ ഇവിടെ റൈറ്റ് ഓപ്ഷൻ നോ ഡൗട്ട് ഏതാണ്? സൈനർജിഡ്. ഓക്കെ, ഈസി അല്ലേ? അപ്പോൾ ഇത് പ്രീവിയസ് ഇയർ വന്ന ക്വസ്റ്റ്യൻ ആണ്. സോ ശ്രദ്ധിക്കുക, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. സൈനർജിഡ് എന്ന് മാത്രമല്ല, സൈനർജിഡ് ആവട്ടെ, ആൻറ്റിപോഡൽസ് ആവട്ടെ, എഗ്, ഇതെല്ലാം ഏതിലാണ് വരിക? ഹാപ്ലോയിഡ് ആണ്. കാരണം ഇതൊരു ഗ്യാമിറ്റോഫൈറ്റ് ആണ്.
ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ് ആണ് എന്ത്? എംബ്രിയോ സാക്. ഓക്കെ, നെക്സ്റ്റ്. മൈക്രോസ്പൊറാൻജിയം ഈസ് ജനറലി സറൗണ്ടഡ് ബൈ 4 wall layers. നെയിം ദി ലെയർ വിച്ച് നറിഷസ് ഡെവലപ്പിംഗ് പൊളൻ ഗ്രെയിൻ. ഇപ്പോൾ നോക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞു മൈക്രോസ്പൊറാൻജിയം ആന്തറിലല്ലേ മൈക്രോസ്പൊറാൻജിയം. ആ ആന്തറിലെ മൈക്രോസ്പൊറാൻജിയത്തെ സറൗണ്ട് ചെയ്തുകൊണ്ട് കാണുന്ന 4 പ്രൊട്ടക്റ്റീവ് വാൾ ലേയേഴ്സ് നിങ്ങൾക്കറിയാം. എപ്പിഡെമിസ്, എൻഡോത്തീഷ്യം, മിഡിൽ ലേയേഴ്സ്, ടെപ്പിറ്റം. ഇതിലേതാണ് നറിഷ്മെൻറ്റിൽ ഇൻവോൾവ് ചെയ്യുന്നത്? 4 ലെയറിൽ ഏതാണ് നറിഷ്മെൻറ്റിൽ ഇൻവോൾവ് ചെയ്യുന്നത്? പറ ഏതാണ്? ടെപ്പിറ്റം. ടെപ്പിറ്റോല്ലേ നറിഷ്മെൻറ്റിൽ ഇൻവോൾവ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കി 3 ലേയേഴ്സ് എന്തായിരുന്നു? പ്രൊട്ടക്ഷന് വേണ്ടിയായിരുന്നു. ആൻഡ് ആൾസോ ഡെഹിസൻസ് ഓഫ് ആന്തർ. ഫസ്റ്റ് 3 layers doing the function of protection and dehiscence of anther, but last layer tapetum doing the function of providing nourishment to developing pollen grains. So no doubt ഇതേതാണ്? tapetum. Okay, മക്കളെ റെഡി? ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ്. നമുക്ക് ബോർഡ് എക്സാം ലെവലിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഒരു പാറ്റേൺ ചെയ്തല്ലേ, മാച്ച് ദ ഫോളോയിങ്. സോ ശ്രദ്ധിച്ച് വേണം നമ്മൾ മാച്ച് ചെയ്യാൻ. നോക്കാം. ഇപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ ഇതെല്ലാം പ്രീവിയസ് ഇയർ ബേസ്ഡ് ആയ ക്വസ്റ്റ്യൻ ആണ് മക്കളെ, ശ്രദ്ധിച്ചോളൂ. ഉറപ്പായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഭാഗമാണ്. പൊള്ളൻ ഗ്രെയിൻസ്. ഏതാണ് പൊള്ളൻ ഗ്രെയിൻസ്? ഇവിടെ മോണോകാപ്പുലറി ശരിയാവോ? നോ. ഡിപ്ലോയിഡ്? നോ, ഇറ്റ് ഈസ് ഹാപ്ലോയിഡ്. എംബ്രിയോസാക്? നോ. അപ്പോൾ ഏത് പറയാം? ഹാപ്ലോയിഡ് അല്ലേ. പൊള്ളൻ ഗ്രെയിൻസ് എന്താണ്? ഹാപ്ലോയിഡ് ആണ്. ഓക്കെ, പൊള്ളൻ ഗ്രെയിൻസ് ഹാപ്ലോയിഡ്. ഇനി അടുത്ത് മൊണേഷ്യസ്. എന്താണ് മൊണേഷ്യസ്? മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് സെയിം പ്ലാന്റിൽ ഉണ്ടാകുമ്പോൾ എന്ത് പറയാം? മൊണേഷ്യസ്. സെപ്പറേറ്റ് പ്ലാന്റ് ആകുമ്പോൾ എന്ത് പറയും? ഡയേഷ്യസ്. വേറെ പ്ലാന്റിലാണ് മെയിൽ ഫീമെയിൽ ഫ്ലവർ എങ്കിൽ ഡയേഷ്യസ്. സെയിം പ്ലാന്റിലാണ് എന്താ പറയുക? മൊണേഷ്യസ്. ഇവിടെ ഓപ്ഷനിൽ ഇതാ ബി കോളത്തിൽ കണ്ടോ? മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവർ ഓൺ സെയിം പ്ലാന്റ്. സോ മൊണേഷ്യസ്. റെഡി? എൻഡോസ്പേം. എൻഡോസ്പേം എന്തായിരിക്കും? നോക്ക്, ഇവിടെ ഏതായിരിക്കും കറക്റ്റ് വൺ? ഇപ്പോൾ മോണോകാപ്പുലറി, ഡിപ്ലോയിഡ്, എംബ്രിയോസാക്, ഇത് മൂന്നിന് ബാക്കിയുള്ള മുകളിൽ അത് മൂന്നും ശരിയാവോ? നോ. എന്നാൽ താഴെ കണ്ടോ? ട്രിപ്പിൾ ഫ്യൂഷൻ. അപ്പോൾ നോക്കുക, ഡബിൾ ഫെർട്ടിലൈസേഷൻ ഇസ് ദി ക്യാരക്ടർ ഓഫ് ആൻജിയോസ്പേം അല്ലേ. ഈ ഡബിൾ ഫെർട്ടിലൈസേഷനിൽ 2 ഫെർട്ടിലൈസേഷൻസ് ഏതൊക്കെയാ? ഒന്ന് സിംഗമി, 2 ട്രിപ്പിൾ ഫ്യൂഷൻ. അപ്പോൾ സിംഗമി നടന്നു കഴിഞ്ഞാലുള്ള പ്രൊഡക്റ്റ് ആയിരുന്നു സൈഗോട്ട്. ട്രിപ്പിൾ ഫ്യൂഷൻ നടന്നു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ആണ് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ്. ആ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് അതിൽ നിന്നുണ്ടാകുന്നല്ലേ എൻഡോസ്പേം. സോ പ്ലോയിഡി ഓഫ് എൻഡോസ്പേം എന്ത് പറയാം? ട്രിപ്ലോയിഡ് അല്ലേ. അപ്പോൾ നോക്കുക, ട്രിപ്പിൾ ഫ്യൂഷൻ പ്രൊഡക്റ്റ് ആണ് എന്ത്? എൻഡോസ്പേം. സോ നമുക്ക് ഇതാ എൻഡോസ്പേം ട്രിപ്പിൾ ഫ്യൂഷനിലാണ് എന്ത്? എൻഡോസ്പേം. ഇനി അടുത്ത ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ് ഏതായിരിക്കും? എംബ്രിയോസാക്. മെയിൽ ഗാമിറ്റോഫൈറ്റ് ആണ് എന്ത്? പൊള്ളൻ ഗ്രെയിൻ. ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ് ആണ് എന്ത്? എംബ്രിയോസാക്. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ അല്ലേ? കാര്യങ്ങൾ മനസ്സിലായല്ലോ? ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതിന് നോക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദാ ദി ഡയഗ്രം ഗിവൺ ബിലോ ഷോസ് ദി ട്രാൻസ്ഫർ സെക്ഷൻ ഓഫ് എ യങ് ആന്തർ. ഐഡന്റിഫൈ ദി പാർട്സ് എ, ബി, സി ആൻഡ് ഡി. നോക്ക്, പാർട്ട് ലാബിൽ ചെയ്യാനാണ് ചോദിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്കറിയാം ഇതൊരു യങ് ആന്തറിൻ്റെ ക്രോസ് സെക്ഷനാണ് അല്ലെങ്കിൽ ട്രാൻസ്ഫർ സെക്ഷൻ. 2 പറഞ്ഞാലും ശരിയാ അല്ലേ. ട്രാൻസ്ഫർ സെക്ഷൻ ഓഫ് യങ് ആന്തർ. നോക്ക് എങ്ങനെയാണ്? എ എന്താണ് ഇവിടെ ലാബിൽ ചെയ്ത ഭാഗം? എ നോക്ക്, എ എന്താണ്? എ ഇസ് കണക്റ്റീവ്. എ എന്താണ്? കണക്റ്റീവ്. ഇപ്പം 2 ലോബിനെ കണക്ട് ചെയ്യുന്ന ഒരു ടിഷ്യൂ ആണല്ലോ അത്. അതിനെന്താ വിളിക്കുക? കണക്റ്റീവ്. ബി എന്ന് പറഞ്ഞ ഏറ്റവും പുറത്ത് കാണുന്നതല്ലേ, ഔട്ടർ മോസ്റ്റ് ലെയർ എന്തായിരുന്നു? എപ്പിഡെർമിസ്. ഓക്കെ അല്ലേ. നെക്സ്റ്റ് സി എന്താണ്? ഇപ്പം എ ബി ലാബിൽ ചെയ്തു. സി എന്താണ്? സി യങ് ആന്തറിൽ മൈക്രോസ്പൊറാൻജിയുള്ള ഈ പൊസിഷനിൽ കാണുന്ന ഈ ടിഷ്യൂവിനെ എന്താ വിളിക്കുക? ഇറ്റ് ഈസ് സ്പോറോജീനസ് ടിഷ്യൂ. ഇതാണ് സ്പോറോജീനസ് ടിഷ്യൂ. യെസ്. ദെൻ ഡി ഇന്നർമോസ്റ്റ് ലെയർ. മൈക്രോസ്പൊറാൻജിയത്തെ പ്രൊട്ടക്ട് ചെയ്ത് കവർ ചെയ്ത് കാണുന്ന ലാസ്റ്റ് ലെയർ. നേരത്തെ പറഞ്ഞു പ്രൊവൈഡിങ് നറിഷ്മെന്റ് ടു ഡെവലപ്പിംഗ് പൊള്ളൻ ഗ്രെയിൻ. ലെയർ ഏതാണ്? ടെപ്പീറ്റം. ഓക്കെ, ശരിയാണോ?
ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, റെഡി അല്ലേ? സോ ഗോ ഫോർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നോക്ക്, ഇതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഇപ്പോൾ നമ്മൾ പാർട്ട് എ ആണ് ആ ക്വസ്റ്റ്യൻ ചെയ്തത്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇതാ. ഡെവലപ്മെൻ്റൽ സ്റ്റേജസ് ഓഫ് മെയിൽ ഗാമീറ്റ്സ് ഇൻ പ്ലാന്റ്സ് കൺസിസ്റ്റ് ഓഫ് മൈക്രോസ്പോറോജെനസിസ് ആൻഡ് മെയിൽ ഗാമിറ്റോഫൈറ്റ്. അറേഞ്ച് ദി ഫോളോയിങ് ടേംസ് ഇൻ ദിയർ കറക്റ്റ് ഡെവലപ്മെൻ്റൽ സീക്വൻസ്. അപ്പോൾ നോക്ക്, മെയിൽ ഗാമിറ്റ് അല്ലെങ്കിൽ മെയിൽ ഗാമിറ്റോഫൈറ്റ്, അതായത് പോളൻ ഗ്രെയിൻസ്, ഇതിൻ്റെയൊക്കെ ഡെവലപ്മെൻ്റൽ സീക്വൻസ് എന്ന് പറയുമ്പോൾ എങ്ങനെ? ഏറ്റവും ആദ്യം എന്തായിരിക്കും ഉണ്ടാവുക? ഇപ്പോൾ നോക്ക്, ഇവിടെ എന്തൊക്കെയാണ് ഇവിടെ തന്നിരിക്കുന്നത്? പോളൻ ഗ്രെയിൻ എല്ലാം ഒന്ന്, സ്പോറോജീനസ് ടിഷ്യൂ ആൻഡ് ദ മൈക്രോസ്പോർ ടെട്രാൻ, പോളൻ മദർ സെൽ, മെയിൽ ഗാമിറ്റ്. അപ്പോൾ നമുക്കറിയാം ഒരു ഫ്ലവറിൽ ഏറ്റവും ആദ്യം ഉണ്ടാവേണ്ട ആന്തറാണ് അല്ലേ? സോ നമുക്കിവിടെ നമ്പർ ഇട്ട് വെക്കാം, 1 ആന്തർ. ആന്തറിൽ എന്തുണ്ടാവും? മൈക്രോസ്പൊറാൻജിയം ഉണ്ടാവും. ആ മൈക്രോസ്പൊറാൻജിയത്തിൻ്റെ ഉള്ളിൽ യങ്ങായിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒന്നാണ് സ്പോറോജീനസ് ടിഷ്യൂ അല്ലേ? സ്പോറോജീനസ് ടിഷ്യൂവിൽ നിന്നും എന്തുണ്ടാവും? പോളൻ മദർ സെൽ. ദെൻ അതിൽ മിയോസിസ് നടന്നു കഴിഞ്ഞാൽ എന്താണ്? മൈക്രോസ്പോർ ടെട്രാഡ് അല്ലേ 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 അല്ലേ? മൈക്രോസ്പോർ ടെട്രാഡിൽ നിന്നും എന്തുണ്ടാവും? പോളൻ ഗ്രെയിൻസ്. സോ ഫിഫ്ത്ത്, പോളൻ ഗ്രെയിൻസ്. ദെൻ പോളൻ ഗ്രെയിനുള്ളിൽ എന്തുണ്ടാവും? മെയിൽ ഗാമീറ്റ്സ്. റെഡി റെഡി റെഡി. ഇപ്പോൾ നോക്ക്, ഇതല്ലേ കറക്റ്റ് സീക്വൻസ് അല്ലേ? ഡെവലപ്മെൻ്റൽ സീക്വൻസ് ചോദിക്കാം. ഇപ്പോൾ ഈ സ്റ്റേജിൽ തന്നിട്ട് മേക്ക് ഇൻ ടു കറക്റ്റ് ഓർഡർ ദ ഫോളോയിങ് സ്റ്റേജസ് ഓഫ് മെയിൽ ഗാമിറ്റോജെനസിസ് എന്നോ മൈക്രോസ്പോറോജെനസിസോ എന്നൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ടാവാം. സോ ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ. ക്ലിയർ അല്ലേ ഇത്? റെഡി. നെക്സ്റ്റ്, ദി ഡെവലപ്മെൻറ്റ് ഓഫ് പോളൻ ഗ്രെയിൻസ് ഇൻ ആൻജിയോസ്പെർം ഈസ് കോൾഡ്. എന്താ പറയുക? പോളൻ ഗ്രെയിൻസിൻ്റെ ഡെവലപ്മെൻറ്റ്. ഇപ്പോൾ ഇവിടെ നോക്ക്, ഇപ്പോൾ ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ വരുന്ന ഒന്നാണ് ഇത്. ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസിലേക്ക് കൂടെ ചോദിക്കാറുണ്ട്. ബോർഡ് എക്സാമിൽ നിങ്ങൾക്ക് കാണാം, പ്രീവിയസ് ഇയർ നോക്കുമ്പോൾ പലപ്പോഴും ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ, ഒബ്ജക്റ്റിവിറ്റിയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. സോ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ശ്രദ്ധിക്കുക. ഇവിടെ എന്താണ് പോളൻ ഗ്രെയിൻസ് ഉണ്ടാവുന്നതിന് എന്താ പറയുക? മൈക്രോസ്പോറോജെനസിസ് അല്ലേ? മൈക്രോസ്പോറോജെനസിസ് നിങ്ങൾക്ക് അറിയാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്? ഏറ്റവും ആദ്യം സ്പോറോജീനസ് ടിഷ്യൂ ആന്തറിൽ ഉണ്ടാവും. ദെൻ പോളൻ മദർ സെൽ, മൈക്രോസ്പോർ ടെട്രാഡ്, ദെൻ പോളൻ ഗ്രെയിൻസ്, ദെൻ ഗാമീറ്റ്സ്. സോ റൈറ്റ്, ഇവിടെ എന്താ പറയുക? മൈക്രോസ്പോറോജെനിസിസ്. എങ്ങനെ? മൈക്രോസ്പോറോജെനിസിസ്. ശരിയല്ലേ? എംബ്രിയോജെനിസിസ് ആണോ? എംബ്രിയോ ഉണ്ടാകുന്നതിന് എന്ത് പറയാം? എംബ്രിയോജെനിസിസ്. മെഗാസ്പോറോജെനിസിസ് എന്താ? മെഗാസ്പോർ ഉണ്ടായി എംബ്രിയോ സാക്ക് ഉണ്ടാകുന്നതിന് പറയുന്നതല്ലേ? ഗാമിറ്റോജെനിസിൻ്റെ മീനിങ് എന്താ? ഗാമിറ്റിൻ്റെ ഫോർമേഷൻ. സോ നോ ഡൗട്ട് ഏതാണ് ഓപ്ഷൻ എ അല്ലേ? യെസ്. The hard outer layer of pollen is composed of. പറ ഏതാണ് ഹാർഡ് ഔട്ടർ ലെയർ ഓഫ് pollen grain? നോ ഡൗട്ട് എല്ലാവർക്കും അറിയുന്ന തന്നെയാണ്, എക്സൈൻ. ഹാർഡ് ഔട്ടർ ലെയർ ഏതാണ്? എക്സൈൻ. ഇപ്പോൾ ഇവിടെ ചോദിച്ച എക്സൈൻ കമ്പോസ്ഡ് ഓഫ് എന്നാണ് പറയുന്നത് അല്ലേ? നോക്ക്, ഇവിടെ കമ്പോസ്ഡ് ഓഫ് എന്നാണ് ഉള്ളത്. അതുകൊണ്ട് എന്തായിരിക്കും വരുന്നത്? ഹാർഡ് ഔട്ടർ ലെയർ ആണ് എന്ത്? എക്സൈൻ. അത് ഉണ്ടായത് എന്തുകൊണ്ടാണെന്നല്ലേ ക്വസ്റ്റ്യൻ. അപ്പം എക്സൈൻ ആണ് ഇവിടെ ചെയ്യേണ്ട അല്ല. ഇൻഡൈൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇന്നർ ലെയർ ആണ് എന്ത്? ഇൻഡൈൻ. ഓവ്യൂളിൻ്റെ ഔട്ടർ ലെയർ ആണ് ഇൻഡഗ്മെന്റ്. സോ നിങ്ങൾ പറ, എക്സൈൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് വെരി ഹാർഡ് മെറ്റീരിയൽ. ഏതായിരുന്നു അത്? സ്പോറോപൊളനിൻ. NCERT ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒന്നാണ് സ്പോറോപൊളനിനെ കുറിച്ച്. സ്പോറോപൊളനിൻ ഇസ് ദി മോസ്റ്റ് ഹാർഡ് റെസിസ്റ്റന്റ് ഓർഗാനിക് മെറ്റീരിയൽ. ശരിയല്ലേ? അല്ലേ? സോ ഇറ്റ് ക്യാൻ ടോളറേറ്റ്, ഇറ്റ് ക്യാൻ വിസ്റ്റാൻഡ് ഹൈ ടെമ്പറേച്ചർ, സ്ട്രോങ് ആസിഡ് അല്ലേ? ഓർമ്മയുണ്ടോ? പോയിന്റ്സ് ഓർമ്മയുണ്ടോ? ദർ ഇസ് നോ എൻസൈം ഫോർ ദി ബ്രേക്ക് ഡൗൺ ഓഫ് സ്പോറോപൊളനിൻ സോ ഫാർ നോൺ. അതിനെ ബ്രേക്ക് ചെയ്യാൻ ഇന്നുവരെ എന്തില്ല? എൻസൈം ഐഡൻറ്റിഫൈഡ് അല്ല. ഇനി മാത്രമല്ല, ആ സ്പോറോപൊളനിൻ്റെ പ്രത്യേകതയാണ്, ഇപ്പം നിങ്ങൾക്കറിയാം, അതിൽ ഒരു പോയിന്റിൽ ഇൻട്രപ്ഷൻ ഉണ്ടാവാം, ചില പോർസ് ഉണ്ടാവും. ആ പോറിന് എന്താ വിളിക്കുക? ജെം പോർ. ഇപ്പോൾ ജെം പോറിൽ എന്തുണ്ടാവില്ല? സ്പോറോപൊളനിൻ ഉണ്ടാവില്ല. അപ്പോൾ ആ പോയിന്റ്സ് ഒക്കെ ഓർത്ത് വെക്കുക. സോ ഓർക്കുക ഏതാണ്? പൊളൻ ഗ്രെയിൻസിലെ ഔട്ടർ ലെയർ എക്സൈൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സ്പോറോപൊളനിൻ. നെക്സ്റ്റ്, ഒബ്സർവ് ദി ഡയഗ്രാം ഓഫ് യങ് ആന്തർ ഗിവൺ ബിലോ ആൻഡ് ഐഡൻറ്റിഫൈ ദി പാർട്സ് ലാബിൾഡ് ആസ് എ, ബി, സി ആൻഡ് ഡി. വെരി സിമ്പിൾ, വെരി സിമ്പിൾ. നമ്മൾ നേരത്തെ പറഞ്ഞ ലേയേഴ്സ് തന്നെയാണ്. എ ഐഡൻറ്റിഫൈ. എ എന്താണ്? എ എപ്പിഡമിസ് അല്ലേ? എ എപ്പിഡമിസ്. ബി, ബി എന്തായിരുന്നു? എൻഡോത്തീഷ്യം. ബി എൻഡോത്തീഷ്യം. സി, സി എന്താണ്? മിഡിൽ ലേസ്.
C. Middle layers. Okay, then last layer പറയേ. Tapetum. Last layer ഏതാണ്? Tapetum. Doing the function of providing nourishment. ബാക്കിയുള്ളവരെല്ലാം എന്താ? Protection. Okay, next. Copy the picture given below and mark the following. ഇപ്പോൾ തന്ന പിക്ചർ നിങ്ങൾക്കറിയാം. It is a typical ovule of angiosperm. The type of ovule പറയാമോ? ഈ ovule ഏത് ടൈപ്പാണ്? ഇതിൻ്റെ ടേം ഇങ്ങനെ പറയാം, അനാട്രോപ്പസ്. എൻ സി ആർ ടിയിൽ ഡയഗ്രത്തിൻ്റെ താഴെ ഇങ്ങനെ ലാബിളിംഗ് ഉണ്ട്, അനാട്രോപ്പസ് ഒവ്യൂൾ. ഇപ്പോൾ ആൻജിയോസ്പേമിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഒവ്യൂൾ ഉണ്ട്, ബട്ട് ടിപ്പിക്കൽ ഒവ്യൂൾ ഓഫ് ആൻജിയോസ്പേം ഏതാണ്? പേര് അനാട്രോപ്പസ് ഒവ്യൂൾ. ഇനി നോക്ക്, അനാട്രോപ്പസ് ഒവ്യൂളിൻ്റെ പാർട്ടുകൾ ലാബിൽ ചെയ്യുന്ന ക്വസ്റ്റ്യൻ പലപ്പോഴും വന്നിട്ടുണ്ട് മക്കളെ. ഉറപ്പായിട്ട് പ്രതീക്ഷിച്ചോളി, നിങ്ങൾ ഡയഗ്രം വരച്ച് ലാബിൽ ചെയ്ത് തന്നെ പഠിക്കണം ശരിക്ക്. സോ നമുക്ക് നോക്കാം. ഹൈലം എന്താണ്? ഹൈലം. എവിടെയാണ് ഹൈലം? ഹൈലം എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദി ജംഗ്ഷൻ ബിറ്റ്വീൻ ഫ്യൂണിക്കിൾ ആൻഡ് ബോഡി ഓഫ് ഒവ്യൂൾ. ഇപ്പം ഇവിടെ ബി ആണ് ഫ്യൂണിക്കിൾ, ഇതാണ് ഫ്യൂണിക്കിൾ, ഇത് ബി അല്ലേ, ഫ്യൂണിക്കിൾ. എന്നാൽ ഈ ജംഗ്ഷൻ എന്ത് പറയുന്നത്? ഹൈലം. ജംഗ്ഷൻ പറയുന്ന ടേം എന്ത് പറ? ഹൈലം. ദെൻ അടുത്ത ഇതെന്താ? മൈക്രോപൈൽ. മൈക്രോപൈൽ ഓപ്പണിംഗ് അല്ലേ? മൈക്രോപൈൽ എന്ന് പറഞ്ഞാൽ എ സ്മോൾ ഓപ്പണിംഗ്. എവിടെയുള്ള ഓപ്പണിംഗ്? ഇതിൻ്റെ പ്രൊട്ടക്റ്റീവ് വാൾ. പ്രൊട്ടക്റ്റീവ് വാളിന് പറയുന്ന എന്ത്? ഇൻഡഗ്യുമെൻസ്. ഇപ്പം ഇവിടെ അതിന് ശരിക്കും മെൻഷൻ ചെയ്യുന്നില്ല. ഇപ്പോൾ നമ്മൾ ഫ്യൂണിക്കിൾ പറഞ്ഞു, ഫ്യൂണിക്കിൾ, ഹൈലം, ദെൻ മൈക്രോപൈലാർ പോൾ. ഇതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. മൈക്രോപൈലാണിത്, മൈക്രോപൈലാർ പോൾ. ഇനി ന്യൂസെല്ലസ്. ഇൻഡഗ്യുമെൻ്റ്, ഇന്നർ ഇൻഡഗ്യുമെൻ്റ് ഉണ്ട്, ഔട്ടർ ഉണ്ട്. ഇത് ഔട്ടർ, ഇത് ഇന്നർ. അപ്പം ഇതിനാണ് ടോട്ടലി എന്ത് പറയുന്നത്? ഇൻഡഗ്യുമെൻസ്. നമുക്ക് ലാബിളിംഗ് ഇല്ല ഇവിടെ, പറയുന്നില്ല അല്ലേ. എന്നാൽ ഇന്നർ ഇൻഡഗ്യുമെൻ്റ് എൻക്ലോസ് ചെയ്യുന്ന സ്പേസിൽ ഫില്ല് ചെയ്ത ന്യൂട്രിറ്റീവ് ടിഷ്യൂന്ന് പറയുന്ന ടേം എന്താണ് പറയുന്നത്? ന്യൂസെല്ലസ്. ഇന്നർ ഇൻഡഗ്യുമെൻ്റ് എൻക്ലോസ് എ ന്യൂട്രിറ്റീവ് ടിഷ്യൂ കോൾഡ് ന്യൂസെല്ലസ്. ഏതാണെന്ത്? ന്യൂസെല്ലസ്. എന്നിട്ട് നോക്ക്, ഈ ന്യൂസെല്ലസിൽ അതിൽ കാണുന്ന ഒരു ഗാമിറ്റോഫൈറ്റ് ആണ് എന്ത്? എംബ്രിയോസാൻ. ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ് ഇസ് ടേംഡ് ആസ് എംബ്രിയോസാൻ. ഇതാണ് എന്ത്? എംബ്രിയോസാൻ. ഓക്കെ, ദെൻ the region opposite to the micropyle is termed as the region opposite to the micropyle. ഇപ്പോൾ നമ്മൾ ന്യൂസെല്ലസ് പറഞ്ഞു, ചലാസൽ പോൾ ആണ് അടുത്ത പറയാൻ പോകുന്നത്. ഇതാണ് എന്ത്? ചലാസൽ പോൾ. the region opposite to the micropyle is termed as ചലാസ. that region is termed as ചലാസൽ പോൾ. ഓക്കെ, then embryo sac നമ്മൾ ഓൾറെഡി ലാബിൽ ചെയ്തു. ക്ലിയർ അല്ലേ? അപ്പോൾ ഡയഗ്രം തന്ന് ലാബിൽ ചെയ്യാൻ ചോദിക്കുമ്പോൾ ശ്രദ്ധിച്ചേക്കണേ. സ്മോൾ ഓപ്പണിംഗ് in integument is termed as micropyle. The region opposite to the integument, that is thalassa. What is hilum? Junction between funicle and the body of ovule. So what is funicle? Stalk of ovule is termed as funicle. Then two-layered protective covering ആണ് എന്ത്? Integuments. ഓക്കെ അല്ലേ? ഇത് കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ് ആണ് എന്ത് വിളിക്കുന്നത്? എംബ്രിയോ സാക്ക്. ഓക്കെ, ഇനി അടുത്ത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫ്രം ദി ഫോളോയിങ് സെലക്ട് the two having haploid chromosome number. ഇതിൽ തന്നതിൽ നിന്നും ഹാപ്ലോയിഡ് ആയ ക്രോമസോം നമ്പർ ഉള്ള രണ്ടെണ്ണം ഒപ്റ്റ് ചെയ്യാൻ. രണ്ടെണ്ണം ഏതാണെന്ന് പറയണം. ഇപ്പം നോക്ക്, എഗ് ഇസ് എ ഫീമെയിൽ ഗാമീൻ. പ്ലോയിഡ് എന്താ? ഹാപ്ലോയിഡ്. ഓക്കെ, ദെൻ എൻഡോസ്പേം എങ്ങനെയാണ്? ഫ്ലവറിംഗ് പ്ലാന്റിലെ എൻഡോസ്പേം ഇറ്റ് ഇസ് ട്രിപ്ലോയിഡ്, 3n. Zygote, it is product of syngamy, it is diploid. Pollen grains are haploid. അപ്പോൾ ഏതൊക്കെയാ? എ ആൻഡ് ഡി അല്ലേ? എ ആൻഡ് ഡി എന്താണ്? ഹാപ്ലോയിഡ് ആണ്. അപ്പോൾ ഹാപ്ലോയിഡ് രണ്ടെണ്ണം ഈസി അല്ലേ? എഗ് ഉണ്ട്, പൊളൻ ഗ്രെയിൻസും ഉണ്ട്. യെസ്, നെക്സ്റ്റ് നോക്കൂ. റീജ, എ സയൻസ് സ്റ്റുഡൻറ്റ്, ഒബ്സർവ് ദി സ്ട്രക്ചർ ഓഫ് മെച്ചൂർ എംബ്രിയോ സാക്ക് comprising antipodal central cells and egg apparatus. Explain each one of them. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു എംബ്രിയോ സാക്കിൽ ആൻറ്റിപോഡൽസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദി 3 cells.
എവിടെയാണ്? എംബ്രിയോ സാക്കിലെ സലാസൽ പോളിൽ കാണുന്ന 3 സെല്ലാണ് ഏത്? ആൻറ്റിപോഡൽസ്. Antipodes are 3 cells found at the chalazal pole of embryo sac. മൈക്രോപൈലിൻ്റെ ആ ഭാഗത്തല്ല, ചലാസയുടെ ഭാഗത്തേക്കായിട്ടാണ് എംബ്രിയോ സാക്കിൽ എന്തുണ്ടാവുക? പറ. ആൻറ്റിപോഡൽ. സെൻട്രൽ സെൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ ലാർജ് സെൽ കൺസിസ്റ്റിംഗ് 2 polar nuclei is termed as central cell. എങ്ങനെ? എ ലാർജ് സെൽ കൺസിസ്റ്റിംഗ് 2 polar nuclei is termed as central cell. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, അതുകൊണ്ട് ഡയഗ്രം വരയ്ക്കാത്ത എഗ് അപ്പാരറ്റസ് നേരത്തെ കാണിച്ചു. എഗ് അപ്പാരറ്റസ് 1 egg and 2 synaps. എവിടെ ഉണ്ടാവുക? നിയർ മൈക്രോപൈലാർ റീജിയൻ. സോ 3 cell found at the micropylar pole of embryo sac is termed as egg apparatus consisting 1 egg and 2 synaps. Is it clear? Okay, go for next question. Synergids have special cellular thickening at micropylar tip. Write the name and function of this structure. നോക്ക്, സൈനർജിൻ ഇവിടെ ഒന്നുകൂടെ കാണിക്കാം. നോക്ക്, സൈനർജിൻ. ഇപ്പം ഇത് എഗ്, എവിടെയാണ് സൈനർജിൻ? അല്ലേ? പോളാർ ന്യൂക്ലിയായി, ആൻറ്റിപോഡൽസ്. ഇവിടെ കാണുന്ന ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ എവിടെയാണ്? സൈനർജിൻ്റെ ഉള്ളിൽ കാണുന്ന ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ. അതാണ് ഇവിടുത്തെ സെല്ലുലാർ തിക്കനിങ് എന്ന് പറയുന്നത്. ഈ സെല്ലുലാർ തിക്കനിങ് പറയുന്ന ടേം എന്താ? ഇത് ടെസ്റ്റിൽ പറയുന്നുണ്ട് അല്ലേ? എവിടെയാണ്? ഇപ്പോൾ പോളൻ പിസ്ലി ഇൻട്രാക്ഷൻ പറയുന്ന ഭാഗത്തൊക്കെ അല്ലേ മെൻഷൻ ചെയ്യുന്ന ടേമായി ഇത്. ഇതെന്താണ്? ഫിലിഫോം അപ്പാരറ്റസ്. ഇതിന് പറയുന്ന പേര് ഫിലിഫോം അപ്പാരറ്റസ്. പേര് പറ. ഫിലിഫോം അപ്പാരറ്റസ്. ഓക്കെ. Filiform apparatus is the finger-like projection found in synaps. For what? They secrete certain chemical. For what? എന്തിനാ chemical secrete ചെയ്യുന്നത്? For guiding pollen tube into synapsin. Clear? For guiding pollen tube into synapsin. Synapsiലേക്ക് pollen ട്യൂബിനെ ഗൈഡ് ചെയ്യാൻ വേണ്ടി, അതിനുവേണ്ടി ഫിലിഫോം അപ്പാരറ്റസ് എന്ത് ചെയ്യുന്നു? കെമിക്കൽ സെക്രീറ്റ് ചെയ്യുന്നു. സോ ക്ലിയർ അല്ലേ ഈ ഭാഗം? ഇത്രയേ ഉള്ളൂ. സൈനർജിൻ ഹാവ് എ സ്പെഷ്യൽ സെല്ലുലാർ തിക്കനിങ് at micropylar tip. Write the name and function of question. Name is filiform apparatus. And what is the function of this structure? Guiding pollen tube into synapsin. Ready? Go for next question. In angiosperm, female gametophyte is known as embryo sac. Okay. Explain its development. നോക്ക്, ആൻജിയോസ്പേമിലെ ഫീമെയിൽ ഗാമിറ്റോഫൈറ്റിൻ്റെ പേരാണ് ഇത് എംബ്രിയോ സാക്. എങ്ങനെയാണ് ഇതിൻ്റെ ഡെവലപ്മെൻറ്റ്? നോക്കൂ, ഇപ്പം നിങ്ങൾക്കറിയാം മെഗാസ്പോർ മദർ സെൽ, നമ്മൾ അവിടെ നിന്നാണ് തുടങ്ങുന്നത്. വൺ ഓഫ് ദി ന്യൂ സെല്ലുലാർ സെൽ അറ്റ് മൈക്രോപൈലാർ റീജിയൻ ഡെവലപ്പ് ഇൻ ടു മെഗാസ്പോർ മദർ സെൽ അല്ലേ, MMC ആയിട്ട് മാറും. മെഗാസ്പോർ മദർ സെൽ ഇറ്റ് അണ്ടർഗോ മിയോസിസ്. സപ്പോസ് ഇതാണ് മെഗാസ്പോർ മദർ സെൽ എന്ന് വിചാരിക്കുക. അതിന് മിയോസിസ് നടന്നു. ഇറ്റ് അണ്ടർഗോ മിയോസിസ് ആൻഡ് ഫോം 4 haploid megaspores. 4 haploid megaspore. ഇപ്പോൾ നിങ്ങൾക്കറിയാം അതിൻ്റെ സ്ട്രെസ്. അപ്പം ഞാനിവിടെ ഇങ്ങനെ 4 സെല്ല് വേറെ സെപ്പറേറ്റ് കാണിച്ചാൽ അതെവിടെയാണ് ഉണ്ടാവുക അറിയാമല്ലോ. അപ്പോൾ അതിങ്ങനെ ലീനിയർ ആയിട്ടുണ്ടാവും അല്ലേ? മെഗാസ്പോർ ടെട്രാഡ് ഒരു ലീനിയർ ടെട്രാഡ്. അതിൽ 3 സെല്ല് ഡീജനറേഷനാണ് അല്ലേ, ഒന്ന് മാത്രമേ ഫങ്ഷൻ ആവുന്നുള്ളൂ. ഇപ്പം ഇങ്ങനെ ഒരു ഫങ്ഷണൽ മെഗാസ്പോർ ഉണ്ടായാൽ ദാറ്റ് ഫങ്ഷണൽ മെഗാസ്പോർ വിച്ച് ഡെവലപ്പ് ഇൻ ടു എംബ്രിയോ സാക്. എങ്ങനെയാണ്? മെഗാസ്പോർ, ഇതാണ് ഫങ്ഷണൽ മെഗാസ്പോർ എന്ന് വിചാരിക്കും. ആ ഫങ്ഷണൽ മെഗാസ്പോറിലെ ന്യൂക്ലിയസിന് ഡിവിഷൻ നടക്കും. ഫസ്റ്റ് മൈറ്റോസിസ് നടന്നു എന്താകും? 2 ന്യൂക്ലിയസ് ഉള്ള ഒരു എംബ്രിയോ സാക് സ്റ്റേജ് ഡെവലപ്പ് ആവും. 2 ന്യൂക്ലിയസ് സ്റ്റേജ് എംബ്രിയോ സാക്. ദെൻ ബൈ സെക്കൻഡ് മൈറ്റോസിസ്, പറയൂ സെക്കൻഡ് മൈറ്റോസിൽ എത്രയായി? ഇപ്പോൾ ഈ 2 ന്യൂക്ലിയസ് അതിൻ്റെ പോൾസിലേക്ക് മൂവ് ചെയ്തു അല്ലേ? ദേ ആർ ഇൻ ഓപ്പോസിറ്റ് പോൾസ്. എഗെയിൻ ഫോർ എ മൈറ്റോസിസ്. അപ്പോൾ മൈറ്റോസിസ് നടന്നു കഴിഞ്ഞാൽ മുകളിൽ 2 താഴെ 2 അല്ലേ? അപ്പം 4 ന്യൂക്ലിയസ് സ്റ്റേജ് ആയി. എഗെയിൻ തേർഡ് മൈറ്റോസിസ് കഴിഞ്ഞത് ലാസ്റ്റ് ഡിവിഷനാണ്. അപ്പോൾ എന്താവും? 8 ന്യൂക്ലിയസ് സ്റ്റേജ് എംബ്രിയോ സാക്. 8 ന്യൂക്ലിയസ് സ്റ്റേജ് എംബ്രിയോ സാക്. ഓക്കെ.
ഇങ്ങനെ 8 nucleus states 4 in each pole. One of the nuclei from opposite pole move toward the center, which become polar nuclei. ഓരോ ന്യൂക്ലിയസ് എന്ത് ചെയ്യും, അത് താഴോട്ടേക്ക് മൂവ്, അതായത് സെൻട്രലിലോട്ട് മൂവ് ചെയ്യും. അവർ പോളാർ ന്യൂക്ലിയസ് ആയി. ബാക്കി ഇനി മുകളിൽ എത്രയുണ്ട്? 3 എണ്ണം. അതായിരുന്നു എന്താകുന്നത്? എഗ്ഗും 2 സൈനർജിനുമായി. ഇനി താഴെ 3 എണ്ണം എന്താവാം? ആൻറ്റിപോഡൽസ്. ഇനി തിരിച്ചു പോവാം. ഇപ്പോൾ മൈക്രോപൈൽ എവിടെയാണോ അവിടെ എഗ് അപ്പാരറ്റസ്. ഇപ്പോൾ അനാട്രോപ്പസ് ഓവ്യൂൾ നോർമലി ഒരു ഇൻവേർട്ടഡ് ഓവ്യൂളാണ് അല്ലേ? അതായത് ഫ്യൂണിക്കൽ മൈക്രോപൈൽ താഴോട്ടായിട്ടാണ് ഓവറിയിൽ അതിൻ്റെ പൊസിഷൻ ഉണ്ടാവാറ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? മൈക്രോപൈൽ താഴെ കാണിക്കാം, അതോടൊപ്പം എഗ് അപ്പാരറ്റസ് താഴെ കാണിക്കാം എംബ്രിയോ സാക്കിൽ, മുകളിൽ ആൻറ്റിപോഡൽസ് കാണിക്കാം. ഇനി തിരിച്ചു വരച്ചാലും തെറ്റൊന്നുമില്ല. ക്ലിയർ? കാരണം എന്താ? ഡിഫറെൻറ്റ് ടൈപ്പ് ഓവ്യൂൾ ഉണ്ട്. എവിടെയാണോ മൈക്രോപൈൽ അവിടെ ആയിരിക്കും, അതിൻ്റെ അടുത്തായിരിക്കും ആര്? എഗ് അപ്പാരറ്റസ്. ഇത്രയേ ഉള്ളൂ. സോ ഓർത്ത് വെക്കുക, ഡെവലപ്മെൻറ്റ് ഇങ്ങനെയാണ് എംബ്രിയോ സാക്കിൻ്റെ ഡെവലപ്മെൻറ്റ്. MMC undergo meiosis into 4 haploid megaspore. Out of 4, 3 will degenerate, 1 become functional megaspore. This functional megaspore develop into an embryo sac. This development is referred as monosporic development. And during development of megaspore into an embryo sac, it undergo mitotic division. It is strictly free nuclear mitosis. ഒരു ഫ്രീ ന്യൂക്ലിയർ മൈറ്റോസിസ്, ന്യൂക്ലിയസിൽ മാത്രമാണ്. ആൻഡ് ഇറ്റ് ബിക്കം 2 nucleates, then later 4 nucleates and 8 nucleate states embryo sac. Then one of the nucleus from opposite pole move toward the center, which become polar nuclei. Clear? And 3 nucleus near the micropylar region develop into egg apparatus, and 3 nucleus at chalazal pole develop into antipodals. Clear? ഇതാണ് ശരിക്കും എംബ്രിയോ സാക് ഡെവലപ്മെൻറ്റ്. സോ നമ്മൾ ഷോർട്ടായിട്ട് പറയണം എംബ്രിയോ സാക് ഡെവലപ്മെൻറ്റ് എങ്ങനെയാണെന്നല്ല. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ്, ഒബ്സർവ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി ഫസ്റ്റ് 2 terms ആൻഡ് ഫിൽ ഇൻ ദി ബ്ലാങ്ക്. നോക്കുക, ഫ്യൂണിക്കിൾ ഈസ് ദി സ്റ്റോക്ക് ഓഫ് ഒവ്യൂൾ. ഫ്യൂണിക്കിൾ എന്താ കൊടുത്ത പേരായിട്ട്? സ്റ്റോക്ക് ഓഫ് ഒവ്യൂൾ. സോ പ്രൊട്ടക്റ്റീവ് എൻവലപ്പ് ദി ഒവ്യൂൾ. ഒവ്യൂളിലെ പ്രൊട്ടക്റ്റീവ് എൻവലപ്പിന് എന്താ ടേം? ഇൻഡഗ്യുമെൻസ്. ഇൻഡഗ്യുമെൻസ് അല്ലേ? Protective envelope of ovule is termed as integuments. Okay. Then, given below is diagram showing the transfer of pollen grains. Okay. നോക്കണേ, ഡയഗ്രാം കണ്ടോ? ഇപ്പോൾ ഇവിടെ 1, 2 ലാബിലിംഗ് കണ്ടില്ലേ? 1 എന്താണ്? ഒരു ഫ്ലവറിലെ ആൻസറിലെ പോളൻ ഗ്രെയിൻ അതേ ഫ്ലവറിലെ സ്റ്റിഗ്മയിലാണ് ഡെപ്പോസിറ്റ് ചെയ്തത്. സോ ദാറ്റ് പോളിനേഷൻ ഈസ്, പറയേ ഏത് ടൈപ്പാ? സെൽഫ് പോളിനേഷൻ അല്ലേ? then എന്താ ടെക്നിക്കൽ ടേം? ടെക്നിക്കൽ ടേം എന്തായിരുന്നു? ഓട്ടോഗമി. സോ 1 നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. 1 എന്താണ്? ഓട്ടോഗമി. ഓട്ടോഗമി. എന്നാ 2 എന്താ? നോക്ക്, 2 2 ഫ്ലവറാണ് പോളിനേഷൻ ഇൻവോൾവ് ചെയ്യുന്നത്, ബട്ട് പ്ലാന്റ് സെയിം ആണ്. സോ ഇറ്റ് ഈസ് ദി ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻ ഫ്രം ആന്തർ ടു സ്റ്റിഗ്മ ഓഫ് ഡിഫറെൻറ്റ് ഫ്ലവർ, സെയിം പ്ലാന്റ്. പ്ലാന്റ് സെയിം. അങ്ങനെയാകുമ്പോൾ എന്താ പറയുന്നത്? കണ്ടോ, 2 ഫ്ലവറാണ് ബട്ട് പ്ലാന്റ് സെയിം. സോ അതിനെന്താണ് ടേം? ഗേറ്റനോക്കമി. ഇതാണ് ഗേറ്റനോക്കമി. സോ നമ്മൾ 1 and 2 ഐഡൻറ്റിഫൈ ചെയ്തു. 1 is the autogamy and 2 is the geitonogamy. Okay, then critically evaluate 1 and 2. എന്താണ് 1 എന്താ? ഓട്ടോഗമി എന്താ? സോ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? എന്താണ് ഓട്ടോഗമി? ഡെഫിനിഷൻ പറയാം. Transfer of pollen grain from anther to stigma of same flower, same plant. Clear? Same flower ആണ്, സെയിം പ്ലാന്റ് ആണ്. ഇതാണ് എന്ത്? ഓട്ടോഗമി. പ്ലാന്റും സെയിം ആണ്, ഫ്ലവറും സെയിം ആണ്. എന്താ ഗേറ്റനോഗമി? ട്രാൻസ്ഫർ ഓഫ് pollen grain from anther to stigma of different flower, same plant. ഇതാണ് എന്ത്? ഗേറ്റനോഗമി അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, യെസ്. നെക്സ്റ്റ് നോക്കൂ, സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ. Transfer of pollen grain from anther to stigma of a flower is called pollination. Pollination definition അല്ലേ? നെക്സ്റ്റ്, അതിന് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ. ഗ്രാസ് പ്ലാന്റ് ജനറലി ഹാവ് സ്മോൾ ഇൻകോൺസ്പിക്കസ് ഫ്ലവർ, while plants belonging to many angiosperm families bear conspicuous colored flowers. കുറേ ഫാമിലിയിൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ കോൺസ്പിക്കസ് ആയ കളേർഡ് ആയ ഫ്ലവേഴ്സാണ് ഉള്ളത്. എന്നാൽ സ്മോളർ ഇൻകോൺസ്പിക്കസ് ഫ്ലവേഴ്സ് ആണ് ഗ്രാസ് ഫാമിലിയിലുള്ളത്. ഓക്കെ,
കമൻറ്റ് ഓൺ ദി ടൈപ്പ് ഓഫ് പോളിനേഷൻ ടേക്കിംഗ് പ്ലേസ് ഇൻ ദിസ് ടു ഗ്രൂപ്പ്. ഈ രണ്ട് ഗ്രൂപ്പിലും ഉള്ള പോളിനേഷനെ കുറിച്ചൊരു കമൻറ്റ്. എന്താണ്? ആദ്യത്തെ കേസ് ഗ്രാസ് ഫാമിലി അല്ലേ? ഗ്രാസ് ഫാമിലിയിലെ പോളിനേഷൻ നമ്മൾ പറയാം എന്താ? ഫസ്റ്റ് വൺ എന്താ? വിൻഡ് പോളിനേഷനാണ്. ടെക്നിക്കൽ ടേം പറയും ആനിമോഫിലി. ഫിലി എന്ന് പറഞ്ഞാൽ ലവിങ് എന്നുള്ള മീനിങ് ആണ് അല്ലേ? അപ്പോൾ ഇവിടെ ആനിമോഫിലി എന്ന് പറയുമ്പോൾ വിൻഡ് ലവിങ് എന്ന രീതിയിലാണ്. ആനിമോ മീൻസ് വിൻഡ്, ആനിമൽ അല്ല. ആനിമോ എന്താ? വിൻഡ്. സോ വിൻഡ് പോളിനേഷൻ ആണ് ഫസ്റ്റ് ഗ്രൂപ്പ്. രണ്ടാമത്തെ ഗ്രൂപ്പ് എന്താണ്? ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്പിക്കസ് ആയ കളേർഡ് ഫ്ലവേഴ്സ്. ഈ കളറും ഫ്രാഗ്രൻസും ഇതൊക്കെ അട്രാക്ട് ചെയ്യാനാണ്? ഇൻസെക്ട്സിനെ അല്ലെങ്കിൽ ആനിമൽസിനെ അട്രാക്ട് ചെയ്യുന്നല്ലേ? സോ ഇത് ആനിമൽ പോളിനേഷൻ ആണ്. അതിനെന്താ പറയാം നമ്മൾ? സെക്കൻഡ് വൺ സൂഫിലി. സൂഫിലി അല്ലെ? സൂ ആനിമൽ, സൂഫിലി. സോ ഫസ്റ്റ് ഗ്രൂപ്പ് ഏതാ പോളിനേഷൻ? ആനിമോഫിലി, വിൻഡ് പോളിനേഷൻ. സെക്കൻഡ് ഗ്രൂപ്പ് ആനിമൽ പോളിനേഷൻ, അത് സൂഫിലി. ഓക്കെ. Then what are the salient features present in this two group for effective pollination? എന്താണ് ഈ ഗ്രൂപ്പിലെ ഫ്ലവേഴ്സിലെ എന്തൊക്കെ ഫീച്ചേഴ്സാണ് ഉള്ളത്? നോക്കുക, വിൻഡ് പോളിനേറ്റഡ് ഫ്ലവേഴ്സിൽ ഒരുപാട് അഡാപ്റ്റേഷൻ ഉണ്ട്. പഠിക്കുന്നതല്ലേ, ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും ക്വസ്റ്റ്യൻ വന്നാൽ ഇത് ഒന്നാമതായിട്ട് എന്ത് പറയാം? പോളൻ ഗ്രെയിൻസ് ആർ ലൈറ്റ് വെയ്റ്റഡ് ആൻഡ് നോൺ സ്റ്റിക്കി ആണോ? പോളൻ ഗ്രെയിൻസ് ലൈറ്റ് വെയ്റ്റഡ് ആയിരിക്കും, നോൺ സ്റ്റിക്കിയാണ്. എന്തിനാ? ഫോർ ദി ഈസി ട്രാൻസ്ഷിപ്മെൻറ്റ് ഓഫ് പോളൻ ഗ്രെയിൻസ്. ഒരു വിൻഡിലൂടെ എളുപ്പത്തിൽ പോളൻ ഗ്രെയിൻ ട്രാൻസ്ഫർ ആവണം. സോ ലൈറ്റ് വെയ്റ്റഡ് ആണ്, നോൺ സ്റ്റിക്കി. ഫസ്റ്റ് പോയിന്റ് പഠിച്ചോ? ലൈറ്റ് വെയ്റ്റഡ് ആൻഡ് നോൺ സ്റ്റിക്കി. സെക്കൻഡ് പോയിന്റ് എന്താ പറയുക? ഫ്ലവേഴ്സ് എങ്ങനെ ആയിരിക്കും? അതിൽ സ്റ്റേമൻ, വെൽ എക്സ്പോസ്ഡ് സ്റ്റേമൻ ആയിരിക്കും. ആൻഡ് ഓഫൻ ഫെദറി സ്റ്റിഗ്മ. വെൽ എക്സ്പോസ്ഡ് സ്റ്റേമൻസ് ആൻഡ് ഫെദറി സ്റ്റിഗ്മ. അല്ലേ? ഓർത്തോ? രണ്ടെന്താണ്? വെൽ എക്സ്പോസ്ഡ് സ്റ്റേമൻ ആൻഡ് ഫെദറി സ്റ്റിഗ്മ. ക്ലിയർ? അതുകൊണ്ട് എളുപ്പത്തിൽ പോളൻ ഗ്രെയിൻസ് സ്റ്റേമിൽ നിന്ന് എന്താവും? പുറത്തോട്ട് ട്രാൻസ്ഫർ ആവും, എയറിലൂടെ ട്രാൻസ്ഫർ ആവും. കാരണം വെൽ എക്സ്പോസ്ഡാണ്. എങ്ങാനും എൻക്ലോസ്ഡ് ആണെങ്കിൽ വിൻഡിൻ്റെ വലിയൊരു എഫക്റ്റ് ആർക്ക് ഉണ്ടാവില്ല? സ്റ്റേമെൻസിലേക്ക് ഉണ്ടാവില്ല. സോ പോളൻ ഗ്രെയിൻസ് എളുപ്പത്തിൽ ട്രാൻസ്ഫർ ആവാൻ, വിൻഡ് നന്നായിട്ട് അതിനെ എഫക്റ്റ് ചെയ്യാൻ എന്ത് വേണം? വെൽ എക്സ്പോസ്ഡ് ആയിരിക്കണം സ്റ്റേമെൻ. ഇനി ഫെദറി സ്റ്റിഗ്മ എന്താ? സ്റ്റിഗ്മ ഇങ്ങനെ റഫാണ്, ഇപ്പം വെൽവെറ്റ് ക്ലോത്ത് ഒക്കെ പോലെ ഫെദറി ആയിട്ട്, എന്നാൽ എളുപ്പത്തിൽ ട്രാപ്ഡ് ആവും. ഇപ്പോൾ സ്മൂത്ത് ആണെങ്കിൽ എളുപ്പം എന്താവാം? അത് അതിൽ നിന്നും സെപ്പറേറ്റ് ആയി പോവാം. സോ ഒന്ന് ട്രാപ്പ് ചെയ്യാൻ വേണ്ടി അതിൽ ഫെദറി ആയിട്ട് ആ സ്റ്റിഗ്മ ഉണ്ടാവാം. ഇനി മൂന്നാമത്തെ പോയിന്റ്, സ്മോൾ ഇൻകോൺസ്പിക്കസ് ഫ്ലവേഴ്സ് ദാറ്റ് ആർ ഗ്രൂപ്പിലി അറേഞ്ച്ഡ് ഇൻ ടു ആൻ ഇൻഫ്ലോറസൻസ്. ചെറിയ ഫ്ലവേഴ്സ് ആയിരിക്കും, അത് ഗ്രൂപ്പായിട്ട് അറേഞ്ച്ഡ് ആണ്, ഒരു ഇൻഫ്ലോറസൻസ്. സോ അത് കോൺസ്പിക്കസ് ആയിട്ട് ഉണ്ടാവാം. കാരണം ഒരുപാട് ചെറിയ ഫ്ലവേഴ്സ്, അതായത് പറയുന്നത് ഇൻഫ്ലോറസൻസിൻ്റെ കാര്യമാണ്. ചെറിയ ഫ്ലവേഴ്സ്, ഇൻകോൺസ്പിക്കസ് ഫ്ലവേഴ്സ്, അതിങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് ഇൻഫ്ലോറസൻസ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് കാറ്റടിച്ച് കഴിയുമ്പോഴും ഫ്ലവേഴ്സിൽ നിന്നും ഈ ഗ്രൂപ്പ് ഓഫ് പോളൻ ഗ്രെയിൻസ് ഒന്നിച്ച് ട്രാൻസ്ഫർ ആവും. ബിക്കോസ് ഒരു ഗ്രൂപ്പായിട്ടാണ് അവരുടെ അറേഞ്ച്മെൻറ്റ്. ഓക്കെ. നാലാമതൊരു കാര്യം കൂടെ ഉണ്ട്, അവരുടെ ഓവറിയിൽ ഒരു ഓവ്യൂളേ ഉണ്ടാവും. സോ അതിൻ്റെ ഓവ്യൂൾ സീഡ് ആവാൻ ഒരു പോളൻ ഗ്രെയിൻ വന്നാൽ മതി. ഇപ്പോൾ കുറേ പോളൻ ഗ്രെയിൻസിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ടു റെഡ്യൂസ് ദി റിക്വയർമെൻറ്റ് ഓഫ് പോളൻ ഗ്രെയിൻ, ഓവറി കൺസിസ്റ്റിംഗ് ഓൺലി വൺ ഓവ്യൂൾ. 4 കാര്യം പറഞ്ഞ് ഒന്നുകൂടെ ലിസ്റ്റ് ചെയ്യാൻ പോവാണ്. 1, പോളൻ ഗ്രെയിൻസ് ആർ ലൈറ്റ് വെയ്റ്റഡ് ആൻഡ് നോൺ സ്റ്റിക്കി. 2, ഫ്ലവേഴ്സ് have well exposed stamen and feathery stigma. 3, small inconspicuous flowers are larger number of small inconspicuous flowers are grouply arranged into an inflorescence. Then last one, ovary consisting only single ovule. Okay, ready? Next, what are the salient features? ഇപ്പോൾ പറഞ്ഞത് ഒരു ഗ്രൂപ്പിൻ്റെ പറഞ്ഞോളൂ അല്ലേ? അടുത്ത ഗ്രൂപ്പ് ഏതായിരുന്നു? ആനിമൽ പോളിനേഷൻ, അതായത് സൂഫിലി. വെരി സിമ്പിൾ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആനിമൽ പോളിനേഷൻ ആണോ? ഫ്ലവേഴ്സ് കളർഫുൾ ആയിരിക്കും അല്ലേ? ദേ ആർ വെരി കളർഫുൾ. ഫോർ വാട്ട്? ഫോർ ദി അട്രാക്ഷൻ ഓഫ് പോളിനേറ്റിംഗ് ഏജൻസ്. നമ്മൾ അട്രാക്ഷന് വേണ്ടി കളർഫുൾ ആവാറില്ലേ? ഇപ്പോൾ പാർട്ടിക്കൊക്കെ പോകുമ്പോൾ നമ്മൾ കളർഫുൾ ആവുന്നില്ല. അതേപോലെ ഫ്ലവേഴ്സ് കളർഫുൾ ആണ് ഫോർ അട്രാക്റ്റിംഗ് പോളിനേറ്റിംഗ് ഏജൻറ്റ്. 2, സൈസ് എങ്ങനെ? ലാർജ് സൈസാണ്, ലാർജാണ്, കളർഫുള്ളാണ്. ഇനി നമ്മൾ ഫ്രാഗ്രൻസ് ഉപയോഗിക്കാറില്ലേ? പെർഫ്യൂംസ് ഫോർ വാട്ട്? ഫോർ അട്രാക്ഷൻ, ലൈക്ക് ദാറ്റ്. ഫ്ലവേഴ്സ് അത് ഫ്രാഗ്രൻ്റ് ആയിരിക്കും ഫോർ അട്രാക്ഷൻ ഓഫ് പോളിനേറ്റിംഗ് ഏജൻറ്റ്. ഇനി അതുപോലെ
ഹാവിങ് നെക്ടർ, നെക്ടറുണ്ട്, നെക്ടർ റിച്ച് ആണ് ഫ്ലവേഴ്സ്. നമ്മൾ നല്ല നെക്ടർ, അതായത് നമ്മൾ നല്ല സ്വീറ്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. എന്തിനാ? ഇമ്പ്രസ് ചെയ്യിക്കാൻ വേണ്ടി, നമ്മുടെ ഗസ്റ്റിനെ ഇമ്പ്രസ് ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ എന്ത് കൊടുക്കും? ഇങ്ങനെ സ്വീറ്റ്സ് എല്ലാം കൊടുക്കും. ഇതേപോലെ നെക്ടർ പ്രൊവൈഡ് ചെയ്യും. സോ ഫ്ലവേഴ്സിൽ ഈ 4 പേര് ഈസി ആയിട്ട് ഓർത്ത് വെക്കുക. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ അങ്ങ് ഓർത്ത് വെച്ചാൽ മതി. നമ്മൾ അട്രാക്ഷന് വേണ്ടി, ഇംപ്രഷന് വേണ്ടി നമ്മൾ എന്തെല്ലാം ചെയ്യുന്നതെല്ലാം. ഫ്ലവേഴ്സ് ആർ ലാർജ് ഇൻ സൈസ്, അല്ലേ? കളർഫുൾ, ഫ്രാഗ്രന്റ്, റിച്ച് ഇൻ നെക്ടർ. ഈ 4 വേർഡ് ഓർത്തോടെ, ഈസി അല്ലേ? ഒന്നുകൂടെ, ലാർജ്, കളർഫുൾ, ഫ്രാഗ്രന്റ്, റിച്ച് ഇൻ നെക്ടർ. റെഡി? യെസ്. നെക്സ്റ്റ്. +2 students of a school in Kasaragod district on their study tour collected flowers showing the following character. Flowers with a light pollen grains. ഒന്ന് ഇതാണ്, ലൈറ്റ് വെയ്റ്റഡ് ആണ് pollen. നമ്മളിപ്പോൾ പറഞ്ഞുള്ള കളർഫുൾ ഫ്ലവേഴ്സ്, നെക്ടർ പ്രൊഡ്യൂസിങ് ഫ്ലവേഴ്സ്, ഫ്ലവേഴ്സ് വിത്ത് ഫെദറി സ്റ്റിഗ്മ. ഇപ്പോൾ ക്വസ്റ്റ്യൻ എന്താ? അറേഞ്ച് ദി ക്യാരക്ടേഴ്സ് അണ്ടർ ഡിഫറെൻറ്റ് പോളിനേഷൻ ഗ്രൂപ്പ് ഇൻ ദി ഗിവൺ ടേബിൾ. ഏതെല്ലാണ്? എൻഡോമോഫില്ലസ്, ആനിമോഫില്ലസ്. എൻഡോമോഫില്ലി എന്ന് പറഞ്ഞാൽ എന്താ? ഇൻസെക്ട് പോളിനേഷൻ. എൻഡമോളജി എന്താണ്? സ്റ്റഡി ഓഫ് ഇൻസെക്ട് ആണ് എന്ത്? എൻഡമോളജി. ആനിമോഫില്ലസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറയാം, ഇപ്പോൾ പറഞ്ഞു, വിൻ പോളിനേഷൻ. അപ്പോൾ ഇൻസെക്ട് പോളിനേഷനും വിൻ പോളിനേഷനുമാണ്. അപ്പോൾ ഇതിലേതായിരിക്കും എൻഡമോഫില്ലസ്? നമുക്ക് ഫ്ലവേഴ്സ് വിത്ത് ലൈറ്റ് പോളൻ ഗ്രെയിൻസ് എന്ന് പറഞ്ഞാൽ ഇതിലെ വരിക കോളം 1 ആണോ കോളം 2 ആണോ? കോളം 2 അല്ലേ വരുന്നത്? ഇത് കോളം 2 ആണ്. കാരണം എന്താ? ആനിമോഫില്ലസിൻ്റെ ക്യാരക്ടറാണ് ലൈറ്റ് വെയ്റ്റഡ് ആയ പോളൻ ഗ്രെയിൻസ്. കളർഫുൾ ഫ്ലവേഴ്സ് എൻഡമോഫിലി, ഫസ്റ്റ് കോളം. നെക്ടർ പ്രൊഡ്യൂസിങ് ഫ്ലവേഴ്സ്, ഫസ്റ്റ് കോളം അല്ലേ? ഇപ്പോൾ പറഞ്ഞില്ലേ, ഫ്ലവേഴ്സ് വിത്ത് ഫെദറി സ്റ്റിഗ്മ ഏതാണ്? എൻഡോമോഫിലി, സോറി ആനിമോഫിലി. ഫെദറി സ്റ്റിഗ്മ ഉണ്ട്, സോ സെക്കൻഡ് കോളം. മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ? റൈറ്റ് ദി നെയിം ഓഫ് 2 ഫ്ലവേഴ്സ് പോളിനേറ്റിംഗ് ത്രൂ വാട്ടർ. അടുത്ത ക്വസ്റ്റ്യൻ കണ്ടോ? വാട്ടർ പോളിനേഷനിലൂടെ പോളിനേറ്റ് ചെയ്യുന്ന 2 പ്ലാന്റ് ഫ്ലവേഴ്സ്, വാട്ടർ പോളിനേറ്റഡ് ഫ്ലവേഴ്സ് ഉള്ള 2 പ്ലാന്റിൻ്റെ പേര് ഒരുപാടെണ്ണം പറയാം. NCERT ബേസ്ഡ് ആയിട്ട് ഇത് പറയാം. വാലിസ്നേറിയ, വാലിസ്നേറിയ. പിന്നെ ഒന്ന് ഏതാണ്? സോസ്റ്റിറ. വാലിസ്നേറിയ ആൻഡ് സോസ്റ്റിറ അല്ലേ? ഓക്കെ അല്ലേ? വാലിസ്നേറിയ, സോസ്റ്റിറ രണ്ടും 2 ടൈപ്പ് ആയിരുന്നു അല്ലേ? സർഫസ് പോളിനേഷൻ എന്ന് പറയുന്നത് എവിടെയാ? വാലിസ്നേറിയ അല്ല. സബ്മേർജ്ഡ് പോളിനേഷൻ ആയിരുന്നു ഏത്? സോസ്റ്റിറ. അപ്പം വാലിസ്നേറിയക്ക് ഒരു പ്രത്യേക അഡാപ്റ്റേഷൻ ഉണ്ട്, സോസ്റ്റിറയ്ക്ക് വേറെ അഡാപ്റ്റേഷൻ ഉണ്ട്. സോ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇനി അത് വരുന്നുണ്ടാവും, നോക്കാം. Most of the plants produce single type of flowers, but viola, commelina and oxalis produce 2 type of flowers. Explain. നോക്ക്, ഏത് ടൈപ്പ് പോളിനേഷനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയായിരുന്നു ഈ ടൈപ്പ് ഫ്ലവേഴ്സുകൾ? അതായത് സാസ്മോഗാമസ്, ക്ലിസ്റ്റോഗാമസ്. നമുക്ക് ഓർമ്മയുണ്ടാവും ഏതായിരുന്നു? ഓട്ടോഗാമി അല്ലേ? ഓട്ടോഗാമി എൻഹാൻസ് ചെയ്യാൻ വേണ്ടി പ്ലാന്റ് എന്ത് ചെയ്യും? They may produce 2 kinds of flowers like ഏതൊക്കെയാ? ഒന്ന് സാസ്മോഗാമസ് ഫ്ലവർ. ഓർക്കണം, ഈ വേർഡ് ഇമ്പോർട്ടൻ്റ് ആണ്. സാസ്മോഗാമസ് ഫ്ലവർ. സാസ്മോഗാമസ് ഫ്ലവർ മീൻസ് ഫ്ലവർ വിത്ത് വെൽ എക്സ്പോസ്ഡ് ആന്തർ ആൻഡ് സ്റ്റിഗ്മ അല്ലേ? വെൽ എക്സ്പോസ്ഡ് ആന്തർ സ്റ്റിഗ്മ ഉണ്ട്. അതിനെന്ത് പറയാം? സാസ്മോഗാമസ് ഫ്ലവർ. എന്നായിരുന്നു സെക്കൻഡ് ടൈപ്പ്? ക്ലീസ്റ്റോഗാമസ് ഫ്ലവർ. എന്താണ് ക്ലീസ്റ്റോഗാമസ്? ഫ്ലവർ വിത്ത് വെൽ എൻക്ലോസ്ഡ് ആന്തർ ആൻഡ് സ്റ്റിഗ്മ. If anther and stigma are well enclosed in corolla, then it is termed as ക്ലീസ്റ്റോഗാമസ്. അപ്പോൾ ഈ 2 ടൈപ്പ് ഫ്ലവേഴ്സ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്? ചില പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യാം, ചില പ്ലാന്റുകൾ ഏതെങ്കിലും ഒന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ബട്ട് ഇപ്പോൾ പറഞ്ഞ ഈ 3 പ്ലാന്റുകൾ ഏതൊക്കെയാ? വയോള, ഓക്സാലിസ്, കൊമിലിന. ഇത് 3ഉം 2 ടൈപ്പ് ഫ്ലവേഴ്സും ഉണ്ടാക്കും. ഏതെല്ലാം? ഓർത്ത് വെക്ക്. സാസ്മോഗാമസ് ഫ്ലവർ ആൻഡ് ക്ലീസ്റ്റോഗാമസ് ഫ്ലവർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 2 ഫ്ലവർ ഉണ്ടാക്കുന്നത്, ഇത് രണ്ടുള്ള ഡിഫറൻസ് ഇപ്പോൾ പറഞ്ഞ് എന്താണ്? ഒന്ന് വെൽ എക്സ്പോസ്ഡ് ആണ്, പിന്നെ ഒന്ന് വെൽ എൻക്ലോസ്ഡ് ആണ്. ഏതാ എക്സ്പോസ്ഡ്? സാസ്മോഗാമസ് വെൽ എക്സ്പോസ്ഡ്. ഏതാണ് വെൽ എൻക്ലോസ്ഡ്? ക്ലീസ്റ്റോഗാമസ്. അപ്പോൾ എങ്ങനെയായിരുന്നു ഈ ഫ്ലവറിലെ ക്രോസ് പോളിനേഷൻ്റെ പോസിബിലിറ്റി? സാസ്മോഗാമസ് ഫ്ലവറിൽ ക്രോസ് പോളിനേഷൻ
മേ ബി occurred, well exposed ആണ്, മേ ബി occurred, but more chance to self pollination. What about cleistogamous flower? Never be occurred, not at all. ഏത് ക്രോസ് പോളിനേഷന് ഒരു ചാൻസും ഇല്ല. എന്തുകൊണ്ട്? ആന്ത്രാൻ സ്റ്റിഗ്മ ഈസ് വെൽ എൻക്ലോസ്ഡ് ഇൻ കൊറോള. ക്ലോസ്ഡ് ആണ്. ഇപ്പോൾ ഇയാൾ വന്നു ഒരു പോളിനേറ്റിംഗ് ഏജന്റ് ഇൻസെറ്റ് വന്നു നോക്കുമ്പോൾ സംഭവം ക്ലോസ്ഡാ. പിന്നെ അത് ക്ലോസ്ഡ് ആയ സാധനം പൊളിച്ച് കയറുമൊന്നുമില്ല, തിരിച്ചു പോകും. നോ ചാൻസ്, ദർ ഈസ് നോ ക്രോസ് പോളിനേഷൻ. ഏതിലാണ്? ക്ലീസ്റ്റോഗാമസ് ഫ്ലവർ, ബിക്കോസ് ഇറ്റ് ഈസ് വെൽ എൻക്ലോസ്ഡ്. റൈറ്റ്. നെക്സ്റ്റ്, 3 different flowers are given to you in practical class. A maize, B Vallisneria, C rose. മൂന്നെണ്ണം. ഇതെല്ലാം maize, Vallisneria, rose. You are asked to group them based on pollinating agents. Describe the adaptation of each flower related with the agents of pollination. അപ്പോൾ നോക്കുക, maize നമ്മൾ ഓൾറെഡി പറഞ്ഞു. maize ഫാമിലി ഓർത്തോളൂ. മെയ്സിൻ്റെ ഫാമിലി ഗ്രാസ് ഫാമിലി. മെയ്സിൻ്റെ ഫാമിലി ഗ്രാസ് ഫാമിലി. ഏതാ ഫാമിലി നെയിം അറിയാമോ? പോയേഷ്യ. വീറ്റിൻ്റെ ഫാമിലി പഠിക്കുന്നില്ലേ ലിവിങ് വേൾഡിൽ? ഏതായിരുന്നു? പോയേഷ്യ അല്ലേ? ഫാമിലി നെയിം പോയേഷ്യ അല്ലേ? ഇതുപോലെ മെയ്സിൻ്റെ ഫാമിലി നെയിമാണ് പോയേഷ്യ. രണ്ടും ഒരേ ഫാമിലിയാണ്, ഗ്രാസ് ഫാമിലി. അപ്പോൾ അതുകൊണ്ട് അവിടെ വിൻ പോളിനേഷൻ ആണ്. വിൻ പോളിനേഷൻ ഫ്ലവേഴ്സിൻ്റെ അഡാപ്റ്റേഷൻ ഇപ്പം നമ്മൾ പറഞ്ഞു നിർത്തിയേ ഉള്ളൂ. സോ ഇനി ഞാൻ ആവർത്തിക്കുന്നില്ല. വാലിസ്നെറിയ ഏതാണ്? പറ. വാലിസ്നെറിയ ഹൈഡ്രോഫിലി, വാട്ടർ പോളിനേഷൻ. എന്താ അഡാപ്റ്റേഷൻ? നോക്ക്, വാലിസ്നെറിയയുടെ അഡാപ്റ്റേഷൻ നിങ്ങൾക്കറിയാം. മെയിൽ ഫ്ലവറും ഫീമെയിൽ ഫ്ലവറും ഉണ്ട്. മെയിൽ ഫ്ലവേഴ്സ് ഓഫ് pollen grains are released on to surface of water. മെയിൽ ഫ്ലവർ അല്ലെങ്കിൽ pollen grain released down സർഫസിലോട്ട്. but female flower having a long stalk, so it reaches the surface of water. ഫീമെയിൽ ഫ്ലവർ ഇങ്ങനെ പതുക്കെ കോയിൽഡ് ആയിരുന്ന പെഡിസലായിരുന്നു, അതിങ്ങനെ അൺകോയിലായി ഇതിങ്ങനെ ഇലോങ്ങേറ്റ് ചെയ്ത് ഇങ്ങനെ ആ ലോങ് സ്റ്റോക്ക് ഉള്ളത് കൊണ്ട് അവർ സർഫസിലോട്ട് എത്തും. മെയിൽ ഫ്ലവർ ഓഫ് pollen grainോട് റിലീസ്ഡ് ആവും. ആൻഡ് സം ഓഫ് ദി pollen grain eventually pollinated on stigma of female flower through water currents. Pollination is over. അല്ലേ? അറിയാലോ ഏതാണ് അഡാപ്റ്റേഷൻ? ഇപ്പോൾ രണ്ട് പോയിന്റ് അവിടെ മെൻഷൻ ചെയ്യണം ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ഒന്ന്, മെയിൽ ഫ്ലവർ ഓഫ് pollen grains are released on to the surface of water, but female flower has a long stalk, so it helps to reach the surface of water. അവിടെ റീച്ച് എന്നാ പറയും, മറ്റേത് റിലീസ്ഡാ, ഇത് റീച്ച്. ആ വേർഡ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് സം ഓഫ് ദി pollen grains eventually pollinated on stigma of female flower. ഓക്കെ, റെഡി. നെക്സ്റ്റ്, റോസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ലാർജ്, കളർഫുൾ, ഫ്രാഗ്രന്റ്, റിച്ച് ഇൻ നെക്ടർ. ഇത് മറക്കില്ലല്ലോ. ദാറ്റ്സ് ഓൾ. ഇത്രയാണ് ഇവിടെ ഓർക്കേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പോളിനേഷൻ ബൈ വാട്ടർ ഈസ് സീൻ ഇൻ സോസ്റ്റെറ ആൻഡ് വാലിസ്നെറിയ. എന്യൂമറേറ്റ്സ് ഇറ്റ്സ് അഡാപ്റ്റേഷൻ. ഇപ്പം പറഞ്ഞ് സോസ്റ്റെറയുടെ പറഞ്ഞില്ല, വാലിസ്നെറിയയുടെ പറഞ്ഞു. സോസ്റ്റെറയിൽ എന്താണ് അഡാപ്റ്റേഷൻ? ഒന്ന് ഓർത്ത് നോക്ക്. എന്തായിരുന്നു സോസ്റ്റെറയുടെ പോളിനേഷൻ? എന്താ പറയുക? സബ്മേഴ്സ്ഡ് പോളിനേഷൻ. സബ്മേഴ്സ്ഡ് പോളിനേഷൻ അല്ലെങ്കിൽ ടെക്നിക്കൽ ടേം ഇങ്ങനെയാണ്, നിങ്ങൾക്ക് അത് ടെക്സ്റ്റിൽ മെൻഷൻഡ് അല്ല. ഹൈഡ്രോഫിലി, വെള്ളത്തിൻ്റെ ഉള്ളിൽ വെച്ച സബ്മേഴ്സ്ഡ്. അവിടുത്തെ അഡാപ്റ്റേഷൻ എന്താന്ന് പറഞ്ഞാൽ pollen ഗ്രെയിൻസിന് അഡാപ്റ്റേഷൻ. സോസ്റ്റെറ അതൊരു മറൈൻ ഗ്രാസാണ്. അപ്പം കടലിനുള്ളിലാണ് ഉള്ളത്. സർഫസിലോട്ടേക്ക് എത്താൻ പറ്റുമോ ഫ്ലവറിന്? അപ്പം അങ്ങനെയാണ് എത്രയോ 500 മീറ്ററൊക്കെ ലെങ്ത് വേണ്ടി വരും, അതിൽ കൂടുതൽ വേണ്ടി വരും. ഇപ്പോൾ നമുക്കറിയുന്ന ഡെപ്ത് ഓഫ് ഓഷൻ എത്രയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ അഡാപ്റ്റേഷൻ എന്താന്ന് പറഞ്ഞാൽ pollen ഗ്രെയിൻസ് ഒരു ലോങ് റിബൺ ഷേപ്പിലാണ് ഉണ്ടാവുക. pollen ഗ്രെയിൻസ് ആ ലോങ് റിബൺ ഷേപ്ഡ്. ഓക്കെ, ലോങ് ആണ്, റിബൺ പോലെ. അപ്പോൾ അല്പം ഫ്ലാറ്റ് ആണ്, അത് റിബൺ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ലോങ് ആയൊരു ഫ്ലാറ്റ് ആയൊരു സ്ട്രക്ചറാണ് pollen grain. സോ ഇറ്റ് ഷോസ് എ പാസീവ് മൂവ്മെൻറ്റ് ഇൻസൈഡ് ദി വാട്ടർ. വാട്ടറിൻ്റെ ഉള്ളിൽ അതിനൊരു പാസീവ് മൂവ്മെൻറ്റ് ഉണ്ട് എന്നാ. ഇപ്പം നമ്മൾ ബ്ലേഡെല്ലാം വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ കണ്ടില്ലേ, ബ്ലേഡ് വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ ഇങ്ങനെ നേരെ പോവും. നോ, ഫ്ലാറ്റ് സർഫസ് ഉള്ളത് കൊണ്ട് അതിനിങ്ങനെ ഒരു സിഗ്സാഗ് മൂവ്മെൻ്റ് ഉണ്ടാവും. ഇതാ ഈ ഒരു ആടി ഇപ്പോൾ ലീഫെല്ലാം മരത്തിൽ നിന്ന് വീഴുമ്പോൾ ഇങ്ങനെ പോലെ ഇതേപോലെയല്ലേ പോകുന്ന ബ്ലേഡ് വെള്ളത്തിൽ വീണ്. ഇതേപോലെ pollen grains ഒരു സ്ലോ മൂവ്മെൻ്റ് ഉണ്ടാവുന്ന വെള്ളത്തിൻ്റെ ഉള്ളിൽ വെച്ച്. അപ്പോൾ അതുകൊണ്ട് ഈ pollen grains ഒത്തിരി എണ്ണം സ്ലോ മൂവ്മെൻറ്റ് വെള്ളത്തിനുള്ളിൽ കാണിക്കുമ്പോൾ
അതിൽ ഏതെങ്കിലും ഒന്നെങ്കിലും എന്ത് ചെയ്യും? സ്റ്റിഗ്മയിൽ വന്ന് ഡെപ്പോസിറ്റ് ആവും. Pollination is solved. That's all. So pollen grains show a passive movement inside the water. Some of the pollen grain eventually pollinated on the stigma. Clear? ഇതാണ് സോസ്റ്റർ. വാലിസ് തിയറി ഓൾറെഡി പറഞ്ഞു, നേരത്തെ പറഞ്ഞു. ഓക്കെ അല്ലേ? റെഡി അല്ലേ? സെറ്റ് അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Raju went to a rice research station on his study tour. There he noticed a scientist working on rice plant using scissors and forceps. Okay. To his surprise, he saw the scientist covering the inflorescence with the paper bags. ഓക്കെ, അപ്പോൾ അവർ രാജു എന്താ കണ്ട? ഫ്ലവറിനെ ഇങ്ങനെ ഒരു പേപ്പർ ബാഗ് വെച്ച് കവർ ചെയ്യുന്നതായിട്ട് കണ്ടു. റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അപ്പോൾ അവിടെ പല വെറൈറ്റീസ് ഉണ്ടാക്കുമല്ലോ അല്ലേ? റൈസിൻ്റെ ഒരുപാട് വെറൈറ്റി ഉണ്ടാക്കണം. അപ്പോൾ അവിടെ ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഇതാണ് അവർ കണ്ടത്. നെയിം ദി ടെക്നിക് ദി സയൻറ്റിസ്റ്റ് വാസ് ഡൂയിങ്. വാട്ട് ഈസ് ദി ടെക്നിക്? വെരി സിമ്പിൾ. പറയേ ബാഗിങ്. ആ ടെക്നിക്കിന് എന്താ പറയുന്നത്? ബാഗിങ്. സോ വാട്ട് ഈസ് ബാഗിങ്? നോക്ക്, emasculated flowers are covered with a paper bag to avoid contamination of undesired pollen grain. അൺഡിസൈഡ് ആയ അൺവാണ്ടഡ് ആയ പൊള്ളൻ ഗ്രെയിൻസിൻ്റെ പോളിനേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് എന്ത്? ബാഗിങ്. ഓക്കെ, റെഡി? ടെക്നിക് നെയിം എന്താണ്? ബാഗിങ്. ഗിവ് ദി പർപ്പസ് ഓഫ് ദിസ് ടെക്നിക്. ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു. ടു അവോയ്ഡ് contamination or pollination of unwanted, undesired pollen grains. Okay, clear alle? Yes. Next, in artificial hybridization, it is important to make sure that stigma is protected from unwanted pollen. Okay, this is achieved by emasculation and bagging technique. Can you explain how emasculation and bagging technique are performed? എങ്ങനെയാണ് emasculation? So what is emasculation? Emasculation, masculine എന്ന് പറഞ്ഞാൽ എന്താ? മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ്. ദാറ്റ് ഈസ് ദി ആന്തർ. അപ്പോൾ emasculation, which means removal of masculine, removal of anther. So technique of removal of anther is termed as emasculation. Once again, technique of removal of anther is termed as emasculation. And what is bagging? എന്താണ് bagging? Bagging means emasculated flowers are covered with a paper bag. For what? To avoid contamination of undesired pollen grains. Very simple. നിങ്ങൾ ശരിക്കും ഫോളോ ചെയ്ത് ഞാൻ വിചാരിക്കുന്നത്. നന്നായി ഓർത്തു വെക്കുക. ഉറപ്പായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. NCERT സമ്മറിയിൽ തന്നെ വരുന്ന ക്വസ്റ്റ്യൻ ഏതൊക്കെ? വാട്ട് ഈസ് മീൻ ബൈ emasculation? വെൻ എ പ്ലാന്റ് ബ്രീഡർ എംപ്ലോയ് ദിസ് ടെക്നിക്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം എക്സസൈസിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെ? NCERT ബാക്കിലുണ്ട്. ബാഗിങ്, അത് വേറെ ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട്. വാട്ട് ഈസ് മീൻ ബൈ ബാഗിങ്? വെൻ എ പ്ലാന്റ് ബ്രീഡർ ഡൂയിങ് ദിസ് ടെക്നിക് ഓഫ് ബാഗിങ്. ഇതൊക്കെ ചോദിക്കാവുന്ന വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഓർത്തു വെക്കുക, കാര്യങ്ങൾ ശരിക്കും പഠിക്കുക. റെഡി? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Many of the flowering plants have developed some devices for discouraging inbreeding. Write any two of them. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഏതാണ് ആ ടോപ്പിക്ക്? ടോപ്പിക് നെയിം പറയാൻ പറ്റുമോ? ഔട്ട്ബ്രീഡിങ് ഡിവൈസസ്. ഓർമ്മയുണ്ടല്ലോ, ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഒരു പാരഗ്രാഫാണ് NCERT ടെക്സ്റ്റ് ബുക്കിൽ അല്ലേ? ഔട്ട്ബ്രീഡിങ് ഡിവൈസസ് ഒരു പാരഗ്രാഫാണ്. അപ്പോൾ ആ പാരഗ്രാഫിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. എന്താ? സെൽഫ് പോളിനേഷനെ ഡിസ്കറേജ് ചെയ്യണം, ക്രോസ് പോളിനേഷനെ പ്രൊമോട്ട് ചെയ്യണം. എന്തുകൊണ്ട്? സെൽഫ് പോളിനേഷനിൽ എന്തില്ല? വാരിയേഷൻ ഇല്ല. ക്രോസ് പോളിനേഷനിൽ എന്തുണ്ടാവും? വാരിയേഷൻ ഉണ്ടാവും. സോ അതുകൊണ്ട് ഹയർ പ്ലാന്റ്സിൽ എപ്പോഴും ഫോളോ ചെയ്യുന്ന എന്താണ്? ക്രോസ് പോളിനേഷൻ. സെക്ഷൽ റീപ്രൊഡക്ഷൻ എല്ലാ ബെനിഫിറ്റും എവിടെ ഉണ്ടാവാം? ക്രോസ് പോളിനേഷനിൽ. അപ്പോൾ അതുകൊണ്ട് ക്രോസ് പോളിനേഷനെ എൻഹാൻസ് ചെയ്യാൻ, സെൽഫ് പോളിനേഷനെ ഡിസ്കറേജ് ചെയ്യാൻ പ്ലാന്റിൽ കാണുന്ന ചില അഡാപ്റ്റേഷൻസ് ആണ് ശരിക്കും ഔട്ട്ബ്രീഡിങ് ഡിവൈസുകൾ. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചത് ഇങ്ങനെ: മെനി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഹാവ് ഡെവലപ്ഡ് സം ഡിവൈസസ് ഫോർ ഡിസ്കറേജിങ് ഇൻബ്രീഡിങ്. ഇൻബ്രീഡിങ് അപ്പോൾ എന്താ? സെൽഫ് പോളിനേഷൻ. ക്ലിയർ? അപ്പോൾ ഔട്ട്ബ്രീഡിങ് എന്തായിരിക്കും? ക്രോസ് പോളിനേഷൻ. അപ്പോൾ ഔട്ട്ബ്രീഡിങ് ഡിവൈസസ് ആർ ദി ഡിവൈസസ് ടു പ്രൊമോട്ട് ക്രോസ് പോളിനേഷൻ. എന്തുകൊണ്ട്? കണ്ടിന്യൂസ് ഇൻബ്രീഡിങ് മേ ലീഡ്സ് ടു ഇൻബ്രീഡിങ് ഡിപ്രഷൻ അല്ലേ? അപ്പോൾ അതുകൊണ്ട് പ്ലാന്റ്സിലും മെജോറിറ്റി പ്ലാന്റ്സിലും ക്രോസ് പോളിനേഷനാണ്, സീനോഗമിയാണ്. സീനോഗമി ഓർമ്മയുണ്ടല്ലോ? ഡിഫറെൻറ്റ് പ്ലാന്റ് ഡിഫറെൻറ്റ് ഫ്ലവർ.
അപ്പോഴാണ് പുതിയ ജനറ്റിക് കോമ്പിനേഷൻസുകൾ ഉണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനുവേണ്ടി പ്ലാന്റ്സിലുള്ള അഡാപ്റ്റേഷൻസുകൾ എന്തൊക്കെയാണോ അതൊക്കെയാണ് എന്ത് ഔട്ട്ബ്രീഡിങ് ഡിവൈസസ്. റൈറ്റ് എനി ടു ഓഫ് ദം, ദാറ്റ് ഈസ് ദി ക്വസ്റ്റ്യൻ. എന്താണ് ഏതൊക്കെയാണ് ഔട്ട്ബ്രീഡിങ് ഡിവൈസിൽ വരുന്നത്? ഇപ്പോൾ ടെക്സ്റ്റിൽ പറയുന്ന ആദ്യത്തെ പോയിന്റ് ഇതാ, ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു നോക്കൂ. അതിന് ടേം ഇങ്ങനെ യൂസ് ചെയ്യാം. അപ്പം ഞാൻ എല്ലാ സ്റ്റേറ്റ്മെൻറ്റും ഒന്നും എഴുതാൻ നമുക്ക് സമയമില്ല. ഡൈക്കോഗമി എന്നാണ് ഡിവൈസ് നെയിം. ടെസ്റ്റിൽ ഈ ഡിവൈസ് നെയിം ഇല്ല, സ്റ്റേറ്റ്മെൻറ്റാണ് ഉള്ളത്. അപ്പം നമ്മൾ ടേമും കൂടെ അറിയണം, നമുക്ക് നീറ്റ് എക്സാമിനൊക്കെ അത് യൂസ്ഫുൾ ആകുന്ന. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇപ്പോൾ ബോർഡ് എക്സാം ലെവലിൽ ജസ്റ്റ് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ അങ്ങ് ഓർത്ത് വെച്ചാൽ മതി. Pollen release and stigma receptivity is not synchronized. പൊള്ളൻ റിലീസ് ചെയ്യുന്ന സമയം സ്റ്റിഗ്മ റിസെപ്റ്റീവ് ആകുന്ന സമയം അതൊരിക്കലും ഒരുമിച്ച് വരുന്നേ ഇല്ല. പൊള്ളൻ റിലീസ്ഡായി, അപ്പോൾ സ്റ്റിഗ്മ അത് റിസെപ്റ്റീവ് അല്ല. അപ്പോൾ അതുകൊണ്ട് ഈ പൊള്ളൻ റിലീസ് വേറെ ഏതെങ്കിലും സ്റ്റിഗ്മയിലേക്ക് വേറെ ഫ്ലവേഴ്സിലേക്ക് ട്രാൻസ്ഫർ ആവാനേ ചാൻസ് ഉള്ളൂ. എന്നാൽ ഈ ട്രാൻസ്ഫറിങ് എല്ലാം നടന്ന് കുറേ കഴിഞ്ഞാലായിരിക്കും ഈ സ്റ്റിഗ്മ റിസെപ്റ്റീവ് ആകുന്നത്. ഇയാൾ റെഡി ആകുമ്പോഴേക്കും ഇവിടുത്തെ എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. ഇതാണ് എന്ത് ഡൈക്കോഗമി. തിരിച്ചു ആവാം. സ്റ്റിഗ്മ ബിക്കം റിസെപ്റ്റീവ് മച്ച് ബിഫോർ ദാറ്റ് ഓഫ് പൊള്ളൻ ഈസ് റിലീസ്ഡ്. സ്റ്റിഗ്മ എന്താവാം, നേരത്തെ റിസെപ്റ്റീവ് ആവാം ഏതിനേക്കാൾ പൊള്ളൻ റിലീസ് ചെയ്യുന്നതിന് മുമ്പേ. ഇപ്പോൾ രണ്ട് രീതിയിലും ആവാം. സോ നമുക്ക് ഒരു ഡിസ്ക്രിപ്ഷനായിട്ട് ഇങ്ങനെ പറയാം, പൊള്ളൻ റിലീസ് ആൻഡ് സ്റ്റിഗ്മ റിസെപ്റ്റിവിറ്റി ഈസ് നോട്ട് സിങ്ക്രോണൈസ്ഡ്. ഇതാണ് ഒന്ന്. രണ്ടാമത്തേത്, അതിൽ പല ടൈപ്പ് ഉണ്ട്. ഹെട്രോസ്റ്റൈലി, ഹെർക്കോഗമി എന്നൊക്കെ ടേം യൂസ് ചെയ്യാം. ഞാനിവിടെ ഒരു ടേം എഴുതി വെക്കുന്ന ഇതാണ് ഹെറ്ററോസ്റ്റൈലി. നോക്ക്, ഡിസ്ക്രിപ്ഷൻ ഇതാ. ആന്തർ ആൻഡ് സ്റ്റിഗ്മ അറേഞ്ച്ഡ് ഇൻ ഡിഫറെൻറ്റ് പൊസിഷൻ ഇൻസൈഡ് ദി ഫ്ലവർ. ഇപ്പോൾ രണ്ട് പ്ലാന്റ് ഫ്ലവറിൽ നോക്കുമ്പോൾ ഒന്നിൽ സ്റ്റിഗ്മയുടെ ലെങ്ത്ത് കൂടുതലാണ്. ഓക്കെ. എന്നാൽ ഫിലമെന്റ് ലെങ്ത്ത് എന്താണ്, കുറവാണ്. വേറൊരു ഫ്ലവർ നോക്കുമ്പോൾ അതിൽ സ്റ്റിഗ്മയുടെ ലെങ്ത്ത് കുറവാണ്. അതായത് വേറൊരു പ്ലാന്റിൽ നോക്കുമ്പോൾ സ്റ്റിഗ്മ ലെങ്ത്ത് കുറവാണ്, എന്നാൽ ഫിലമെന്റ് ലെങ്ത്ത് കൂടുതലാണ്. ഇങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് ക്രോസ് പോളിനേഷന് പോസിബിലിറ്റി കൂടുതലാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് ക്രോസ് പോളിനേഷന് ചാൻസ് കൂടുതലാണ്. രണ്ട് പ്ലാന്റിലെ ഫ്ലവർ സ്റ്റൈൽ ലെങ്ത്തിലെ വേരിയേഷൻ കൊണ്ട് ക്രോസ് പോളിനേഷനാണ് പ്രൊമോട്ട് ആകുന്നത്. ഇതിന് പറയുന്നത് ഹെറ്ററോസ്റ്റൈലി. അപ്പോൾ ആന്തർ സ്റ്റിഗ്മ ഒരു അടുത്തടുത്തല്ല ഉള്ളത്. ഒന്ന് സ്റ്റിഗ്മ മുകളിലാകുമ്പോൾ ആന്തർ താഴെയാണുള്ളത്. അങ്ങനെയാണ് ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്കുള്ള ചാൻസ് കുറവാണ്. ബട്ട് തൊട്ടടുത്ത പ്ലാനിലെ ഫ്ലവർ നോക്കുമ്പോൾ എന്താണ്, അതേ പ്ലെയിനിലാണ് വരുന്നത്. ഒരു പ്ലെയിനിലാണ് ആന്തർ സ്റ്റിഗ്മ വരുന്നത്. സെയിം പ്ലാനിലെ ഫ്ലവറിലെ ആന്തർ സ്റ്റിഗ്മ നോക്കുമ്പോൾ ഡിഫറെൻറ്റ് പ്ലെയിനിലാണ് ഉള്ളത്. അത് കാരണം ക്രോസ് പോളിനേഷൻ പ്രൊമോട്ടഡ് ആവാം. സിമ്പിളായിട്ട് ഇത്രയും ഓർത്ത് വെച്ചാൽ മതി. ആന്തർ ആൻഡ് സ്റ്റിഗ്മ ഇൻ ഡിഫറെൻറ്റ് പൊസിഷൻ ഇൻസൈഡ് ദി ഫ്ലവർ. മൂന്നാമത്തെ ഒന്നായിരുന്നു സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി. ഇപ്പം നമുക്കിവിടെ രണ്ടെണ്ണം ക്വസ്റ്റ്യൻ ചോദിച്ച്. സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി ഞാനൊന്ന് പറയാം. എന്താണ് സെൽഫ് പൊള്ളൻ? അത് സ്റ്റിഗ്മയിൽ ഡെപ്പോസിറ്റ് ആയാലും. സോ നമ്മൾ ആദ്യം പറയണത് എന്താ സെൽഫ് പൊള്ളൻ? പൊള്ളൻ ഗ്രെയിൻ ഫ്രം സെയിം ഫ്ലവർ ഓർ ഡിഫറെൻറ്റ് ഫ്ലവർ സെയിം പ്ലാന്റ്. ഇതാണ് സെൽഫ് പൊള്ളൻ. ഒരേ ഫ്ലവറിലെ ആന്തറിലെ പൊള്ളൻ ഗ്രെയിൻസ് ആണ്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഫ്ലവറിലെ ആന്തറിലെ പൊള്ളൻ ഗ്രെയിൻ ആണ്, പ്ലാന്റ് സെയിം ആണ് എന്ന് പറയുമ്പോൾ ഓട്ടോഗമി, ഗേറ്റനോഗമി ഈ ടൈപ്പ്. അങ്ങനെയുള്ള പൊള്ളൻ ഗ്രെയിൻസ് ആണെങ്കിൽ സെയിം പ്ലാന്റ് ആണെങ്കിൽ ഉറപ്പായിട്ട് പൊള്ളൻ സെൽഫ് പൊള്ളൻ. ജെനറ്റിക്സിൽ മാറ്റമില്ല. പഠിച്ച ഓർമ്മയുണ്ടോ? ഓട്ടോഗമിയും ഗേറ്റനോഗമിയും എന്താ, ജെനറ്റിക്കലി സെയിമാണ്. ഫങ്ഷണലി ഡിഫറെൻ്റ് ആണ്. ഒന്ന് സെൽഫ് ഒന്നും ക്രോസ്. ഒന്നിൽ പോളിനേറ്റിംഗ് ഏജൻറ്റ് എന്തായാലും വരണം, വൺ ഫ്ലവർ ടു അനദർ ഫ്ലവർ അല്ലേ. അപ്പോൾ ജെനറ്റിക്കലി രണ്ടും സെയിമാണ്. അതുകൊണ്ട് ഈ ജെനറ്റിക്കലി സിമിലർ ആയ പൊള്ളൻ, അതാണ് ഇവിടെ സെൽഫ് പൊള്ളൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് സ്റ്റിഗ്മയിൽ ഡെപ്പോസിറ്റ് ചെയ്തെങ്കിൽ ഉറപ്പായിട്ടും പൊള്ളൻ ട്യൂബ് ഇലോങ്ങേഷൻ എന്ത് ചെയ്യും, ഇൻഹിബിറ്റ് ചെയ്യും. പൊള്ളൻ ജെമിനേഷൻ ഇൻഹിബിറ്റ് ചെയ്യും. എ സെൽ പൊള്ളൻ ഡെപ്പോസിറ്റഡ് ഓൺ സ്റ്റിഗ്മ ഓഫ് സെയിം ഫ്ലവർ, then pollen germination is inhibited by gene interaction. ജീൻ ഇൻട്രാക്ഷനിലൂടെ എന്ത് ചെയ്യും, പൊള്ളൻ ട്യൂബ് ഇലോങ്ങേഷനെ, പൊള്ളൻ ജെമിനേഷനെ ഇൻഹിബിറ്റ് ചെയ്യും. അപ്പോൾ സെൽഫ് പൊള്ളൻ വന്ന ഇൻകോമ്പാറ്റിബിൾ ആണ്. ഡിഫറെൻറ്റ് പൊള്ളൻ വന്ന എന്തായിരിക്കും, കമ്പാറ്റിബിൾ.
പ്ലാന്റ് ഡിഫറെൻ്റ് ആണോ? ഉറപ്പായിട്ട് കോമ്പാറ്റിബിൾ ആയിരിക്കും. ക്ലിയർ? ഇതിനെന്ത് പറയുന്നത്? സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി. ഇനി അതുപോലെ വേറെ ഒന്നാണ് ഡൈക്ലൈനി എന്ന് പറയുന്നത്. ഇപ്പോൾ സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി ഞാൻ ഇവിടെ ചെയ്യുന്നില്ല, രണ്ടെണ്ണം ചോദിച്ചത്. ഫോർത്ത് വൺ ടെസ്റ്റിൽ മെൻഷൻ ചെയ്യുന്ന ഡൈക്ലൈനി ആണ്. ഡിസ്ക്രിപ്ഷനെ എൻ സി ആർ ടിയിലുള്ളൂ. സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി ടേം എൻ സി ആർ ടി ഉപയോഗിക്കുന്നുണ്ട്, വേറെ ഒന്നിനും ടേം ഇല്ല. ഡൈക്ലൈനി എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ ഓഫ് യൂണിസെക്ഷൽ ഫ്ലവേഴ്സ്. മെയിൽ ഫീമെയിൽ സെപ്പറേറ്റ് ഫ്ലവേഴ്സ് ഉണ്ടാവാം. മെയിൽ ഫ്ലവറിന് പറയും സ്റ്റാമിനേറ്റ്, ഫീമെയിൽ ഫ്ലവറിന് പറയും പിസ്റ്റിലേറ്റ്. ഈ രണ്ട് ഫ്ലവേഴ്സും ചിലപ്പോൾ ഒരു പ്ലാന്റിലായിരിക്കും ഉണ്ടാവുന്നത്. അപ്പോഴും ഫങ്ഷണലി ക്രോസ് പോളിനേഷനാണ്, ജനറ്റിക്കലി അത് സെൽഫ് തന്നെയാണ് അല്ലേ. അതിനെ നമ്മൾ എന്താ പറയുക? മൊണേഷ്യസ് അല്ലേ. മൊണേഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താ? മെയിൽ ഫീമെയിൽ ഫ്ലവർ ഇൻ സെയിം പ്ലാന്റ്. ടെസ്റ്റിലൂടെ എക്സാമ്പിൾ പറയുന്നത് മെയ്സ് കാസ്റ്റർ എന്നാൽ എന്താ? ഡയേഷി. മെയിൽ ഫീമെയിൽ ഫ്ലവേഴ്സ് ഇൻ ഡിഫറെൻറ്റ് പ്ലാന്റ്, ദാറ്റ് ഈസ് വാട്ട് ഡയേഷി. എക്സാമ്പിൾ പപ്പായ. ഈസി അല്ലേ? ക്ലിയർ അല്ലേ? സോ നമ്മൾ ആ ഭാഗം കവർ ചെയ്തു. ഇതാണ് ഔട്ട്ബ്രീഡിങ് ഡിവൈസസ്. ഒരുപാട് വർഷങ്ങളിൽ നിങ്ങൾക്ക് ബോർഡ് എക്സാം ക്വസ്റ്റ്യൻ നോക്കിയാൽ കാണാം, ഈ ഒരു ടേം റിലേറ്റഡ് ആയ ക്വസ്റ്റ്യൻ പല രൂപത്തിൽ പല ഭാവത്തിൽ ചോദിക്കാറുണ്ട്. നോക്ക്, ഇതാ അടുത്ത ക്വസ്റ്റ്യൻ. Nature has mechanisms to promote outbreeding in plants. Explain any two mechanisms existing in plants to promote outbreeding. ഇപ്പോൾ നേരത്തെ ക്വസ്റ്റ്യൻ സെയിം തന്നെ ഇതും, ബട്ട് രണ്ട് രീതിയിലാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. ചോദിച്ചത് ഔട്ട്ബ്രീഡിങ് ഡിവൈസ് ആണെന്ന് നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഹാവ് ഡെവലപ്ഡ് മെനി ഡിവൈസസ് ടു ഡിസ്കറേജ് സെൽഫ് പോളിനേഷൻ. കണ്ടോ, വേറെ പാറ്റേൺ അല്ലേ. അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ ചോദിക്കുന്ന ഒരേ കാര്യം. അപ്പോൾ നമ്മൾ എന്ത് ചോദിച്ചാലും നമുക്ക് അറിയണം ഇത് ചോദിച്ചത് എന്താണ്? ഔട്ട്ബ്രീഡിങ് ഡിവൈസ് ആണ്. ഇപ്പം ഡിസ്കറേജ് സെൽഫ് പോളിനേഷൻ ആൻഡ് ടു എൻകറേജ് ക്രോസ് പോളിനേഷൻ, ലിസ്റ്റ് ഔട്ട് സച്ച് ഫീച്ചേഴ്സ് ഫൗണ്ട് ഇൻ പ്ലാന്റ്സ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഇനി പറയേണ്ട ആവശ്യമില്ല. ഒന്ന് ഡൈക്കോഗമി ആയിരുന്നു, പിന്നെ അടുത്ത ഹെട്രോസ്റ്റൈലി, പിന്നെ ഒന്ന് പറഞ്ഞ് സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി, ദെൻ ഡൈക്ലൈനി. ഇങ്ങനെയുള്ളതെല്ലാം എന്താണ്? ഔട്ട്ബ്രീഡിങ് ഡിവൈസുകളാണ്. ഇപ്പോൾ ടെക്സ്റ്റിലെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ആ ഒരു പാരഗ്രാഫ് ശരിക്കും വായിച്ച് അത് നന്നായിട്ട് തറവ് ചെയ്യണം. നിങ്ങൾ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് വേണം എക്സാം ഹാളിലേക്ക് പോകാൻ. ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിക്കും ഒന്ന് വായിക്കണം, പ്രത്യേകിച്ച് സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി. കാരണം ടേം ടെക്സ്റ്റിലുള്ളതുകൊണ്ട് ആ ടേം അങ്ങനെ തന്നെ ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നന്നായി പഠിക്കും മക്കളെ. നോക്ക് നെക്സ്റ്റ്. ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ ഈസ് വൺ ഓഫ് ദി മേജർ അപ്രോച്ചസ് ഓഫ് ക്രോപ്പ് ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാം. Suggest the technique used to protect stigma of bisexual flowers during hybridization. എന്താണ്? ബൈസെക്ഷൽ ഫ്ലവറിൽ നിന്നും സ്റ്റിഗ്മയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? അപ്പോൾ എന്ത് ടെക്നിക്കാണ് ഫോളോ ചെയ്യുക? ഇവിടെ ഇപ്പോൾ ആദ്യം ബൈസെക്ഷൽ ഫ്ലവർ ആണ്, ഹൈബ്രിഡൈസേഷൻ നടക്കുകയാണ്. അപ്പോൾ സ്റ്റിഗ്മയെ പ്രൊട്ടക്റ്റ് ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യണം? ഇമാസ്കുലേഷൻ. ബൈസെക്ഷൽ ഫ്ലവർ അല്ലേ, ആന്തറുണ്ട് സ്റ്റിഗ്മയുണ്ട്. സോ നമ്മൾ ആദ്യം ആന്തർ റിമൂവ് ചെയ്യണം, ദാറ്റ് ഈസ് വാട്ട് എമാസ്കുലേഷൻ. ദെൻ സ്റ്റിഗ്മയെ കവർ ചെയ്യണം, അതിനെന്താ പറയുക? ബാങ്കിങ്. സോ എന്താണ് എമാസ്കുലേഷൻ ആൻഡ് ബാങ്കിങ്? ക്ലിയർ? സ്റ്റിഗ്മയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം ആന്തേഴ്സിനെ അങ്ങ് റിമൂവ് ചെയ്ത് കഴിഞ്ഞു, പിന്നെ അടുത്ത് എന്ത് ചെയ്യണം? സ്റ്റിഗ്മയെ നമ്മൾ കവർ ചെയ്യണം. ആ സ്റ്റിഗ്മ കവർ ചെയ്യുന്നതിന് പറയുന്നത് എന്ത്? ബാങ്കിങ്. ഓക്കെ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോയിന്റ് ആണ്. ഇൻ മെയ്സ് ക്രോമസോം നമ്പർ പ്രസൻറ്റ് ഇൻ ദി മിയോസൈറ്റ് ഈസ് 20. ഓക്കെ, ഗിവ് ദി നമ്പർ ഓഫ് ക്രോമസോം പ്രസൻറ്റ് ഇൻ ദി ഫോളോയിങ്. മെയ്സ് പോളൻ മിയോസൈറ്റ് 20 ആണ്. അപ്പോൾ പോളൻ ഗ്രെയിൻ എത്രയായിരിക്കും? മിയോസൈറ്റിൻ്റെ പ്ലോയിഡ്. സോ വാട്ട് ഈസ് മിയോസൈറ്റ്? എ ഡിപ്ലോയിഡ് മദർ സെൽ. അതാണ് മിയോസൈറ്റ്. മിയോസൈറ്റ് ഈസ് ഓൾവേസ് ഡിപ്ലോയിഡ്. ഗാമീറ്റ് ഈസ് ഓൾവേസ് ഹാപ്ലോയിഡ്. ഇത് കുറച്ചുകൂടി ഈ ടേം വ്യക്തമായിട്ട് ഉപയോഗിക്കുന്ന ചാപ്റ്റർ റീപ്രൊഡക്ഷൻ ഓർഗാനിസം ആയിരുന്നു. ഇപ്പോൾ ആ ചാപ്റ്റർ NCERT ഡിലീറ്റഡ് ആണ്. എന്നാലും നമ്മൾ മനസ്സിലാക്കണം, ഗാമീറ്റ് മദർ സെല്ലുകളാണ് ശരിക്കും എന്ത്? മിയോസൈറ്റ്. മദർ സെൽ എപ്പോഴും എന്തായിരിക്കും? ഡിപ്ലോയിഡ് ആയിരിക്കും. മനസ്സിലായില്ലേ? ഇപ്പോൾ പൊള്ളൻ മദർ സെൽ ഡിപ്ലോയിഡാണ്, മെഗാസ്പോ മദർ സെൽ ഡിപ്ലോയിഡ്. മദർ സെല്ലുകൾ എന്താണ്? ഡിപ്ലോയിഡ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ മിയോസൈറ്റ് എന്ന് പറയുന്നത്. ഡിപ്ലോയിഡായ മദർ സെല്ലാണ് മിയോസൈറ്റ്. അപ്പോൾ അത് 20 ആണെങ്കിൽ ക്വസ്റ്റ്യൻ, ഗിവ് ദി നമ്പർ ഓഫ് ക്രോമസോം പ്രസന്റ് ഇൻ ദി ഫോളോയിങ്. മെയ്സ് പോളൻ ഗ്രെയിൻ ഈസ് ഹാപ്ലോയിഡ്. സോ നമ്പർ എത്രയാണ്? 10. മെയ്സ് എൻഡോസ്പേം പ്ലോയിഡ് എന്താ? ട്രിപ്ലോയിഡ്. നേരത്തെ പറഞ്ഞില്ലേ,
അപ്പോൾ എൻഡോസ്പേം ട്രിപ്ലോയിഡ് ആണെങ്കിൽ ഹാപ്ലോയിഡ് 10 ആണ്. 3 into 10 എത്രയാണ്? 30. നമ്പർ ഓഫ് ക്രോമസോം ഇൻ മെയ്സ് എൻഡോസ്പേം എത്രയാണ്? 30. ഓക്കെ, റെഡി? നെക്സ്റ്റ്, in flowering plants, double fertilization occurs during sexual reproduction. One of the events of double fertilization is triple fusion. Name the other event. Very simple. Para. Syngamy. അപ്പോൾ എന്തൊക്കെയാണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ, രണ്ട് ഫെർട്ടിലൈസേഷൻ? സിംഗമി ആൻഡ് ട്രിപ്പിൾ ഫ്യൂഷൻ. Syngamy, what is the syngamy? Fusion of male and female gamete to form zygote. What is triple fusion? Fusion of second male gamete with two polar nuclei for the formation of primary endosperm nucleus. So you know very well എന്താണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ അറിയാലോ. നമ്മൾ +1 ഉണ്ടായിരുന്നു അല്ലേ, പ്ലാന്റ് കിൻഡത്തിൽ ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന ടോപ്പിക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഡബിൾ ഫെർട്ടിലൈസേഷനിൽ ഒന്ന് സിംഗമിയും മറ്റേത് എന്താണ്? ട്രിപ്പിൾ ഫ്യൂഷനുമാണ്. നമ്മൾ ഈ ചാപ്റ്ററിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. അപ്പോൾ നിങ്ങൾ ഓർത്തു വെക്കുക, ഇവിടെ ഒന്ന് ട്രിപ്പിൾ ഫ്യൂഷൻ എന്ന് പറഞ്ഞു, അടുത്ത ചോയ്സ് ഏതാണ്? സിംഗമിയാണ്. ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ് ഡ്യൂറിങ് ഡബിൾ ഫെർട്ടിലൈസേഷൻ 2 events ടേക്സ് പ്ലേസ് ഇൻ ദി എംബ്രിയോ സാക്ക്. നെയിംലി എന്താണ്? എംബ്രിയോ സാക്കിലെ 2 events സിംഗമി ആൻഡ് ട്രിപ്പിൾ ഫ്യൂഷൻ. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ പല പാറ്റേൺ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നിങ്ങൾ കോൺഫിഡൻ്റ് ആവാൻ വേണ്ടിയാണ്. നിങ്ങൾ ഇതിങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ആൻസർ ചെയ്യാൻ കഴിയണം. ഇതേ ക്വസ്റ്റ്യൻ തന്നെ ആവർത്തിക്കാൻ പോകുന്നു. നമുക്ക് ബോർഡ് എക്സാം, ഫൈനൽ എക്സാമിലെല്ലാം വന്ന ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മളിവിടെ സെലക്ട് ചെയ്തേക്കുന്നത്. നിങ്ങൾ പ്രീവിയസ് ഇയർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഇതെല്ലാം ഇതേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ആവർത്തിച്ച് വന്നത്. അപ്പോൾ അതിൻ്റെ പല ഫോർമാറ്റുകളാണ്. സോ നമ്മളെല്ലാം കൂടെ ഒന്ന് കവർ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് ഈ ഏരിയയിലെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും, ഷുവർ. സോ ശരിക്കും ഫോളോ ചെയ്യും മക്കളെ. ക്രോമസോം നമ്പർ ഓഫ് ഒനിയൻ ഈസ് 16. Find the chromosome number in the following cells with reasons. എൻഡോസ്പേം സെൽ എത്രയായിരിക്കും? ഇപ്പോൾ ഒനിയനിലെ ക്രോമോസോം നമ്പർ ഡിപ്ലോയിഡ് ആണ് 16. അപ്പോൾ അതിൻ്റെ ഹാഫ് കൂടെ ആഡ് ചെയ്യണം അല്ലേ. അപ്പോൾ 8 ആണ് ഹാപ്ലോയിഡ്. ഇപ്പോൾ ട്രിപ്ലോയിഡ് എത്രയാണ്? 24. ഓക്കെ, ദെൻ സൈഗോട്ട് എത്രയായിരിക്കും? എൻഡോസ്പേം സെൽ 24. സൈഗോട്ട് എത്രയാണ്? 16. ഓക്കെ, റെഡി. ഡബിൾ ഫെർട്ടിലൈസേഷൻ, ട്രിപ്പിൾ ഫ്യൂഷൻ are two term associated with the angiosperm fertilization. What is double fertilization? പറഞ്ഞു, പറയേണ്ട ആവശ്യമില്ല. എക്സ്പ്ലെയിൻ ട്രിപ്പിൾ ഫ്യൂഷൻ. ഗീവ് ദ പ്ലോയിഡ് ലെവൽ ഓഫ് എൻഡോസ്പേം. ട്രിപ്ലോയിഡ് ആണ്, സൈഗോട്ട് ഡിപ്ലോയിഡ് ആണ്. ഫിൽ അപ്പ് ദി ബ്ലാങ്ക്സ് ആഫ്റ്റർ റീഡിംഗ് ദി സ്റ്റേറ്റ്മെന്റ്. ദി പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ് ഇൻ ആൻജിയോസ്പേം. സൈഗോട്ട് എംബ്രിയോ ആയി. അങ്ങനെയാണ് ഓവ്യൂൾ എന്താവും? പറ. ഓവ്യൂൾ ഡെവലപ്പ് ഇൻ ടു സീഡ്, ഓവറി ഡെവലപ്പ് ഇൻ ടു ഫ്രൂട്ട്. വെരി സിമ്പിൾ അല്ലേ. നെക്സ്റ്റ് 33. Raman is learning the post-fertilization changes of angiosperm embryo sac with the help of slides. He identified the egg nucleus and polar nucleus with the help of his teacher. Name the other nuclei present in the embryo sac. എംബ്രിയോ സാക്കിൽ ഇപ്പോൾ ഇവിടെ 2 എണ്ണം പറഞ്ഞല്ലേ, എഗ് ന്യൂക്ലിയസും പിന്നെ ഏതാണ്? പോളാർ ന്യൂക്ലിയസ്. പിന്നെ എന്തുണ്ടാവുക? സൈനർജിഡ്. ഞാൻ എഴുതുന്നില്ലേ, സൈനർജിഡ് ന്യൂക്ലിയസ് ഉണ്ടാവും, ആൻറ്റിപോഡൽ ന്യൂക്ലിയസ് ഉണ്ടാവും അല്ലേ. എഗ് ന്യൂക്ലിയസ്, പോളാർ ന്യൂക്ലിയസ് കഴിഞ്ഞാൽ പിന്നെ എന്താ? സൈനർജിഡ് ന്യൂക്ലിയസ്, ആൻറ്റിപോഡൽ ന്യൂക്ലിയായി. Help Raman by giving the changes that takes place with egg nucleus and polar nucleus after fertilization. എഗ് ന്യൂക്ലിയസ് ഗാമീറ്റ് ന്യൂക്ലിയസുമായിട്ട്, മെയിൽ ഗാമി ന്യൂക്ലിയസുമായി ജോയിൻ ആയാൽ എന്താവാം? സൈഗോട്ട്. ഇപ്പോൾ ഫെർട്ടിലൈസേഷന് ശേഷം എഗ് ന്യൂക്ലിയസിൽ നിന്ന് ഉണ്ടാവുന്ന എന്താണ്? സൈഗോട്ടാണ്. ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ആണ്. പോളാർ ന്യൂക്ലിയസ് മെയിൽ ഗാമീറ്റുമായിട്ട് ഫ്യൂസ് ചെയ്താൽ എന്താ ഉണ്ടാവുക? പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ്. അപ്പോൾ സൈഗോട്ട് ന്യൂക്ലിയസ് ഉണ്ടാവും, അതായത് സൈഗോട്ട് ഫോം ചെയ്യും. പിന്നെ അതുപോലെ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. നെക്സ്റ്റ്, ഒബ്സർവ് ദി ഫിഗർ ആൻഡ് ലാബൽ ദി പാർട്സ് എ, ബി, സി ആൻഡ് ഡി. പറയൂ. എ എന്താണ്? ഇതേതിൻ്റെ ഡയഗ്രമാ? ഡൈക്കോട്ട് എംബ്രിയോ, ഡൈക്കോട്ടിലിഡനസ് എംബ്രിയോ. എ ഇസ് ദി പ്ലിമ്യൂൾ. ബി ഇസ് ദി കോട്ടിലിഡൻസ്. Hypocotyl, the region below the level of cotyledon അല്ലേ, region of embryonal axis below the level of cotyledon ആണ് hypocotyl. ഇപ്പോൾ പ്ലിമ്യൂളുള്ള റീജിയൻ എന്താ പറയുക? എപ്പികോട്ടൈൽ ആണോ? സി എന്താണ്? ഹൈപ്പോകോട്ടൈൽ എൻ്റെ ചെയ്യുന്നത് എവിടെയാ? റാഡിക്കൽ. സോ വാട്ട് ഇസ് ദി ഡി? റൂട്ട് ക്യാപ്പ്.
Okay ആണോ? ലാബിലിംഗ് ഓക്കെ ആണോ? ഓക്കെ ആണോ? Observe the figure given below. Name the process. It is the development of embryo. ഒരു ഡൈക്കോട്ട് എംബ്രിയോയുടെ ഡെവലപ്മെന്റൽ സ്റ്റേജ് അല്ലേ കാണിച്ചേക്കുന്നത്? ഇറ്റ് ഈസ് ദി ഡെവലപ്മെന്റൽ സ്റ്റേജസ് ഓഫ് ഡൈക്കോട്ട് എംബ്രിയോ. ഓക്കെ, കാരണം കണ്ടോ കോൺഫിഡൻസ് എത്രണ്ണമുണ്ട്? 2 ഇല്ലേ? യെസ്. റൈറ്റ് ദി സ്റ്റേജസ് ഇൻവോൾവ് ഇൻ ദി പ്രോസസ് ഇൻ കറക്റ്റ് സീക്വൻഷ്യൽ ഓർഡർ. വാട്ട് ആർ ദി ഡിഫറെൻറ്റ് സ്റ്റേജസ്? ഒരു ഡൈക്കോട്ട് എംബ്രിയോയുടെ ഡെവലപ്മെന്റൽ സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് പറയാം പ്രോ എംബ്രിയോ, പിന്നെ പ്രോ എംബ്രിയോ കഴിഞ്ഞാൽ ഗ്ലോബുലാർ എംബ്രിയോ, അല്ലേ? പ്രോ എംബ്രിയോ കഴിഞ്ഞാൽ ഗ്ലോബുലാർ എംബ്രിയോ, അത് കഴിഞ്ഞാൽ ഹാർട്ട് ഷേപ്ഡ് എംബ്രിയോ, അത് കഴിഞ്ഞാൽ മെറ്റ്സർ എംബ്രിയോ. These are the stages. ഇപ്പോൾ സീക്വൻഷ്യൽ ഓർഡറിൽ നമ്മളോട് ഇങ്ങനെ സ്റ്റേജ് ചോദിക്കുമ്പോൾ ഒന്നുകൂടെ ഓർക്കാം. പ്രോ എംബ്രിയോ, ഗ്ലോബുലാർ എംബ്രിയോ, ഹാർട്ട് ഷേപ്ഡ് എംബ്രിയോ, മെച്യൂർ എംബ്രിയോ. ഓക്കെ, റെഡി? നെക്സ്റ്റ്, the early stages of embryo development are similar in both dicots and monocots. However, mature embryos have differences. Write 2 major differences between dicot embryo and monocot embryo. ഡൈക്കോട്ട് എംബ്രിയോ, മോണോക്കോട്ട് എംബ്രിയോ ഡിഫറൻസ് എന്തൊക്കെയാണ്? ഒരു 2 ഡിഫറൻസ് ഇവിടെ നമ്മളോട് ചോദിക്കുന്നത്. 2 മേജർ ഡിഫറൻസ് ആണ്. സോ ഒന്ന്, ഡൈക്കോട്ട് എംബ്രിയോ എത്ര കോട്ടിലിഡൻസ്? നമ്പർ ഓഫ് കോട്ടിലിഡൻസ് ഞാൻ ഷോർട്ടായിട്ട് എഴുതാണ്, നിങ്ങൾ അങ്ങനെ തന്നെ വേർഡ്സ് ആയിട്ടെല്ലാം എഴുതി പഠിച്ചേക്കണേ. 2. ഇവിടെ 1, only 1 cotyledon is present. ഇതോ 2 cotyledons are present. അടുത്ത എന്താ ഡിഫറൻസ്? ഡൈക്കോട്ട് എംബ്രിയോ റാഡിക്കൽ ആൻഡ് പ്ലിമ്യൂൾ is not covered by coleorhiza and coleoptile. coleoptile is absent. ക്ലിയർ? ഇവിടെ എന്ത് പറയാം? coleoptile and coleorhiza is present. അപ്പോൾ ഇങ്ങനെ എഴുതാം. ഞാൻ ഇപ്പോൾ ഇവിടെ എഴുതുന്നില്ലേ, റാഡിക്കൽ ആൻഡ് പ്ലിമ്യൂൾ non covered by coleorhiza and coleoptile. എന്നാൽ മോണോക്കോട്ടിൽ covered by coleorhiza and coleoptile. Okay, so coleoptile and coleorhiza is absent, coleoptile and coleorhiza is present. ഇതാണ് ഒരു ഡിഫറൻസ്. ഓക്കെ, റെഡി? അടുത്ത്, write any 3 parts of monocot embryo and write 1 peculiarity of each of these 3 parts. ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയ പാർട്സ് ഒരു മോണോക്കോട്ട് എംബ്രിയോയിൽ? ഇപ്പോൾ നമുക്ക് പറയാം സ്ക്യൂട്ടല്ലം is the single cotyledon in monocot embryo. It is the single cotyledon in monocot embryo, especially in grasses. ഗ്രാസസിലാണ് ശരിക്കും ആ വേർഡ് യൂസ് ചെയ്യുന്നത്. ടെസ്റ്റിൽ അങ്ങനെ പ്രത്യേകം പറയുന്നില്ലേ, ഗ്രാസ് ഫാമിലിയിൽ അവിടെയാണ് സ്ക്യൂട്ടല്ലം എന്ന വേർഡ് യൂസ് ചെയ്യുക. അപ്പോൾ ഒരു കോട്ടിലിഡനേ ഉള്ളൂ, അതിൻ്റെ പേരാണ് സ്ക്യൂട്ടല്ലം. ഇനി നോക്കുക, കോളിയോറൈസ, കോളിയോപ്റ്റൈൽ. ഇപ്പോൾ ചോദിച്ചത് മോണോക്കോട്ട് എംബ്രിയോ ആണ്. അപ്പോൾ നമുക്ക് പറയാം, ഇപ്പോൾ പറഞ്ഞോളൂ, കോളിയോപ്റ്റൈൽ. വാട്ട് ഈസ് കോളിയോപ്റ്റൈൽ? നോക്കുക, plumule is covered by a protective sheath called coleoptile, but radicle is covered by a protective sheath called coleorhiza. റൈസ എന്ന് പറഞ്ഞ റൂട്ട് അല്ലേ? മൈക്കോറൈസ പഠിക്കുന്നില്ല നമ്മൾ, മൈക്കോ ഫംഗസ് റൈസ റൂട്ട്. റൈസ എന്ന് പറഞ്ഞ റൂട്ടിനുള്ള മീനിങ് ആണ്. അപ്പോൾ കോളിയോറൈസ എന്ന് പറഞ്ഞാൽ റൂട്ടിൽ എന്തിൽ നിന്നുണ്ടാവുക? റാഡിക്കൽ. അതിൻ്റെ പ്രൊട്ടക്റ്റീവ് ഷീത്തിന് എന്ത് പറയുന്നു? കോളിയോറൈസ. അപ്പോൾ ഇത് 3 ആർക്കാവുള്ള മോണോക്കോട്ടിലാണ്. മോണോക്കോട്ടിൽ ഇമ്പോർട്ടൻ്റ് ആയ സ്ട്രക്ചേഴ്സ് 3 ഈസി: scutellum, coleoptile, coleorhiza. Scutellum is a single cotyledon in grass family. Coleoptile is the protective sheath of plumule, and coleorhiza, it is the protective sheath of radicle. Ready? Okay. Next, find out which of the statements are true. Ovary develop into fruit. True alle? True. In flowering plants, zygote is formed outside the ovule. No. Zygote formed inside the ovule. Flowering plants ഉള്ളിലല്ലേ ഉണ്ടാവാ, അല്ലേ? Ovule develop into fruit. Wrong. Ovule develop into seed. Zygote develop into embryo. True. Okay. ഇപ്പോൾ A and D എന്താണ്? ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്, അല്ലേ? നെക്സ്റ്റ്, after fertilization in flowering plants, seeds bearing embryo are found inside the fruit. If seeds are developed from ovule, name the parts that give rise to embryo and fruits. ഏത് പാർട്ടാണ് എംബ്രിയോയും ഫ്രൂട്ടും ആയിട്ട് മാറുന്നത്?
അപ്പോൾ നോക്ക് ഒവ്യൂളാണ് സീഡാകുന്നത്, അതാ പറയുന്നത്. അപ്പോൾ എവിടെ നിന്നാണ് എംബ്രിയോ ഉണ്ടാവുക? സൈഗോട്ടാണ് എന്താവുക? എംബ്രിയോ ആവുക. ഓവറിയാണ് എന്താവുക? ഓവറിയാണ് എന്താവുക? പറയേ, ഫ്രൂട്ട് ആവുക. സൈഗോട്ടാണ് എംബ്രിയോ ആവുക. സൈഗോട്ട് എംബ്രിയോ ആയാൽ ഒവ്യൂൾ സീഡ് ആവും. അപ്പോൾ ഓവറി എന്താവും? ഫ്രൂട്ട് ആവും അല്ലേ? What is the thick wall of fruit that is protective in function called? Thick wall of fruit protective ആണ് ഫങ്ഷൻ, എന്താണ്? പെരികാർപ്പ്. ഫ്രൂട്ട് വാളിന് പറയുന്നത് എന്താണ്? പെരികാർപ്പ്. ഫ്രൂട്ട് വാൾ ഇത് ഡ്രൈ ഫ്രൂട്ട് ആവുമ്പോൾ പെരികാർപ്പ് എന്താണ്? അൺഡിഫറൻഷിയേറ്റഡ് ആണ്. ഫ്ലഷി ഫ്രൂട്ട് ആകുമ്പോൾ എന്താണ്? ഡിഫറൻഷിയേറ്റഡ് ആണ്. ഡിഫറൻഷിയേറ്റഡ് ആകുമ്പോൾ ഏതൊക്കെയാണ്? 3 ലെയർ. ഔട്ടർ തിൻ എപ്പിക്കാം, മിഡിൽ മീസോക്കാം, ഫ്ലഷി ആവാം, പല ടൈപ്പ് ആവാം അല്ലേ? ദെൻ എൻഡോക്കാം. അപ്പോൾ നമ്മൾ ഡ്രൂപ്പ് ഫ്രൂട്ടിലാദ്യം പഠിക്കുന്നത്, മോർഫോളജിയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ 3 ലെയർ ഉണ്ട്: എപ്പിക്കാം, മീസോക്കാം, എൻഡോക്കാം. ഇതിൻ്റെ ബേസിലാണ് ശരിക്കും ഡിഫറെൻറ്റ് ടൈപ്പ് ഫ്ലഷി ഫ്രൂട്ടുകളല്ലേ. ഓക്കെ, ഇപ്പോൾ ഡ്രൈ ഫ്രൂട്ട്, ഫ്ലഷി ഫ്രൂട്ട് ഓർക്കേണ്ട തന്നെയാണ്. എക്സാമ്പിൾസ് പറയാം. ഡ്രൈ ഫ്രൂട്ടിന് എക്സാമ്പിൾ ആയിരുന്നു ഗ്രൗണ്ട് നട്ട് ആൻഡ് മസ്റ്റാർഡ്, GM. നമ്മളങ്ങനെ ഷോർട്ടല്ലേ GM ക്രോപ്സ് പഠിക്കില്ലേ ബയോടെക്കിൽ? GM ഗ്രൗണ്ട് നട്ട് ആൻഡ് മസ്റ്റാർഡ് ഡ്രൈ. എന്നാൽ GMO അതെന്താ? ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം എന്നല്ലേ പറയാം. അതിൻ്റെ അത് വെച്ച് എന്തോർക്കാം? ഏതൊക്കെയാണ് 3 ഫ്ലഷി ഫ്രൂട്ടിന് എക്സാമ്പിൾ? ഗോവ, മാംഗോ, ഓറഞ്ച്. ഗോവ, മാംഗോ, ഓറഞ്ച്. ഓക്കെ. In some seeds, the nucellus may be persistent. Such nucellus is called, എന്താ പറയാ? പെരിസ്പെർം. പെരിസ്പെർം. What is perisperm? Persistent residual remnants of nucellus inside the seed. ന്യൂസെല്ലസ് സീഡിനുള്ളിൽ പേഴ്സിസ്റ്റൻ്റ് ആണെങ്കിൽ അതിന് എന്താ പറയാം? പെരിസ്പെർം. ഏതായിരുന്നു എക്സാമ്പിൾ? ബ്ലാക്ക് പെപ്പർ ആൻഡ് ബീറ്റ്. BB, ബ്ലാക്ക് പെപ്പർ ആൻഡ് ബീറ്റ്. ഓക്കെ, പെരിസ്പെർമിന് എക്സാമ്പിൾ പറഞ്ഞു. നെക്സ്റ്റ്, അപ്പോൾ പെരിസ്പെർം എന്താണെന്ന് ഓർക്കണം. ഇത് ഇമ്പോർട്ടൻറ്റ് ടേം ആണ് പെരിസ്പെർം. യെസ്. വാട്ട് ഈസ് ഫാൾസ് ഫ്രൂട്ട്? എന്താ ഫാൾസ് ഫ്രൂട്ട്? എ ഫ്രൂട്ട് ഡെവലപ്ഡ് ഫ്രം ദി പാർട്ട് അതർ ദാൻ ഓവറി. സാധാരണ ഒരു ഫ്രൂട്ട് ഉണ്ടാവും ഓവറിൽ നിന്ന് മാത്രമാണ്, അതാണ് ട്രൂ ഫ്രൂട്ട്. അപ്പോൾ ഒരു ഫാൾസ് ഫ്രൂട്ട് എന്ന് പറയുമ്പോൾ ഓവറി മാത്രമല്ല, നോട്ട് ഓൺലി ഫ്രം ദി ഓവറി ബട്ട് ആൾസോ സം അതർ പാർട്ട് ലൈക്ക് തലാമസ്. നോട്ട് ഓൺലി ഓവറി ബട്ട് ആൾസോ സം അതർ പാർട്ട് എന്നാണെങ്കിൽ അത് ഫാൾസ് ഫ്രൂട്ടാണ്. അതിന് എക്സാമ്പിളാണ് തലാമസിൽ നിന്നും ഫ്രൂട്ടിൻ്റെ ഭാഗം ഉണ്ടാവാറുണ്ട്. എക്സാമ്പിൾ പറയും. 3 എക്സാമ്പിൾ. സൈഡ് ആൻഡ് എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പറ. ആപ്പിൾ അല്ലേ? ആപ്പിളിൻ്റെ ഫ്ലഷ് തലാമസിൻ്റെ എക്സ്പാൻഷൻ. കാഷ്യൂനട്ട്, സ്ട്രോബെറി. ആപ്പിൾ, കാഷ്യൂനട്ട്, സ്ട്രോബെറി. ACS. Apple, cashew nut, strawberry. Yes. Development of fruit without fertilization or seedless is known as parthenocarpy. ഇതാണ് പാർത്തനോകാർപ്പി. ഇപ്പോൾ ഇവിടെ നമുക്ക് അപ്പോമിസിസ് പോളിയംബ്രിയോണി നമ്മൾ പഠിക്കുന്നതാണ്, നമുക്ക് അറിയുന്നതാണ്. പാർത്തനോജെനസിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഡെവലപ്മെൻറ്റ് ഓഫ് ഫീമെയിൽ ഗാമീറ്റ് ഇൻ ടു മെയിൽ ഓർഗാനിസമാണ്. ഫെർട്ടിലൈസേഷൻ നടന്നില്ല, ഫീമെയിൽ ഗാമീറ്റിൻ്റെ ഡിസ്പോസലൊന്നും ഇല്ല. നോട്ട് ലൈക്ക് ദാറ്റ് ഓഫ് ഈസ്ട്രേഷൻ, മെൻസ്ട്രേഷൻ. ചില ഓർഗാനിസം അത് നമ്മൾ പഠിക്കുന്ന റീപ്രൊഡക്ഷൻ ഓർഗാനിസിൽ ഉണ്ടായിരുന്നു. എക്സാമ്പിളായിരുന്നു ഹണി ബീസ്, റോട്ടിഫേഴ്സ്, ലിസാർഡ്സ് ആൻഡ് ബേർഡ്സ് ലൈക്ക് ടർക്കി. ഇവരൊക്കെ അതിന് എക്സാമ്പിളായിരുന്നു. ഫീമെയിൽ ഗാമിറ്റ് മെയിൽ ഓർഗാനിസമായിട്ട് മാറുന്നതിന് പറയുന്ന വേർഡാണ് ശരിക്കും പാർത്തനോജെനസിസ്. ഇപ്പം ടോപ്പിക്കിൽ ഇതില്ല, കാരണം ആ ചാപ്റ്റർ ഇപ്പോൾ ഡിലീറ്റഡ് അല്ലേ. റീപ്രൊഡക്ഷൻ ഓർഗാനിസം ഓർത്ത് വെക്കണം. പാർത്തനോജെനസിസും പാർത്തനോകാർപ്പും എപ്പോഴും ക്വസ്റ്റ്യനിൽ ഒരുമിച്ച് വരുന്നതാണ്. കാർപ്പ് എന്ന് പറഞ്ഞ ഫ്രൂട്ടാണ്. അപ്പോൾ ഫെർട്ടിലൈസേഷൻ ഇല്ലാതെ ഫ്രൂട്ട് ഉണ്ടാകുമ്പോൾ എന്ത് പറയാം? പാർത്തനോകാർപ്പി എന്ന ഒരു ഓർഗാനിസമാണ്, ഇപ്പോൾ ആനിമലാണ് ഉണ്ടാകുന്നത്. അങ്ങനെയാകുമ്പോൾ അതിനാണ് പാർത്തനോജെനസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോളോ ചെയ്യുന്നില്ലേ മക്കളെ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ എത്ര ക്വസ്റ്റ്യൻ കണ്ടു നമ്മൾ ഈ ചാപ്റ്ററിൽ? 43 ആയി. ഇപ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യൻസ്, ഇത്രയും ക്വസ്റ്റ്യൻ നമ്മൾ ഒന്ന് ശരിക്കും ഒന്ന് നോക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മളെ എക്സാമിൽ ഇതിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളൂ. സോ ശരിക്കും നിങ്ങളൊന്ന് ഈ വീഡിയോ ഇനിയും കാണേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. അത് നോക്ക്. എ ഡേറ്റ് പാം സീഡ് ഡിസ്കവർഡ് ഡ്യൂറിങ് ആർക്കിയോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻ റീറ്റെയിൻ വയബിലിറ്റി ഈവൻ ആഫ്റ്റർ 10,000 years. ഓർമ്മയുണ്ടോ? ഈ ഒരു സംഭവം ഓർമ്മയുണ്ടോ? ഏത് പ്ലാന്റിലായിരുന്നു ഇങ്ങനെ പറയും 10,000 years സീഡ് വയബിലിറ്റി ഉണ്ട് എന്ന്? ലൂപ്പിനസ് ആർട്ടിക്കസ് അല്ലേ? ലൂപ്പിൻ പ്ലാന്റ്. എന്നാൽ 2000 year പറയുന്നത് ഏതായിരുന്നു?
ഡേറ്റ് പാം. ഇപ്പം ഇവിടെ ശരിക്ക് ഒരു മിസ്റ്റേക്ക് വന്ന ഈ ക്വസ്റ്റ്യനിൽ ഡേറ്റ് പാംസ് ഡിസ്കവേർഡ് ഡ്യൂറിങ് ആർക്കിയോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻ എന്നാണ് ക്വസ്റ്റ്യനിലുള്ളത്. ഇത് ശരിക്ക് നമുക്ക് ബോർഡ് എക്സാം ലെവലിൽ വന്നൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ 10,000 ഇയേഴ്സ് ഉണ്ടായിട്ട് വയബിലിറ്റി ഉണ്ടെന്ന് പറയുമ്പോൾ അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. 2,000 ഇയർ ആയിരുന്നു റിപ്പോർട്ട് ചെയ്തത് കേട്ടോ. ലൂപ്പിൻ പ്ലാന്റ് ആയിരുന്നു 10,000 ഇയർ. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്നും മനസ്സിലാക്കി വെച്ചത് എൻ സി ആർ ടി എന്നുള്ള വായിച്ചപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. 10,000 ഇയർ എന്ന് പറയുന്നത് ശരിക്കും ഇവിടെ ലൂപ്പിൻ എന്ന പ്ലാന്റിലാണ്. ഡേറ്റ് പാമിൽ ഇത്രയും 2,000 ഇയർ ആട്ടോ. ഓക്കെ, റിറ്റൻഷൻ ഓഫ് വയബിലിറ്റി ഈസ് ഡ്യൂ ടു സ്റ്റേറ്റ് ഓഫ് ഇനാക്ടിവിറ്റി ഓഫ് എംബ്രിയോ കോൾഡ്. നമുക്ക് റിറ്റൻഷൻ ഓഫ് വയബിലിറ്റി ഇങ്ങനെ റീറ്റെയിൻ ചെയ്യാനുള്ളൊരു കാരണം ഈ അവർക്ക് എന്തുള്ളത് കൊണ്ട് ഇറ്റ്സ് ഡ്യൂ ടു സ്റ്റേറ്റ് ഓഫ് ഇനാക്ടിവിറ്റി. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻ ഇതാ, ഇങ്ങനെ എംബ്രിയോയുടെ ഇനാക്റ്റീവായ സ്റ്റേറ്റിന് നമ്മൾ എന്താണ് പറയുക? പറയൂ, എന്താണ് പറയുന്നത്? സീഡ് ഡോർമെൻസി. അല്ലേ? സീഡ് ഡോർമെൻസി അല്ലേ? സീഡ് ഡോർമെൻസി എന്നല്ലേ പറയുന്നത്. സോ ഓർത്ത് വെക്കണേ, ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ്, ദ തിക്ക് പ്രൊട്ടക്റ്റീവ് കവറിങ് ഓഫ് ദി ഫ്രൂട്ട് ഈസ് നോൺ ആസ്. ഏതാണ് തിക്ക് പ്രൊട്ടക്റ്റീവ് കവറിങ് ഓഫ് ഫ്രൂട്ട്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, പെരിക്കാം. ചൂസ് ദി കറക്റ്റ് ആൻസർ. പാർത്തനോകാർപ്പി ഫ്രൂട്ടീസ്. പാർത്തനോകാർപ്പി ഫ്രൂട്ട് ഏതാണ്? പറ, ഇതിലേതാണ് പാർത്തനോകാർപ്പി ഫ്രൂട്ട്? ബനാന അല്ലേ? ആപ്പിൾ ഫാൾസ് ഫ്രൂട്ടാണ്. സ്ട്രോബെറി ഫാൾസ് ആണ്. ഗോവ ട്രൂ ഫ്രൂട്ടാണ്. സോ ഓപ്ഷൻ ഇവിടെ ബനാനയാണ്. നെക്സ്റ്റ്, ഇൻ മെനി ഗ്രാസസ് സീഡ്സ് ആർ ഫൗണ്ട് ഓൺലി ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ. There are reports that in some grasses seeds are formed without fertilization. Explain the phenomenon. What is the phenomenon? ചില ഗ്രാസിൽ സീഡ് ഉണ്ടാവുന്നു വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. അതിനെന്താ പറയുക? ടേം എന്താണ്? അപ്പോ മീൻസ് വിത്തൗട്ട്, മിക്സിസ് മീൻസ് ഫെർട്ടിലൈസേഷൻ. Apomixis is the formation of seed without fertilization inside the ovule. ഓർക്ക, ഫോർമേഷൻ ഓഫ് ഫ്രൂട്ട് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ആണെങ്കിൽ പാർത്തനോകാർപ്പി. ഫോർമേഷൻ ഓഫ് സീഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ആണെങ്കിൽ എന്താണ്? അപ്പോമിക്സിസ്. അതിന് എന്താ റീസൺ? വാട്ട് ഈസ് ദ റീസൺ ഫോർ അപ്പോമിക്സിസ്? ഇറ്റ് ഈസ് ഡ്യൂ ടു ഫോർമേഷൻ ഓഫ് ഡിപ്ലോയിഡ് എഗ് വിത്തൗട്ട് റിഡക്ഷൻ ഡിവിഷൻ. റിപ്പീറ്റ് അഗെയിൻ. It is due to formation of diploid egg without reduction division. സാധാരണ റിഡക്ഷൻ ഡിവിഷൻ മിയോസിസ് നടന്നല്ലേ എഗ് ഉണ്ടാവുക. അതായത് മെഗാസ്പോറോജനസിസിൽ നോർമലി എന്താ? മിയോസിസാണ്. ബട്ട് ഇവിടെ മിയോസിസ് ഇല്ല, മൈറ്റോസിസ്. അപ്പോൾ എന്തായിരിക്കും സ്പോറ്? ഡിപ്ലോയിഡ്. അപ്പോൾ എന്തായിരിക്കും എംബ്രിയോ സാക്കുലർ സെൽ? ഡിപ്ലോയിഡ്. അപ്പോൾ എഗ് എന്താണ്? ഡിപ്ലോയിഡ്. ഇങ്ങനെ ഡിപ്ലോയിഡ് ആയ എഗ് ഉണ്ടായാൽ പിന്നെ ഒരു ഡിപ്ലോയിഡ് എംബ്രിയോ ഉണ്ടാവാൻ ഒരു ഫെർട്ടിലൈസേഷൻ ആവശ്യമുണ്ടോ? അപ്പോൾ ഡയറക്റ്റ് എന്താവും? എംബ്രിയോ ആയിട്ട് മാറും. അപ്പോൾ ഒവ്യൂൾ എന്താവും? സീഡാവും. അപ്പോൾ ഒരു ഒവ്യൂള് സീഡാവാൻ ഉറപ്പായിട്ടും സൈഗോട്ട് എംബ്രിയോ ആയിട്ട് മാറിയേ പറ്റൂ. അപ്പോൾ ആ സൈഗോട്ട് ഉണ്ടാവാൻ ഫെർട്ടിലൈസേഷൻ ആവശ്യമില്ല എന്നാണ് ഇവിടുത്തെ പ്രത്യേകത. അതിന് കാരണം ഇവിടെ എന്തില്ല? മിയോസിസ് ഇല്ല. ക്ലിയർ? ഇങ്ങനെ കാണിക്കുന്ന പ്ലാന്റിന് എക്സാമ്പിൾ ആയിരുന്നു ഏത്? ഗ്രാസസ്, പിന്നെ സം സ്പീഷീസ് ഓഫ് ഗ്രാസസ് ആൻഡ് ആസ്റ്ററേഷ്യ. സൺഫ്ലവറിൻ്റെ ഫാമിലിയാണ് ആസ്റ്ററേഷ്യ. അതിലെ സ്പീഷീസ്, ചില സ്പീഷീസ്, അതുപോലൊപ്പം ഗ്രാസിലെ സ്പീഷീസ്, ഇവരാണ് ശരിക്കും ഇത് കാണിക്കുന്നത് അല്ലേ? ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് സെക്ഷൽ റീപ്രൊഡക്ഷൻ റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തു. സോ ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം നമ്മൾ ഇപ്പോൾ തിരിച്ചു വരുന്നതായിരിക്കും. നമുക്ക് അതിന് കുറച്ച് സമയം കൂടെ ഉള്ളൂ. നമ്മൾ ബയോടെക്നോളജിയിലേക്കാണ് പോകാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ റെഡി ആയിട്ടിരിക്കുക. ഉടനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ.
ഓക്കെ മക്കളെ, നമ്മൾ ബയോടെക് സ്റ്റാർട്ട് ചെയ്യാണ്. നിങ്ങൾക്കറിയാം ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ് ബയോടെക്. അപ്പോൾ അതിലുള്ള ക്വസ്റ്റ്യൻസ്, കുറേ ക്വസ്റ്റ്യൻ നമ്മളുടെ നല്ലൊരു കളക്ഷൻ നമ്മുടെ കയ്യിലുണ്ട്. ശരിക്കും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് നല്ല യൂസ് ആവും. ഉറപ്പായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. അത് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സമയം കുറവാണ്, ഞാൻ നേരെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. കൺസിഡർ യു ആർ അപ്പോയിൻറ്റഡ് ആസ് എ ബയോടെക്നോളജിസ്റ്റ് ഇൻ എ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഒന്ന് ആലോചിച്ച് നോക്ക്. വാട്ട് ആർ ദി ബേസിക് സ്റ്റെപ്സ് ടു ബി ഡിസൈൻ ടു പ്രൊഡ്യൂസ് എ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം? ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം ഉണ്ടാക്കാനുള്ള ബേസിക് സ്റ്റെപ്സ് ഓർമ്മയുണ്ടോ? 3 സ്റ്റെപ്പായിരുന്നു. 3 സ്റ്റെപ്പ് NCERTയുടെ ആ ചാപ്റ്ററിലെ സെക്കൻഡ് പേജിൽ തന്നെ നമ്പറിട്ട് ലിസ്റ്റ് ചെയ്യുന്ന 3 സ്റ്റെപ്പ്. ഒന്ന് എന്തായിരുന്നു? ഐഡന്റിഫിക്കേഷൻ ഓഫ് DNA വിത്ത് ഡിസൈറബിൾ ജീൻ. പഠിച്ചേക്കണേ ആ 3 സ്റ്റെപ്പ്, അങ്ങനെ തന്നെ പഠിച്ചേക്കണേ. ഐഡന്റിഫിക്കേഷൻ ഓഫ് DNA വിത്ത് ഡിസൈറബിൾ ജീൻ. 2, introduction of identified DNA into host cell. 3, maintenance of introduced DNA in host cell and transfer to its progeny cell. റിപ്പീറ്റ് അഗൈൻ. ഇനി പറയേണ്ട ആവശ്യമുണ്ടോ? പഠിച്ചല്ലേ ഇത്? ഓക്കെ, അടുത്തതിലോട്ട് പോട്ടെ. ഓക്കെ, റെഡി? പഠിച്ചേക്കണേ. നെക്സ്റ്റ്, റിംഗു. റിംഗു വിത്ത് എ സർക്കുലർ DNA കണ്ടെയ്ൻ സീക്വൻസ്. ഏതാ സീക്വൻസ്? GAATTC. She wishes to add a new segment of DNA into it. Okay. Identify the technology she planned. ഏതാണ് ടെക്നോളജി? rDNA technology, recombinant DNA technology. Suggest the specific enzyme to make a cut in the DNA with the above sequence. ഏതാണ് ആ സ്പെസിഫിക് എൻസൈം? പറ. സ്പെസിഫിക് എൻസൈം ഏതാണ്? റെസ്ട്രിക്ഷൻ എൻസൈം. ഏതാണ്? റെസ്ട്രിക്ഷൻ എൻസൈം അല്ലേ? അതിനെ കട്ട് ചെയ്യാൻ വേണ്ട എൻസൈം ഏതാ? റെസ്ട്രിക്ഷൻ എൻസൈം. എക്സാമ്പിൾ ഏത് പറയാം? ഇപ്പോൾ EcoR1. ഇപ്പോൾ ഈ സീക്വൻസ് കട്ട് ചെയ്യാൻ വേണ്ട സ്പെസിഫിക് എൻസൈം റെസ്ട്രിക്ഷൻ എൻസൈം ആണ്. അതിൽ EcoR1 ആണ് ആ എൻസൈം. ഏതാണ്? EcoR1. കാരണം സീക്വൻസ് ഇതാ, ഓർക്കണേ. ഈ സീക്വൻസ് കട്ട് ചെയ്യാനുള്ള എൻസൈം ഒരേ എൻസൈമേ ഉള്ളൂ. ഏതാണത്? EcoR1. നെയിം ദി കാറ്റഗറി ഓഫ് എൻസൈം യു സജസ്റ്റഡ്. ഏതാണ് കാറ്റഗറി? നമുക്ക് പറയാം റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് അല്ലേ? ഹൗ ദിസ് എൻസൈം ഐഡന്റിഫൈ ദി സീക്വൻസ്? This enzyme inspect the whole length of DNA and select particular sequence for making cut. Not at the center, little away from the center and between same two bases in opposite strand. Clear? Follow ചെയ്തോ? Yes. Draw the cut ends of the DNA with the sequence. എങ്ങനെയാണ് കട്ട് എൻഡ്സ്? ഇപ്പോൾ നിങ്ങൾക്കറിയാം GATTC എന്ന സീക്വൻസ് ഇവിടെ കാണിച്ചു. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവാം? നമുക്കിത് എങ്ങനെ കാണിക്കാം? GCTTAA ഇതുപോലെ അല്ലേ? GCTTAA അല്ലേ? ഇപ്പം ഇങ്ങനെയല്ലേ വരുന്നത്? യെസ്. അപ്പോൾ നിങ്ങൾക്ക് ടെസ്റ്റിലുള്ള ഡയഗ്രമാണ്, ഞാൻ ഷോർട്ടായിട്ട് കാണിച്ചതാണ്. ഓക്കെ, റെഡി? അപ്പോൾ അതുകൊണ്ട് സിംഗിൾ സ്ട്രാൻഡ്സ് ഇങ്ങനെ വരുന്നു. അപ്പോൾ ഓർത്ത് വെക്കുക, ഈ കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, ശരിക്കും പഠിച്ചേക്കുക കേട്ടോ. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസസ് ആർ ദി എൻസൈം യൂസ്ഡ് ടു കട്ട് DNA molecule. ഓക്കെ, ഗീവ് ദി ജനറൽ ടേം ഫോർ സ്പെസിഫിക് സീക്വൻസ് വേർ ദിസ് എൻസൈം കട്ട് ദി DNA. എന്താണ് ഈ സീക്വൻസിനെ വിളിക്കുന്ന ജനറൽ ടേം? റെക്കഗ്നിഷൻ സീക്വൻസസ്. ടേം പറ. റെക്കഗ്നിഷൻ സീക്വൻസസ്. Recognition sequences. Name the enzyme that join the foreign DNA and vector DNA. DNA ligase. Okay, ligase like gum, like molecular glues ആണ് എന്ത്? DNA ligase. Give any two procedures to introduce the recombinant DNA into host cell. നോക്ക്, റീകോം DNA ഒരു ഹോസ്റ്റ് സെല്ലിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ 2 ഓപ്ഷൻസ് ഉണ്ട്.
രണ്ട് ഓപ്ഷനല്ല, നമുക്ക് പറയാം ബാക്ടീരിയ ആണെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് അറിയുന്ന ഏതാ? ഇപ്പോൾ ബാക്ടീരിയയിൽ നമ്മൾ എന്ത് ചെയ്യും? വെക്ടേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതല്ലാതെ ഇപ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷൻ പറയാം. രണ്ട് ഓപ്ഷൻസ് പറയാം. ഒന്ന്, പ്ലാന്റിലേക്കാണ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ, പ്ലാന്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഫോളോ ചെയ്യുന്ന മെത്തഡാണ് ബയോളിസ്റ്റിക്സ്, ജീൻ ഗൺ. ഏതാണ്? ജീൻ ഗൺ. എന്നാൽ ആനിമലാണ് നമ്മൾ ഫോളോ ചെയ്യുന്ന മെത്തഡാണ് എന്ത്? മൈക്രോ ഇൻസെക്ഷൻ. അല്ലെ? മൈക്രോ ഇൻസെക്ഷൻ, മൈക്രോ ഇൻസെക്ടേഴ്സ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ജീൻ ഡെലിവർ ചെയ്യാൻ പറ്റും. ജീൻ ഗൺ അല്ലെങ്കിൽ വേറെ ടേം ബയോളിസ്റ്റിക്സ്. എന്താ ഓർമ്മയുണ്ടല്ലോ? പ്ലാന്റ് സെൽസ് ആർ ബൊംബാർഡഡ് വിത്ത് high velocity microparticles of tungsten or gold which are coated with DNA fragments. അറിയാലോ? അപ്പോൾ ഇങ്ങനെ രണ്ട് ഓപ്ഷൻ നമുക്ക് പറയാം. എന്താണ്? മൈക്രോ ഇൻസെക്ഷൻ ആൻഡ് ജീൻ ഗൺ. ഓക്കെ. നെക്സ്റ്റ്, while studying nucleotide sequence, Raj found the following sequence which can be recognized by some enzymes. ഓക്കെ, ഇപ്പോൾ ഇതാണ് സീക്വൻസ്. നേരത്തെ നമ്മൾ പറഞ്ഞു GATTC അല്ലേ? ഗീവ് സാലിൻ ഫീച്ചേഴ്സ് ഓഫ് ദി സീക്വൻസ്. എന്താണ് ഈ സീക്വൻസിൻ്റെ പ്രത്യേകത? ഇറ്റ് ക്യാൻ റീഡ് സെയിം ഓൺ ബോത്ത് സ്ട്രാൻഡ് വെൻ ദി ഓറിയൻറ്റേഷൻ ഓഫ് റീഡിങ് കെപ്റ്റ് സെയിം. വെൻ ദി ഓറിയൻറ്റേഷൻ ഓഫ് റീഡിങ് കെപ്റ്റ് സെയിം. മനസ്സിലായല്ലോ? ഇതിനെന്താ പറയുക? പാലിൻഡ്രോം സീക്വൻസ്. സോ ഇതിന് വേറെ ടേം ഇതായിരുന്നു, പാലിൻഡ്രോം സീക്വൻസ്. റൈറ്റ് ദി നെയിം ഓഫ് എൻസൈം വിച്ച് റെക്കഗ്നൈസ് സച്ച് സീക്വൻസസ്. റെക്കഗ്നീഷൻ അല്ലേ? ഏതാണ്? റെസ്ട്രിക്ഷൻ എൻസൈംസ്. സീക്വൻസിന് വിളിക്കുന്നതാണ് റെക്കഗ്നീഷൻ സീക്വൻസ് അല്ലെങ്കിൽ പാലിൻഡ്രോം സീക്വൻസ്. അതിൻ്റെ കട്ട് ചെയ്യുന്ന എൻസൈമിന് പറയുന്നത് എന്താണ്? റെസ്ട്രിക്ഷൻ എൻസൈംസ്, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ്. ഇലാബറേറ്റ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് എൻസൈം ഇൻ ജെനറ്റിക് എഞ്ചിനീയറിംഗ്. എന്താണ് ഈ എൻസൈമിൻ്റെ ഇമ്പോർട്ടൻസ് ജെനറ്റിക് എഞ്ചിനീയറിംഗിൽ? വി ക്യാൻ കട്ട് ഡിസൈറബിൾ DNA ഫ്രാഗ്മെൻറ്റ് ആൻഡ് ലിഗേറ്റ് ഇൻ ടു എ ഹോസ്റ്റ് DNA. അല്ലേ? ഒരു ഹോസ്റ്റ് DNAയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഡിസൈറബിൾ ഫ്രാഗ്മെൻറ്റ് കട്ട് ചെയ്ത് ലിഗേറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ഫോർ ജെനറ്റിക് എഞ്ചിനീയറിംഗ്. ജെനറ്റിക് എഞ്ചിനീയറിംഗിന് അല്ലെങ്കിൽ RDNA ടെക്നോളജിക്ക് ഹെൽപ്ഫുൾ ആയ ഒന്നാണ് എന്ത്? ഈ എൻസൈം. ജെനറ്റിക് എഞ്ചിനീയറിംഗ് ഇൻക്ലൂഡ് ക്രിയേഷൻ ഓഫ് റീകോംബിനന്റ് DNA വിത്ത് ദി ഹെൽപ്പ് ഓഫ് റെസ്ട്രിക്ഷൻ എൻസൈം. എക്സ്പ്ലെയിൻ ദി റീകോംബിനന്റ് DNA ടെക്നോളജി. എന്താണ് റീകോംബിനന്റ് DNA ടെക്നോളജി അല്ലെങ്കിൽ ജെനറ്റിക് എഞ്ചിനീയറിംഗ്? എന്താ? ഇറ്റ് ഈസ് ദ ടെക്നിക് ടു ഓൾട്ടർ. ടെക്സ്റ്റിൽ നമ്മൾ ആദ്യം പഠിക്കുന്ന പോയിന്റാണ് കെമിസ്ട്രി ഓഫ് ഓൾട്ടർ ദി കെമിസ്ട്രി ഓഫ് ജെനറ്റിക് മെറ്റീരിയൽ, either DNA or RNA, and introduce this into host, thus change the phenotype of the host. അല്ലേ? യെസ്. വാട്ട് ആർ റെസ്ട്രിക്ഷൻ എൻസൈംസ്? എന്താണ് റെസ്ട്രിക്ഷൻ എൻസൈംസ്? എൻസൈംസ് വിച്ച് ഹെൽപ്സ് ടു മേക്ക് കട്ട് ഇൻ DNA. അല്ലേ? DNA ഫ്രാഗ്മെൻറ്റേഷൻ ചെയ്യാൻ, കട്ട് ചെയ്യാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണിത് റെസ്ട്രിക്ഷൻ എൻസൈം. നെയിം റെസ്ട്രിക്ഷൻ എൻസൈം. ഏതാ ആൻസർ? EcoR1. ഇപ്പോൾ ഹിൻഡ് 2 ഉണ്ട്. ആദ്യത്തെ എൻസൈമായിരുന്നു എന്ത്? ഹിൻഡ് 2. ഹിൻഡ് 3 ഉണ്ട്. ഒരുപാടെണ്ണം ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഏത് വേണം പറയാം? ഐഡൻറ്റിഫൈ ദി പാലിൻഡ്രോം സീക്വൻസ് ഫ്രം ദി ഫോളോയിങ്. ഏതാണ് പാലിൻഡ്രോം സീക്വൻസ്? ഇപ്പോൾ ഇവിടെ ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് പറയാൻ പറ്റും. ഓപ്ഷൻ എ അല്ല വരുന്നത്, GAATTC അല്ലേ? രണ്ട് സ്റ്റാൻഡിലും ഒരുപോലെ വായിക്കാം, അതിൻ്റെ വായിക്കുന്ന ഓറിയൻറ്റേഷൻ സെയിം ആണെങ്കിൽ അല്ലേ? യെസ്. Dash are the enzyme used for cutting the DNA molecule into fragments. Okay. An example for this type of enzyme is EcoR1. What do EcoR and 1 stand for? Eco. ഇപ്പോൾ ഇവിടെ ശരിക്കും E ഒന്നാണ്, CO ഒന്നാണ്. എന്താണ്? എങ്ങനെയാണ് ഈ ഒരു ടേമിൻ്റെ ഒറിജിൻ? E സ്റ്റാൻഡ് ഫോർ ഫസ്റ്റ് ലെറ്റർ ഓഫ് ദി ജീനസ് എസ്ക്രീഷ്യ. സോ നമ്മൾ ഓർക്കണം, EcoR1 is a restriction enzyme extracted from Escherichia coli RY13. ഏത് ബാച്ചിൽ നിന്നാണ് എക്സ്ട്രാക്ഷൻ? Escherichia coli RY13. So first letter E which stand for first letter of the genus Escherichia, and next two letters CO which come from first two letter of the species coli, CO അല്ലേ? coli. The next letter R which come from first letter of the strain RY13, and the last Roman number very important. ഇപ്പോൾ ഈ മൂന്ന് കാര്യം നമുക്ക് ഈസി ആയിട്ട് ഓർക്കാൻ പറ്റും. പേരും തന്നെ നമുക്ക് അവൈലബിൾ ആണ് ഈ ഇൻഫർമേഷൻ. എന്താണ് ഈ റോമൻ നമ്പർ? റോമൻ നമ്പർ ഡിനോട്ട്
preferential order of isolation. അതായത് order in which enzyme isolated from that strain, the same strain. അതേ സ്ട്രെയിനിൽ നിന്ന് തന്നെ നമ്മൾ എൻസൈം എടുത്ത അതിൻ്റെ ഓർഡർ. സെറ്റ് ആദ്യം എടുത്തു കഴിഞ്ഞാൽ 1, പിന്നെ എടുത്തു കഴിഞ്ഞാൽ 2, വീണ്ടും എടുത്തു കഴിഞ്ഞാൽ 3, ഇങ്ങനെ ഓർഡർ ഓഫ് ഐസൊലേഷൻ ആണ് റോമൻ നമ്പർ ഡിനോട്ട് ചെയ്യുന്നത്. Sequence of base pair in DNA that read the same on both strands when the orientation of reading is kept same are called palindrome sequence. നേരത്തെ പറഞ്ഞില്ലേ? സോ palindrome sequence ക്വസ്റ്റ്യന് ചോദിക്കുന്ന പലപ്പോഴും വന്ന എന്തുകൊണ്ടാണ് റെക്കഗ്നിഷൻ സീക്വൻസിനെ പാലിൻഡ്രോം സീക്വൻസ് എന്ന് വിളിക്കുന്നത്? സോ വാട്ട് ഇസ് ദ റീസൺ? We can read same on both strands when the orientation of reading kept same. Ready? Yes. The discovery of restriction endonuclease is considered as the milestone in the history of genetic engineering. Which is the first discovered restriction endonuclease? പറയൂ. ഏതാണ്? Hint 2 is the first restriction endonuclease. And what are the criteria for naming restriction endonuclease? Criteria already പറഞ്ഞു. ഇനി പറയേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്തോളൂ അല്ലേ? ഓക്കെ. Restriction endonuclease recognizes specific sequence in the DNA. Name that sequence and write its peculiarity. നോക്കുക, എന്താണ് ആ സ്പെസിഫിക് സീക്വൻസ്? അതിനെന്താ വിളിക്കുക? റെക്കഗ്നിഷൻ സീക്വൻസ് അല്ലെങ്കിൽ പാലിൻഡ്രോം സീക്വൻസ്. അതിൻ്റെ പെക്യുലാരിറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ്, ഇപ്പോൾ പറഞ്ഞേ ഉള്ളൂ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദി ഐറ്റം ഫോർ കോളം എ ആൻഡ് കോളം ബി. നോക്ക്, ക്ലോണിംഗ് വെക്റ്റർ ഏതാണ്? ഏതാണ്? PBR322. Then separation of DNA fragments, electrophoresis. ഇവിടെ എല്ലാം നമ്മൾ ലെറ്റർ എ എന്നാണ് കൊടുത്തേക്കുന്നത്, മിസ്റ്റേക്ക് ഉണ്ട്, സോറി. ബി ഏതാണ്? ഇലക്ട്രോഫോറസിസ്. PCR ടാഗ് പോളിമറേസ്. സി എന്താണ്? PCR. കൺവേർട്ട് റോ മെറ്റീരിയൽ ഇൻ ടു സ്പെസിഫിക് പ്രോഡക്ട്സ് എന്താണ്? ബയോറിയാക്ടർ. ഡി. ക്ലിയർ? മനസ്സിലായല്ലോ? ഇപ്പോൾ ക്ലോണിംഗ് വെക്റ്റർ PBR322, സെപ്പറേഷൻ ഓഫ് DNA ഫ്രാഗ്മെന്റ്സ്, ഇലക്ട്രോഫോറസിസ്. PCR എന്താണ്? ടാഗ് പോളിമറേസ്. കൺവേർട്ട് റോ മെറ്റീരിയൽസ് ഇൻ ടു സ്പെസിഫിക് പ്രൊഡക്ട്സ്, ബയോറിയാക്ടർ. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ്, restriction endonuclease enzyme are used to cut the DNA at specific sequence. ഓക്കെ, DNA സ്പെസിഫിക് സീക്വൻസിൽ കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? റെസ്ട്രിക്ഷൻ എൻസൈം. റൈറ്റ് ദി നെയിം ഫസ്റ്റ് ഐസൊലേറ്റഡ് വൺ, ദാറ്റ് ഈസ് ഹിന്റ് 2. പറഞ്ഞു. റൈറ്റ് ദി കൺവെൻഷൻ ഫോർ നെയിമിങ് ദി എൻസൈം. അപ്പോൾ ഇത് ആവർത്തിച്ച് എന്തുകൊണ്ട് ഇതിങ്ങനെ പലപ്പോഴും ഓരോ വർഷം കഴിയുമ്പോൾ ഫൈനൽ എക്സാമിലെ ക്വസ്റ്റ്യൻ ഇതന്നെ ആവർത്തിച്ച് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങളെ ബോർഡ് എക്സാമിന് ഇതന്നെ ഇനി ചോദിക്കാൻ പോകാനുള്ളത്, വേറെ ഒന്നും ഇനി കൂടുതൽ ക്വസ്റ്റ്യനൊന്നുമില്ല. അപ്പം പ്രീവിയസ് ഇയർ ബേസ്ഡ് ആയ ക്വസ്റ്റ്യനിൽ മെജോറിറ്റി വന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാകുന്ന, എത്ര പ്രാവശ്യം ഇപ്പോൾ റിപ്പീറ്റ് ചെയ്ത് ഒരേ കാര്യം തന്നെ പല പാറ്റേണിൽ. സോ ശ്രദ്ധിക്കുക കേട്ടോ. Given figure shows the sequence of DNA that can be cut down by restriction endonuclease. Name the sequence. ഏതാണ് സീക്വൻസ്? എന്താണ്? പാലിൻഡ്രോം സീക്വൻസ് അല്ലേ? അല്ലെങ്കിൽ എന്താ പറയാം? റെക്കഗ്നിഷൻ സീക്വൻസ്. Write down the name of restriction endonuclease which recognize the above sequence. ഏതാണ് റെസ്ട്രിക്ഷൻ എൻസൈം ഇവിടെ? EcoR1. EcoR1. കാരണം സീക്വൻസ് എന്താ? GAATTC അല്ലേ? അപ്പോൾ എൻസൈം ഏതാ? EcoR1. Okay. What is the function of restriction endonuclease in recombinant DNA technology? എന്താണ് recombinant DNA ടെക്നോളജിയിൽ റെസ്ട്രിക്ഷൻ endonucleaseന്റെ ഫംഗ്ഷൻ? വെരി സിമ്പിൾ. ലിങ്ക് ടുഗദർ ഫ്രാഗ്മെന്റ്സ് ഓഫ് DNA ആണോ? അല്ല. Make millions of copies of DNA. So right one, no doubt. Cut DNA into many fragments. DNA കട്ട് ചെയ്ത് ഒരുപാട് ഫ്രാഗ്മെന്റ്സ്. അപ്പോൾ സെപ്പറേറ്റ് ദി ഫ്രാഗ്മെന്റ്സ് ഓഫ് DNA ആരുടെ റോളാണ്? ജെൽ ഇലക്ട്രോഫോറസിസിലല്ലേ? അല്ലേ? യെസ്. ഓപ്ഷൻ ഏതാണ്? സി. Diagram shows a typical agar cell showing migration of DNA fragments. Which of the bands has the largest and smallest DNA fragments? നോക്ക്, ലാർജസ്റ്റ് ഏതായിരിക്കും? എ ആയിരിക്കും ലാർജസ്റ്റ്. ഇത് ലാർജസ്റ്റ് അല്ലേ? അപ്പം ലാർജസ്റ്റ് നമുക്ക് പറയാം എ. ലാർജസ്റ്റ് ഫ്രാഗ്മെന്റ്സ് ഏതാണ്? എ ആണ്. ഓക്കെ, എ ഇസ് ദി ലാർജസ്റ്റ്. ഞാനിവിടെ എഴുതാം എ. എന്നാൽ സ്മോളസ്റ്റ് ഏറ്റവും മുമ്പിലുള്ള ഏതാണ്?
ഇ അല്ലേ, അപ്പോൾ നമുക്ക് പറയാം ഇ ആണ് സ്മോളസ്റ്റ്. ഓക്കെ, അപ്പോൾ ലാർജസ്റ്റ് ആയ ആൾക്കാർ എപ്പോഴും ബാക്കിലോട്ടും സ്മോളസ്റ്റ് ആയ ആൾക്കാർ ഏറ്റവും മുമ്പിലോട്ടും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഹൗ ക്യാൻ യു മേക്ക് ഫ്രാഗ്മെന്റ്സ് ഓഫ് DNA ഫോർ ഇലക്ട്രോഫോറസിസ്? ബൈ ദി റെസ്ട്രിക്ഷൻ എൻസൈം ഡൈജഷൻസ് അല്ലേ, റെസ്ട്രിക്ഷൻ എൻസൈംസിൻ്റെ ആക്ടിവിറ്റിയിലൂടെ എന്ത് ചെയ്യാം, ഫ്രാഗ്മെന്റ്സ് ഉണ്ടാക്കാം. എക്സ്പ്ലെയിൻ ദി സെപ്പറേഷൻ ഓഫ് DNA ഫ്രാഗ്മെന്റ് യൂസിങ് ഇലക്ട്രോഫോറസിസ്. Negatively charged DNA fragments are forced to move toward anode under an electric field through a medium or matrix. ഒരു മാട്രിക്സിലൂടെ മീഡിയത്തിലൂടെ DNA ചാർജുകൾ, എങ്ങനെയുള്ള നെഗറ്റീവ് ചാർജുള്ള DNA ഫ്രാഗ്മെൻറ്റ്സിനെ നമ്മൾ ഫോഴ്സ് ചെയ്യുന്നു. അതിന് വേണ്ടി നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യണം അല്ലേ. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. ക്ലിയർ? ദെൻ we are using agrosel as media. Agrosel usually used as media or matrix which has been perforated. It shows sieving effect. ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. പെർഫറേഷൻ ഉണ്ട് അല്ലെങ്കിൽ സീവിങ് എഫക്റ്റ് ഉണ്ട്. So that smaller fragments will move farther than larger fragments. Clear? ഇതാണ് അതിൻ്റെ ആക്ഷൻ. Okay. Point out the method to visualize the separated DNA fragments after electrophoresis. നോക്ക് എങ്ങനെ നമുക്ക് വിഷ്വലൈസേഷൻ ചെയ്യാം. വിഷ്വലൈസേഷൻ ഓഫ് DNA fragments, we can visualize DNA fragments as bright orange colored bands when we treated with enzyme and treated with the stain. ഏതാണ്? എത്തിഡിയം ബ്രോമൈഡ്. സ്റ്റെയിൻ ആണ് എത്തിഡിയം ബ്രോമൈഡ്, followed by keeping on UV lamp. നമ്മൾ UV ലാമ്പിൽ വെച്ചു, എത്തിഡിയം ബ്രോമൈഡ് സ്റ്റെയിൻ ചേർത്തു, UV ലാമ്പിൽ വെച്ചു. അപ്പോൾ നമുക്ക് എങ്ങനെ കാണാം? ബ്രൈറ്റ് ഓറഞ്ച് കളർഡ് ബാൻഡ്സ് ആയിട്ട് നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ്, gel electrophoresis is a technique to separate fragments of DNA from mixture. Some of the events of electrophoresis are given below. Arrange the events in order. എങ്ങനെയാണ്? ഏറ്റവും ആദ്യം എന്തായിരിക്കും? ഫോഴ്സ് DNA to move through gel 1. Next, stain the DNA with ethylene bromide 2. Expose to UV 3. Cut out DNA bands 4. അല്ലേ? Yes. The following photographs show the result of technique of showing separation of DNA. ഏതാണ് ഇത്? Agrosel electrophoresis. Name the technique. ഏതാണ്? Agrosel electrophoresis. How is separated DNA visualized as bright orange colored bands when we treated with ethylene bromide stain, followed by keeping on UV lamp. Okay. DNA fragments of size 500 base pair, next 1600 base pair, 2000 base pair are separated by the process. Which fragment will migrate fast and why? 500 base pair, because this is the smallest fragment. ഈ കൂടുതൽ ഏതാ? സ്മോളസ്റ്റ്. 500 base pair അല്ലേ? Smaller fragments will move farther than larger fragments because agrosel shows a sieving effect. Okay, ready? Yes. നെക്സ്റ്റ്, ഐഡൻറ്റിഫൈ ദി ഫിഗർ. ഒക്കെ ഉണ്ടോ? ഇപ്പോൾ നമ്മൾ ആ ഒരു ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻസ് തന്നെ ഇത് സെറ്റ് ചെയ്താണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇത് ക്വസ്റ്റ്യനിലൂടെ നോടിച്ച് പോയാൽ മതി. അപ്പോൾ എങ്ങനെയൊക്കെ ഈ ക്വസ്റ്റ്യൻ വരും, ഈ ടോപ്പിക്കിൽ എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ടാവും നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ ശരിക്കും ഒരേ ടോപ്പിക്കിലുള്ള ഡിഫറെൻറ്റ് പാറ്റേൺ ക്വസ്റ്റ്യൻ ശരിക്കും അറിയണം. എങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏത് ക്വസ്റ്റ്യൻ വന്നാലും പ്രോബ്ലം ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ റിപ്പീറ്റേഷനായിട്ട് തോന്നേണ്ട, ഓരോ ക്വസ്റ്റ്യൻ ഒരേ ടോപ്പിക്കിൽ പല മോഡൽ ക്വസ്റ്റ്യൻസ് നമ്മൾ കാണുന്നതാണ് ഏറ്റവും നല്ലത്. എന്നാൽ പിന്നെ നമുക്ക് നല്ല കോൺഫിഡൻ്റ് ആവാൻ പറ്റും. ഐഡൻറ്റിഫൈ ദി ഫിഗർ ഗിവൺ ബിലോ ആൻഡ് എക്സ്പ്ലെയിൻ ദി പ്രിൻസിപ്പിൾസ് ബിഹൈൻഡ് ഇറ്റ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു. എങ്ങനെയായിരുന്നു? നെഗറ്റീവ്ലി ചാർജ്ഡ് DNA fragments are forced to move toward the anode under an electric field through a medium or matrix. ദെൻ നമ്മൾ ബാക്കി കാര്യങ്ങൾ പറഞ്ഞാണ്. അപ്പോൾ ആ കാര്യം ശരിക്കും പഠിച്ചേക്കണേ, ഒരുപാട് പ്രാവശ്യം വന്നതാണ്. DNA fragments can be separated using gel electrophoresis. Name the gel used in this technique. Agrosel. Write the name of technique used to remove DNA from the gel. ഇതിനെന്താ പറയുക? എല്യൂഷൻ. ഈ ടേം ഓർത്തേക്കണേ. ടെക്നിക് ഓഫ് ഐസൊലേഷൻ അല്ലെങ്കിൽ കട്ട് ഔട്ട് ദി ഐസൊലേഷൻ ഓഫ് DNA fragment ഫ്രം ജെൽ പീസ്. അതാണ് എന്ത്? എല്യൂഷൻ അല്ലേ? Then electrophoresis is a method commonly used in biotechnology. Write briefly about gel. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. In gel electrophoresis, the separate DNA fragments can be visualized after staining. Name the stain used for it. പറ. ഷോർട്ടിങ്ങിനെ എഴുതാൻ ETBR എന്ന് പറഞ്ഞാൽ എത്തിഡിയം ബ്രോമൈഡ്.
ethidium bromide. Is it yes. Rashid isolated natural plasmid from a bacterium and is planning to facilitate cloning. Okay. What are the minimum requirements for the considering the isolated plasmid as a vector? Minimum requirements. There are three essential features. Number one, origin of replication. Uri. Number two, selectable marker. Number three, cloning sites. How he identifies whether the foreign DNA is inserted or not after cloning. എങ്ങനെയാണ് നമുക്ക് ഇൻസെർട്ടഡ് ആണോ എന്ന് അറിയാൻ പറ്റുന്നത്? ഇപ്പോൾ നോക്ക്, DNA ഇൻസെർട്ടഡ് ആണോ എന്ന് അറിയാൻ എന്താ ചെയ്യുക? If DNA is inserted in the antibiotic resistant gene, like പറയുന്നതായിരുന്നു tetracycline resistance, then recombinant will not, എന്താ പറയുക, റീകോമ്പിനൻസിൽ എന്തുണ്ടാവില്ല? ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവോ? സോ എന്താ പറയുക, റീകോമ്പിനൻസ് വിൽ നോട്ട് സർവൈവ് ഇൻ ടെട്രാസൈക്ലിൻ കൺസിസ്റ്റിംഗ് മീഡിയ. മനസ്സിലായല്ലോ? നോൺ റീകോമ്പിനൻറ്റ് വിൽ സർവൈവ് ഇൻ ടെട്രാസൈക്ലിൻ കൺസിസ്റ്റിംഗ് മീഡിയ. അപ്പോൾ റീകോമ്പിനൻ്റ് ആണ് എന്ന് പറഞ്ഞ് ഇൻസേഷൻ ഉണ്ടെങ്കിൽ ദേ കനോട്ട് സർവൈവ് ഇൻ ടെട്രാസൈക്ലിൻ കൺസിസ്റ്റിംഗ് മീഡിയ. ബട്ട് നോൺ റീകോമ്പിനൻറ്റ് എന്ന് പറഞ്ഞാൽ ഇൻസേഷൻ ഇല്ലാത്തവർക്ക് ദേ ക്യാൻ സർവൈവ് ഇൻ ടെട്രാസൈക്ലിൻ കൺസിസ്റ്റിംഗ് മീഡിയ ഡ്യൂ ടു ഇൻസേഷൻ ഇനാക്ടിവേഷൻ. ക്ലിയർ അല്ലേ? സിമ്പിളാണ്. ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻറ്റ് ജീനിൽ ഇൻസേർട്ടഡ് ആണെങ്കിൽ അവർ റീകോമ്പിനൻ്റ്. അവരെന്ത് ചെയ്യും? ടെട്രാസൈക്ലിൻ കൺസിസ്റ്റിംഗ് മീഡിയയിൽ ഡെഡ് ആവും. ബിക്കോസ് അവർക്ക് ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ജീൻ ഇല്ല. അത് ഇൻസേഷൻ ഇനാക്ടിവേഷൻ ഇനാക്റ്റീവായി. എന്നാൽ നോൺ റീകോമ്പിനൻറ്റ് ക്യാൻ സർവൈവ് ഇൻ ടെട്രാസൈക്ലിൻ കൺസിസ്റ്റിംഗ് മീഡിയ ബിക്കോസ് അവർക്ക് എന്തില്ല? ഇൻസേഷൻ ഇനാക്ടിവേഷൻ ഇല്ല. നെക്സ്റ്റ്, ദ എബവ് പിക്ചർ ഷോ ദി ക്ലോണിംഗ് വെക്റ്റർ PBR322. വാട്ട് ഈസ് ഒറി? ഗീവ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ്. ഒറി എന്ന് പറഞ്ഞാൽ എന്താ? എ സീക്വൻസ് ഓഫ് ബേസ് പെയർ ഫ്രം വേർ ദി റെപ്ലിക്കേഷൻ പ്രോസസ് സ്റ്റാർട്ട്സ്. ഓക്കെ, ദെൻ എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്? ഇറ്റ് ഈസ് ദി സീക്വൻസ് വേർ എന്ത് ഒന്ന് പറഞ്ഞു, റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇഫ് എനി പീസ് ഓഫ് DNA ഫ്രാഗ്മെന്റ് ഇൻസെർട്ടഡ് ടു സീക്വൻസ് ഓഫ് ഒറി, ഇറ്റ് ക്യാൻ ബി റെപ്ലിക്കേറ്റഡ് ഇൻ ടു മെനി കോപ്പീസ് വിത്തിൻ ദി ഹോസ്റ്റ് സെൽ. അല്ലേ? ഇനി ഇറ്റ് വിൽ കൺട്രോൾ ദി കോപ്പി നമ്പർ. മൂന്ന് കാര്യമാണ്. ഒന്ന്, റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? Any piece of DNA ligated into sequence or it can be made to replicate into many copies. 3, it control the copy number. ഓർത്തല്ലോ? How does the insertion of foreign DNA at BAMH1 site selected? What is AM bar? നോക്ക്, എങ്ങനെയാണ് BAMH1 സൈറ്റിൽ ഒരു ഇൻസേഷൻ ഉണ്ടെങ്കിൽ സെലക്ട് ചെയ്യുന്നത്? If a ligation is present at BAMH1 site, then the bacteria cannot survive in tetracycline consisting media due to insertion inactivation. കേട്ടോ, ഞാൻ സ്ലോല പറഞ്ഞ ഓർത്തല്ലോ. എന്നടുത്ത് എന്താണ് ആംബാർ? ഇറ്റ് ഈസ് ദി ആംബിസിലിൻ റെസിസ്റ്റൻസ് ജീൻ, എ മാർക്കർ, സെലക്ടബിൾ മാർക്കറാണ്. ഒരു ആംബിസിലിൻ റെസിസ്റ്റൻസ് ജീനാണ് എന്ത്? ആംബാർ എന്ന് പറയുന്നത്. അല്ലേ? ഹൗ മെനി ക്ലോണിംഗ് സൈറ്റ്സ് ഡെപിക്റ്റഡ് ഇൻ ദി വെക്റ്റർ ആസ് ഷോൺ ഇൻ ദി ഫിഗർ? നോക്ക്, ഇവിടെ എത്ര ഇപ്പോൾ കാണിച്ചത്? PST1 PU 2 EQR1 BAMH1 4, ദെൻ PV2 5. അല്ലേ? ഇവിടെ ശരിക്ക് വേറെ ഏതായിരുന്നു? ക്ലാ1 ഉണ്ടായിരുന്നു, ഹിൻതേർഡ്, അതിവിടെ കാണിച്ചില്ല. ഇവിടെ കാണിച്ചപ്പോൾ 5 എണ്ണോ അല്ലേ? 5. In classroom seminar on cloning vectors, your friend asked to explain the steps to introduce the plasmid DNA into bacterial cell. Micro insertion biologist answers his question. എങ്ങനെയാണ്? A bacterial cell can be made to a competent host by treating with a specific concentration of divalent cation Ca2+. അല്ലേ? ആദ്യം കോമ്പിറ്റൻ്റ് ആക്കി. ദെൻ എന്ത് ചെയ്യണം? ദിസ് മിക്സർ ഓഫ് കോമ്പിറ്റൻറ്റ് ഹോസ്റ്റ് ആൻഡ് റീകോമ്പിനൻറ്റ് DNA incubated in initially briefly 0 degree Celsius on ice, then change into 42 degree, again back to 0 degree. That technique is termed as, പറ, ഇനെന്താ പറയുക? ഹീറ്റ് ഷോക്ക്.
ഇതാണ് ബാക്ടീരിയയുടെ കേസിൽ. മൈക്രോ ഇഞ്ചക്ഷൻ എന്താണ് മൈക്രോ ഇഞ്ചക്ഷൻ? ഇറ്റ് ഈസ് ദ ടെക്നിക് യൂസ്ഡ് ഇൻ ആനിമൽ സെൽ. അല്ല, DNA fragments are injected into animal cell by using micro injectors. Biologists used in plant cell. Plant cells are bombarded with the high velocity microscopic particles like tungsten or gold as coated with the DNA fragments. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്, ഞാൻ അതുകൊണ്ട് ഫാസ്റ്റായിട്ട് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്. ബയോളജിസ്റ്റ് മൈക്രോ ഇഞ്ചക്ഷൻ ഓർക്കുക. നെക്സ്റ്റ് നോക്ക് during genetic engineering, vector with foreign DNA is transferred into a host bacterium. Next target will be the selection of transformants from non-transformants. How antibiotic resistance and insertion inactivation are exploited for this purpose. നോക്ക് എങ്ങനെ നമുക്ക് ട്രാൻസ്ഫോർമെൻറ്റിനെ നോൺ ട്രാൻസ്ഫോർമെൻറ്റിൽ നിന്ന് സെലക്ട് ചെയ്യാം. ട്രാൻസ്ഫോർമെൻ്റ് ആയ ആളുകൾക്ക് എന്തുണ്ടാവും? ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ആംബിസിലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവും, അല്ലേ? നോൺ ട്രാൻസ്ഫോർമെൻ്റ് ആയ അയാൾക്ക് റീകോമിനൻ്റ് DNA കയറിയിട്ടില്ല, അവർക്ക് പ്ലാസ്മിഡ് കയറിയിട്ടില്ല, അവർ നോൺ ട്രാൻസ്ഫോർമെൻ്റാണ്. സോ ട്രാൻസ്ഫോർമെൻറ്റ് ഹാവ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ്, ബട്ട് നോൺ ട്രാൻസ്ഫോർമെൻറ്റ്സ് വിൽ നോട്ട് ഹാവ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ്. സോ they become dead in the presence of antibiotic like ampicillin or tetracycline. ആംബിസിലിൻ അല്ലെങ്കിൽ ടെട്രാസൈക്ലിൻ പോലുള്ള ആൻറ്റിബയോട്ടിക്കിൻ്റെ പ്രസൻസിൽ ആര് ഡെഡ് ആവും? നോൺ ട്രാൻസ്ഫോർമെൻറ്റ് ഡെഡ് ആവും. എന്നാൽ ആര് അലൈവ് ആയിരിക്കും? ട്രാൻസ്ഫോർമെൻറ്റ് അലൈവ് ആയിരിക്കും. ക്ലിയർ അല്ലേ? ക്ലിയർ. ട്രാൻസ്ഫോർമെൻറ്റ്സ് വിൽ ഗ്രോ in antibiotic containing media like ampicillin or tetracycline, but non-transformants will not grow in antibiotic consisting media like ampicillin or tetracycline. Okay. Jaya, read a biotechnology book that alien DNA can be introduced in the host cell by microinjection and biologists. Explain this method. Already discussed ചെയ്തു അല്ലേ? യെസ്. കണ്ടോ ക്വസ്റ്റ്യൻസ് കണ്ടോ, പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് പരിചയപ്പെട്ടുള്ളൂ കേട്ടോ. There are many features required to facilitate successful cloning into vector. Write shortly any two such features required by vector. നോക്ക്, ക്ലോണിങ്ങിന് ഡിഫറെൻറ്റ് മെത്തേഡ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ ക്ലോണിങ്ങിൽ ഫോളോ ചെയ്യുന്ന മെത്തേഡ് എന്തൊക്കെയാണ് അല്ലേ? ബാക്ടീരിയയിൽ ചെയ്യുന്ന അല്ലെങ്കിൽ ആനിമൽസിൽ എങ്ങനെയാണ് അല്ലേ? മൈക്രോ ഇഞ്ചക്ഷൻ. ദെൻ പ്ലാന്റ്സിൽ ഇതാണ് ബയോളിസ്റ്റിസ്. അപ്പോൾ ഇത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ ഓർത്ത് വെക്കുക. നെക്സ്റ്റ്, മാനിപ്പുലേറ്റിംഗ് വിത്ത് ന്യൂക്ലിക് ആസിഡ് ഇസ് എ ട്രെൻഡ് ഇൻ ബയോടെക്നോളജി. നെയിം എനി വൺ ഓർഗാനിസം യൂസ്ഡ് ആസ് വെക്ടർ. വെക്ടറായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഓർഗാനിസം ഏതാണ്? അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ്. അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ് ഇതാണ് പ്ലാന്റ്സിൽ ഉപയോഗിക്കുന്ന വെക്ടർ. ഇനി ആനിമൽസിൽ ഇതിന് പകരം എന്താ ഉപയോഗിക്കുക? റിട്രോ വൈറസ്. എന്താണ് DNA പോളിമറൈസ്? ഡിയോക്സി ന്യൂക്ലിയോടൈഡിനെ പോളിമറൈസ് ചെയ്ത് ഒരു ജനറ്റിക് മെറ്റീരിയൽ ആക്കി മാറ്റുന്ന, ഒരു DNA ആക്കി മാറ്റുന്ന എൻസൈമിനെ എന്ത് പറയുന്നത്? DNA പോളിമറൈസ്. DNA പോളിമറൈസ് എന്ന എൻസൈം ഇസ് ഹെൽപ്സ് ടു പോളിമറൈസേഷൻ ഓഫ് deoxynucleotide into a genetic material, into a DNA. Yes. Then what is plasmid? Name three features required for cloning. Already discuss ചെയ്തു. ഒറിജിനൽ റെപ്ലിക്കേഷൻ. ഇപ്പോൾ നമ്മളിനി കുറച്ച് ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യാണ്, നമുക്ക് ടൈം ലിമിറ്റഡ് ആയതുകൊണ്ട്. എക്സ്പാൻഡ് ദി ഷോർട്ട് ഫോംസ് യൂസ്ഡ് ഇൻ ബയോടെക്നോളജി. PCR എന്താണ്? പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. ഇത് നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിൽ വരുന്നതാണ്. ഏത് ചാപ്റ്ററിലാണ്? അപ്ലിക്കേഷൻ. അത് പഠിച്ചിട്ടുണ്ടാവാം. എലീസ, എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബൻ്റ് അസേ. GEAC, ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റി. GMO എന്താണ്? ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം. Okay, use of thermostable DNA polymerase from the bacterium Thermus aquaticus made it possible to generate billions of copies of DNA in a very short time using a process. In a very short time using a process. ഏതാണ് പ്രോസസ്? PCR, polymerase chain reaction. Name three important steps involved in this process. പറ. Denaturation, annealing, extension. അപ്പോൾ ഇതാണ് നിങ്ങൾക്കറിയാം. ഈ സ്റ്റെപ്സാ ചോദിക്കുന്നത്. എ എന്താണ്? ഡിനാച്ചുറേഷൻ. ബി അനീലിംഗ്, പ്രൈമർ അനീലിംഗ്. സി എന്താണ്? എക്സ്റ്റൻഷൻ. മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് ജീനോം ക്യാൻ ബി സിന്തസൈസ്ഡ് ഇൻ വിട്രോ. അപ്പോൾ ഇതൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ ഒരു സെക്ഷനിലുള്ള പല ക്വസ്റ്റ്യൻസ് ആണ്. PCR ആണ് ഇതിലെല്ലാം ആൻസറും തന്നെയാണ് PCR. റിക്വയർമെൻറ്റ്സ് ഓഫ് PCR എന്തൊക്കെയാണ്? എ പെയർ ഓഫ് എന്താ പറയുക? പ്രൈമേഴ്സ് വേണം അല്ലേ? 2 സെറ്റ് ഓഫ് പ്രൈമേഴ്സ്. പിന്നെ ഏതാണ്?
സെലക്ട് ടു സെറ്റ് ഓഫ് പ്രൈമേഴ്സ് വേണം. പിന്നെ DNA പോളിമറൈസ്, അതായത് ടാക് പോളിമറൈസ് ആയിരുന്നു. ദെൻ ഡിയോക്സി ന്യൂക്ലിയോടൈഡ്സ്. ഇത് മൂന്നുമാണ് റിക്വയർമെൻറ്റ്സ് അല്ലേ? യെസ്. Genetic engineering is promising branch recently developed in biological science. Expand PCR already പറഞ്ഞു. Polymerization reaction. Isolation of DNA from plant cell involve many steps അല്ലേ? Explain the different steps. പ്ലാന്റ് സെല്ലിൽ നിന്നും DNA ഐസൊലേറ്റ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ സ്റ്റെപ്പാണ് ഫോളോ ചെയ്യുക? അപ്പോൾ ഇവിടെ ശരിക്കും നിങ്ങൾക്കറിയാം, DNA ഐസൊലേഷൻ ഒരു പ്ലാന്റ് സെല്ലിൽ നിന്നാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സെല്ലുലേസ് എന്ന എൻസൈമാണ്. സെല്ലുലേസ് എന്ന എൻസൈം വെച്ച് എന്ത് ചെയ്യുന്നു? സെൽ വാൾ റിമൂവ് ചെയ്യുന്നു. ലേറ്റർ ഡിഫറെൻറ്റ് എൻസൈംസ് ലൈക്ക് പ്രോട്ടീസ്, പിന്നെ അതുപോലെ കാർബോഹൈഡ്രേറ്റ്സ്, ലിപ്പേസ്, അറ്റ് ലാസ്റ്റ് DNA ഐസൊലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അതിലേക്ക് ആഡ് ചെയ്യുന്ന ഒരു കെമിക്കൽ ഫോർ ദി പ്രസിപ്പിറ്റേഷൻ ഓഫ് DNA വി ഹാവ് ടു ആഡ് ഏതായിരുന്നു? സില്ലഡ് എഥനോൾ ആണ് അല്ലേ? സില്ലഡ് എഥനോൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രസിപ്പിറ്റേറ്റ് ആവും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? DNA അത് വൈൻഡ് ഓവർ ചെയ്യാം. ഓക്കെ. റീകോമ്പിനൻറ്റ് DNA ടെക്നോളജി ഈസ് എ കോംപ്ലക്സ് പ്രോസസ്. റൈറ്റ് ഡൗൺ ദി. ഇപ്പോൾ സ്റ്റെപ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ ആ സ്റ്റെപ്പില്ലേ, അത് നമുക്ക് കഴിഞ്ഞ നീറ്റ് എക്സാമിലൊക്കെ വന്നത് തന്നെയാണ്. ഐസൊലേഷൻ ഓഫ് DNA, ഫ്രാഗ്മെൻറ്റേഷൻ ഓഫ് DNA ബൈ യൂസിങ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്, isolation of desirable DNA fragment, then ligation of DNA fragment to the vector, transfer of rDNA into a host cell, culturing of host cell in large scale, in a medium and large scale, the last one extraction of desired product. steps very important. കറക്റ്റ് ഓർഡർ ചോദിക്കാറുണ്ട്. 4 സ്റ്റെപ്പ് തന്ന് ഓർഡറിലാക്കാൻ ചോദിക്കാം. അപ്പോൾ ശരിക്കും അത് പഠിച്ചേക്കണം. സ്റ്റെപ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. സോ നമുക്ക് ഇനി സമയം കുറവായതുകൊണ്ട് നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാണ്. ബയോറിയാക്ടർ അറിയാലോ അല്ലേ? പാർട്ടുകൾ, മോട്ടോർ, ദെൻ ഫ്ലാറ്റൻ ബ്ലേഡ്സ്, ഇനി അതുപോലെ ഫോം ബ്രേക്കർ. അപ്പോൾ ആണ് മോട്ടോർ, മോട്ടോർ, B ഫോം ബ്രേക്കർ, C ഫ്ലാറ്റൻ ബ്ലേഡ്സ് ആണ്, D എന്താണ്? ആസിഡ് ഓർ ബേസ് ഫോർ PS കൺട്രോൾ അല്ലേ? യെസ്. ഇനി നമുക്ക് ഒരു ചാപ്റ്ററിൽ, ഇപ്പോൾ നമുക്ക് ചെറിയൊരു ചാപ്റ്ററാണ് എന്ത്? മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ. ഒരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ തന്നെയാണ്. ഈസിയായിട്ട് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്ററാണ്. മേക്ക് പേസ് ബൈ പുട്ടിങ് ദി റിലേറ്റഡ് ഐറ്റംസ് ടുഗദർ, സ്റ്റേറ്റിംഗ് ദിയർ റിലേഷൻഷിപ്പ്. നോക്ക്, മൊണാസ്കസ് പർപ്യൂരിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാറ്റിൻ ആണ് അല്ലേ? അതിൽ നിന്ന് ഒപ്റ്റെയിൻ ചെയ്യുന്നത്. ഇപ്പോൾ ഇത് നിങ്ങൾക്കറിയാം, മൊണാസ്കർ പർപ്യൂരിയസ് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിൻ ഒരു ഈസ്റ്റിൻ്റെ ടൈപ്പാണ്. ഈസ്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് സെക്കാരമൈസസ് ഉണ്ട്, ബട്ട് അതുപോലെ വേറെ ഒന്നാണ് മൊണാസ്കസ് പർപ്യൂരിയസ്. അതിൽ അവൈലബിൾ ആയത് എന്താണ്? സ്റ്റാറ്റിൻസ് ആണ്. ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? കൊളസ്ട്രോൾ ലോവറിങ് ഏജൻസ് ആണ് ഇത് സ്റ്റാറ്റിൻസ് അല്ലേ? യെസ്. ട്രൈക്കോഡെർമ പോളിസ്പോറം ഏതാണ്? സൈക്ലോസ്പോറിൻ. ഒരു ഇമ്മ്യൂണോ സപ്രസീവ് ഏജൻ്റ് ആണ് എന്ത്? സൈക്ലോസ്പോറിൻ. ഇറ്റ് ഈസ് ഒബ്റ്റെയിൻ ഫ്രം ട്രൈക്കോഡെർമ പോളിസ്പോറം. അപ്പം ഇതാ 1 മൊണാസ്കർ പർപ്യൂറിയസ്, അത് സ്റ്റാറ്റിൻ 1. ട്രൈക്കോഡെർമ പോളിസ്പോറം, സൈക്ലോസ്പോറിൻ. എഥനോള് എന്തു പറയാം? 3. ഇതിൽ നിന്നാണ്? സെക്കാരോമൈസസ് സെർവീസിയെ അല്ലേ? എഥനോള്, ആൽക്കഹോൾ. ദെൻ സ്ട്രെപ്റ്റോകൈനേസ് ഫോർ ദി റിമൂവൽ ഓഫ് ബ്ലഡ് ക്ലോട്ട്സ് അല്ലേ? ഫോർ ബ്ലഡ് ക്ലോട്ട്സ്. ബ്ലഡ് ക്ലോട്ട് റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒന്നാണ് എന്ത്? സ്ട്രെപ്റ്റോകൈനേസ്. ഇപ്പോൾ അറ്റാക്ക് വരുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓർത്ത് വെക്കുക. ഇതാണ് അതിൻ്റെ കറക്റ്റ് പേസ് അല്ലേ? നെക്സ്റ്റ്, ഫൈൻഡ് ദി ഓഡ് വൺ ഔട്ട്. ട്രൈക്കോഡെർമ പോളിസ്പോറം, ക്ലോസ്ട്രീഡിയം ബ്യൂട്ടറിക്കം ആണ്. ദെൻ അസറ്റോബാക്ടർ അസറ്റെ, ആസ്പെർജില്ലസ് നൈഗർ. ഇതിലേതാണ് ഒരു ഓഡ് വൺ? ഇപ്പോൾ നോക്കുക, ഇവിടെ ആസിഡുകൾ ഉണ്ടാക്കുന്ന എല്ലാം ഏതാണ്? ക്ലോസ്ട്രീഡിയം ബ്യൂട്ടറിക്കും ബ്യൂട്ടറിക് ആസിഡ് ഉണ്ടാക്കുന്ന ആസിഡ് ഉണ്ടാക്കുന്നവർ. അസറ്റോബാക്ടർ അസറ്റിക് ആസിഡ് ഉണ്ടാക്കും. ആസ്പെർജില്ലസ് നൈഗർ ഉണ്ടാക്കുന്ന ആസിഡാണ് സിട്രിക് ആസിഡ് അല്ലേ? സിട്രിക് ആസിഡ്. അപ്പം നമുക്ക് അറിയുന്ന തന്നെ ആസിഡ്, ഇവരെല്ലാം ആസിഡ് ഉണ്ടാക്കുന്ന. എന്നാൽ ട്രൈക്കോഡെർമ സൈക്ലോസ്പോറിൻ അതൊരു ആസിഡ് അല്ല. സൈക്ലോസ്പോറിൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞൊരു ഇമ്മ്യൂണോ സപ്രസീവ് ഏജൻ്റ് ആണ്. ഇപ്പോൾ ആസിഡ് പ്രൊഡ്യൂസിങ് ആയ ആൾക്കാരാണ് ഇവർ 3 പേരും. സോ ഓഡ് വൺ എന്ന് പറഞ്ഞാൽ ഏതാണ്? ട്രൈക്കോഡെർമ പോളിസ്പോറം. ഓക്കെ. നെയിം ദി ഈസ്റ്റ് യൂസ്ഡ് ഫോർ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ഓഫ് എഥനോൾ. എഥനോളിൻ്റെ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ഉപയോഗിക്കുന്നത് സെക്കാരോമൈസസ് സെർവീസിയെ നേരത്തെ പറഞ്ഞു. സ്റ്റാറ്റിൻസ് ഉണ്ടാക്കുന്നത് എന്താണ്? നമ്മൾ പറഞ്ഞു ഏതാണ്? മൊണാസ്കസ് പർപ്യൂരിയസ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് അത് ഓർത്ത് വെക്കുക.
മൊണാസ്കസ് പർപ്യൂറിയസ് ആണ് സ്റ്റാറ്റിൻസ് ഉണ്ടാക്കുന്നത്, എഥനോൾ ഉണ്ടാക്കുന്നതാണ് സെക്കാരോമൈസസ് സെർവിസിയെ. ഓക്കെ, കംപ്ലീറ്റ് ദി ടേബിൾ വിത്ത് അപ്രോപ്രിയേറ്റ് ടേംസ്. ഫംഗസ്, സിട്രിക് ആസിഡ് ഏതാണ്? ആസ്പെർജില്ലസ് നൈഗർ. ഇവിടെ എഴുതുന്നില്ലേ? ആസ്പെർജില്ലസ് നൈഗർ. അപ്പോൾ ഇത് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കുന്നതാണോ. അസെറ്റോബാക്ടർ അസെറ്റേ ആരാണ്? ഓർഗാനിസം ഏതാണ്? ബാക്ടീരിയ. ബാക്ടീരിയ അല്ലേ. ഇനി ഫംഗസ് ട്രൈക്കോഡർമ പോളിസൈക്ലോസ്പോറിൻ എ, ഈസ്റ്റ് സ്റ്റാറ്റിസ് മൊണാസ്കസ് പർപ്യൂറിയസ്. ഓക്കെ, ഇനി അടുത്ത മൈക്രോബ്സ് ആർ യൂസ്ഫുൾ ടു ഹ്യൂമൻ ബീയിങ് ഇൻ ഡൈവേഴ്സ് വേസ്. ഇഫ് സോ നെയിം ദി ഫോളോയിങ് മൈക്രോബ് നോൺ ആസ് ബേക്കേഴ്സ് ഈസ്റ്റ്. ഏതാണ്? ബേക്കേഴ്സ് ഈസ്റ്റ് സെക്കാരോമൈസസ്. ലാക്റ്റിക് ആസിഡ് പ്രൊഡ്യൂസിങ് ബാക്ടീരിയം ഏതാണ്? ലാക്റ്റിക് ആസിഡ് പ്രൊഡ്യൂസിങ് ലാക്ടോബാസില്ലസ്. ഫംഗസ് വിച്ച് ഹെൽപ്പ് പ്രൊഡക്ഷൻ ഓഫ് ബയോ ആക്റ്റീവ് മോളിക്യൂൾ സൈക്ലോസ്പോറിൻ ഏതാണ്? ട്രൈക്കോഡർമ പോളിസ്പോറം. സിംബിയോട്ടിക് നൈട്രജൻ ഫിക്സേഷൻ ബാക്ടീരിയ ഏതാണ്? നോസ്റ്റോക്ക് അനബിന. എന്താണ്? അനബിന പറയാം. അസോളയിൽ കാണുന്ന അനബിന. ഇത് ഓർത്തേക്കണം. അനബിന എന്താണ്? സിംബിയോട്ടിക് നൈട്രജൻ ഫിക്സിങ് ബാക്ടീരിയത്തിൻ്റെ എക്സാമ്പിളാണ്. അപ്പം ഇത് ട്രൈക്കോഡർമ ഫംഗസ് ആണ് അല്ലേ. ട്രൈക്കോഡർമ. ലാക്റ്റിക് ആസിഡ് പ്രൊഡ്യൂസ് ബാക്ടീരിയ ആണ് ഇത് ലാക്ടോബാസില്ലസ്. ഓക്കെ, മാച്ച് ഫോളോയിങ്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് നോക്കുക. സിട്രിക് ആസിഡ്, ആസ്പെർജില്ലസ് നൈഗർ, അസെറ്റിക് ആസിഡ്, അസെറ്റോബാക്ടർ അസെറ്റൈ, ബ്യൂട്ടറിക് ആസിഡ്, ക്ലോസ്ട്രീഡിയം ബ്യൂട്ടറിക്കം. ഓക്കെ, ക്ലിയർ അല്ലേ? മീനിങ് ഓഫ് ആൻറ്റിബയോട്ടിക് whereas against life. Reference to human being, they are pro-life. Substantiate the statement. Antibiotic is a microbe killing agent, so it is a pro-life for human being. മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? നമ്മുടെ ബോഡിയിലെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം. നമ്മളെ ലൈഫ് അതിന് ഒന്നുകൂടെ പ്രൊലോങ്ഡ് ആവും. ഓക്കെ, പ്രോ ലൈഫ് എന്ന് ഉദ്ദേശിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ മനസ്സിലായല്ലോ. ആൻറ്റിബയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൈക്രോബ്, എ കെമിക്കൽ വിച്ച് കില്ലിങ് ദി മൈക്രോബ്സ്, എ മൈക്രോബ് കില്ലിങ് ഏജൻറ്റ്. അതാണ് എന്ത്? ആൻറ്റിബയോട്ടിക്സ്. ചൂസ് ദി കറക്റ്റ് ആൻസർ ഫ്രം ദി ബ്രാക്കറ്റ്. സൈക്ലോസ്പോറിൻ എ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഏതാണ്? ട്രൈക്കോഡർമ. In our state, waste management is a problem. Government promote the and give subsidy to biogas plant. Comment the functioning biogas plant with the help of microbes. എങ്ങനെയാണ്? മൈക്രോബ്സ്. ഇപ്പോൾ മെത്തനോസിസ് വിച്ച് ഹെൽപ്സ് ടു അനേറോബിക് ഡൈജഷൻ ഓഫ് സെല്ലുലോസ് അല്ലേ. അങ്ങനെ എന്ത് ചെയ്യും? അതിൽ നിന്നും മീഥേൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും. ഇപ്പം മെത്തനോസിൻസ് എന്ത് ചെയ്യും? അനേറോബിക്കലി സെല്ലുലോസിനെ ഡൈജസ്റ്റ് ചെയ്ത് മീഥേൻ ഗ്യാസ് ഉണ്ടാക്കും. ദാറ്റ് മീഥേൻ ഗ്യാസ് ഇസ് ഹൈലി ഇൻഫ്ലേമബിൾ, യൂസ്ഡ് ആസ് ബയോഗ്യാസ്. BOD is commonly calculated as index of water pollution. Do you agree with this statement? Why? ശരിയാണ് അല്ലേ. agree with this statement. BOD എന്ന് പറഞ്ഞാൽ എന്താ? ബയോളജിക്കൽ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. So it is the amount of oxygen reduced in water due to decomposition of organic material in 1 liter of water. Amount of oxygen depleted due to decomposition in 1 liter of water ശരിക്കും എന്ത്? BOD എന്ന് പറയുന്നത്. സോ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. ഇതാണ് എക്സ്പാൻഷൻ. സെലക്ട് ദി ബയോ കൺട്രോൾ ഏജൻറ്റ് ഫ്രം ദി ഗിവൺ മൈക്രോബ്സ്. ഏതാണ്? ബാക്ടീരിയോ വൈറസ്. അറിയാലോ. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മൾ 100 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തത് ഇപ്പോൾ ഈ 3 സാമ്പിളിൽ നിന്നും നിങ്ങൾക്കറിയാം ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എല്ലാം തന്നെ പ്രീവിയസ് ഇയർ ബേസ്ഡ് ആണ്. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ എല്ലാം ആൻസർ ചെയ്യാൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഷുവർ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ ഈ ഓണം എക്സാം നിങ്ങൾ ഉറപ്പായിട്ടും ഫുൾ മാർക്ക് എൻ്റെ മക്കളെ വാങ്ങിച്ചിരിക്കണം. അതാണ് നമ്മൾ ആശിക്കുന്നത്. സോ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. ഉറപ്പായിട്ടും നിങ്ങളത് വാങ്ങിച്ചിരിക്കും. ഓക്കെ, താങ്ക് യു. ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം.